വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ +2ൻ്റെ മാരത്തോണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ഡേ എന്തായിരുന്നു? ഞാനും നിതിൻ സാറും ഒക്കെ കൂടിയുള്ളതിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? മെയിൻലി പോസിബിൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫോമാറ്റുമാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇന്ന് ആസ് യു ഓൾറെഡി റിക്വസ്റ്റഡ് മീ എന്താണ് ഞാൻ ഇന്ന് എടുക്കുന്ന പോർഷൻസ് ആക്ച്വലി ചാപ്റ്റർ വൈസ് സമ്മറിയാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എവിടെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? നകുൽ ഞാൻ കണ്ടു, ഡെറിൻ കാണുന്നുണ്ട്. സോ എവിടെ? യെസ്, എല്ലാവരും ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ടീച്ചറെ സുഖാണോ? കഷ്ലാലു, വാട്ട്സ് യുവർ നെയിം? സുഖം സുഖം, പരമസുഖം. നിങ്ങൾക്കൊക്കെ സുഖമാണോ? പിന്നെ ഒരു കാര്യം ആദ്യം പറഞ്ഞോളട്ടെ, മാക്സിമം ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരിക. നമുക്ക് നല്ല ഉഷാറാക്കണം, കാരണം നമ്മുടെ എക്സാമിങ് അടുത്തു. മോഡൽ എക്സാം കഴിഞ്ഞ ഉടനെ വലിയ സമയമൊന്നുമില്ല മെയിൻ എക്സാമിന്. അത് മാത്രമല്ല, മെയിൻ സബ്ജക്ട്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇംഗ്ലീഷിനെ ഒരു സൈഡിലേക്ക് തട്ടാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഫുൾ A+ വേണമെങ്കിലും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിലും എന്താണ് ആവശ്യം? നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റും. അഭിഷേക്, യെസ് ഡെറിൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഫ്ലാമിംഗോ ക്വസ്റ്റ്യൻസ്? ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ്? നമുക്ക് വേണ്ടുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. വാട്ട് ഡു യു മീൻ ബൈ ഫ്ലാമിംഗോ ക്വസ്റ്റ്യൻസ്? ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ്? ആൻഡ് യെസ് അഭിഷേക്, ഹലോ. ആൻഡ് യെസ്, ഇന്ന് ചാപ്റ്റർ വൈസ് സമ്മറി നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് ക്ലാസ് കണ്ടിരുന്നോ? മോസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫോമാറ്റും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദിസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ടു 8 മാർക്ക് ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഒരു ഗ്രാമറിൻ്റെ സെഷൻ തൊട്ട് essay വരെയുള്ള, ഈവൻ ക്രിട്ടിക്കൽ സമ്മറി വരെയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദ ലാസ്റ്റ് ലെസൺ ദ ഡീ വാട്ടർ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടോ? യൂഷ്വൽ റെഗുലർ സ്റ്റുഡൻസ് പറഞ്ഞേ, ദ ലാസ്റ്റ് ലെസണും ദ ഡീ വാട്ടർ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നകുൽ, അഭിഷേക്, വിച്ച് ഓൾ ചാപ്റ്റേഴ്സ് യു നീഡ് അതൊന്ന് പറഞ്ഞേ. ഡെറിൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വിച്ച് സ്കൂൾ ആർ യു സ്റ്റഡിങ്? എവിടെയാണ്, ഏതാണ് സ്ഥലം ഒന്ന് പറഞ്ഞേ. ഇവിടെ സ്റ്റേറ്റിൻ്റെ സിലബസ് നോക്കിക്കേ. കേരള സ്റ്റേറ്റ് സിലബസിൽ നമ്മൾ +2 പഠിക്കുന്ന ഇംഗ്ലീഷിൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാ? ദ ലാസ്റ്റ് ലെസണും ഒക്കെ ആണോ? വസു ഹായ്. നിയാസ് കെ വയനാട് നിന്നാണ്. ഓക്കെ, പുതിയ ആൾക്കാരൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഗൈസ് ആർ ഹിയർ. താങ്ക് യു സോ മച്ച്. CBSE മോനെ ഡെറിൻ, വി ആർ ടേക്കിംഗ് കേരള സ്റ്റേറ്റ് സിലബസ് കേട്ടോ. സ്റ്റേറ്റ് സിലബസിലാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫ്ലാമിംഗോ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഓക്കെ, യൂണിറ്റ് 1 തൊട്ട് യൂണിറ്റ് 5 വരെ പറയുമ്പോൾ 3 years of empowerment തൊട്ട് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ വരെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, പ്ലീസ് നോട്ട് ദാറ്റ് ഡെറിൻ. ഓക്കെ, I have been continuously seeing all your comments. ഞാൻ അതിന് പറയുന്നുണ്ട് that we do not provide any flamingo questions എന്നുള്ളത് പറയുന്നുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലേ ഡെറിന്? ഓക്കെ അല്ലേ? CBSE അല്ലടാ, സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് സിലബസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. യെസ്, ദെൻ എവിടെ? നിയാസ് വയനാട് നിന്നാണ്. ഓക്കെ, ദെൻ ഐ സോ NJK വസു ഹായ്, ഹലോ ഡിയർ. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? നമ്മുടെ ലൈവ് സെഷൻ ഉഷാറാക്കാൻ നിങ്ങൾ എല്ലാവരും എത്തിയല്ലോ. പാവം, നോ CBSE ഇംഗ്ലീഷ് ക്ലാസ്, നോ. അപ്പോൾ മോന് തെറ്റിപ്പോയതാണ് അല്ലേ? ഇറ്റ്സ് ഓക്കെ ഡിയർ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ CBSE ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓൺലി സ്റ്റേറ്റ് സിലബസ് കേട്ടോ. ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? യെസ്. ദെൻ എന്താണ് കഷ്ലലു ആണോ? എന്താണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ? ഇഫ് ഐ എം കമ്മിറ്റിംഗ് എനി മിസ്റ്റേക്ക് പ്ലീസ് ഡു എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. യെസ്, ഓക്കെ ഡെറിൻ, ഓക്കെ. ദെൻ ഓക്കെ, അപ്പോൾ ഇനി പറയട്ടെ, നമ്മുടെ എക്സാം, നമ്മുടെ സ്റ്റേറ്റിലെ കുട്ടികൾക്ക്, മിസ്സിൻ്റെ സ്ഥിരം യൂഷ്വൽ കുട്ടികൾക്ക് ക്ലാസ് എക്സാമിങ് അടുത്ത് കഴിഞ്ഞു. സോ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചാപ്റ്റർ എടുക്കുകയാണ് കേട്ടോ ഡെറിൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. വെരി ഗുഡ്, ദാറ്റ്സ് ദ സ്പിരിറ്റ്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ആൻഡ് കാജിലല്ലോ എന്നാണ് പേര്. കാജില്ലല്ലോ? ഇല്ലല്ലേ? ഓക്കെ ഡെറിൻ, ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇതുള്ളത് മാത്രമാണ് CBSEയുടെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിൽ സംഹൗ ട്രൈ ടു ഇൻഫോം യു. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് മോനെ. യെസ്, സോ മാം ഇസ് ടീച്ചിങ് വെരി ഗുഡ്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിലും ഇതുപോലുള്ള കമൻറ്റ്സ് അറിയിക്കുന്നുണ്ടല്ലോ. വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. യെസ്, ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എന്ത് ചെയ്യും? പഠിക്കണം. എന്ത് ചെയ്യുന്നു? എൻ്റെ അടുത്ത് ചോദിക്കുകയാണോ? പഠിപ്പിക്കാനിരിക്കുന്ന എൻ്റെ അടുത്ത് ചോദിക്കടാ എന്താ ചെയ്യാന്നുള്ളത്. പഠിക്കണം. എന്താണ്, നമുക്ക് ചാപ്റ്റർ ബൈ സമ്മറി ഒക്കെ ഡിസ്കസ് ചെയ്ത് ഇന്ന് പോകുന്നുണ്ട്. അത് മാത്രമല്ല പോസിബിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാം.
Swati, hello, good evening Swati. Welcome. I am so happy. എന്താണെന്നറിയോ 6:30 ആയപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും എത്തിയല്ലോ. I am so happy. Okay. Yes. ഇനി എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിറ്റിയിൽ കമൻറ്റ് സെക്ഷനിൽ ആദ്യം തന്നെ നമ്മുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എക്സാമിന് വേണ്ടുന്ന എല്ലാ പോർഷൻസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. കാജിലല്ലോ. യെസ്, ഇനി നമുക്ക് ചാപ്റ്റേഴ്സ് തുടങ്ങിയാലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ വൈസ് സമ്മറിയാണ് ഇന്ന് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പ്ലസ് പോസിബിൾ ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ക്ലാസ് മിസ് ചെയ്തവരുടെ അടുത്ത് പറയട്ടെ, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഫോമാറ്റും അതിനൊരു എക്സാമ്പിളും വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദോസു ഡെറിൻ ഓക്കെ യെസ്, അതിനുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മൂവിങ് സ്ട്രേറ്റ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ. യൂണിറ്റ് 1-ലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. ഓക്കെ യെസ്, സ്വാതി കാജില്ലല്ലോ, ദെൻ വസു, പിന്നെ ഇവിടെ നകുൽ, നിയാസ്, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. ഈ 3 L's എന്തൊക്കെയാണ്? വേഗം കമൻറ്റ് ചെയ്തേ. ഈ 3 L's എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ 3 L's? വേഗം 1 2 3 4 5 നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ചാപ്റ്ററിലേക്ക് പോട്ടെ. യെസ്, സമ്മറി ഓഫ് ദ മെയിൻ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പം അതിനേക്കാൾ മുന്നേ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടതാണ്, ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ വരുന്ന പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റ് വരും. കാരണം നമ്മുടെ യൂണിറ്റ് 1-ലെ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ എനി വുമൻ, മാച്ച് ബോക്സ്, അതേപോലെ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, ഇതെല്ലാം മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഷഹീൻ മിസ്ട്രിയുടെ ദീദി പോലുള്ള ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ മെയിൻലി അതിൽ ഫോക്കസ്ഡ് തീം എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റ് ആണ്. സോ വിമൻ അവർ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ വിമൻ എംപവർമെൻറ്റ് ആണെങ്കിലും റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും, സോ വിമൻ റിലേറ്റഡ് ടോപ്പിക്സ് ഉറപ്പായിട്ടും ജനറൽ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ഞാൻ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ്. പവർ വിമൻ ഡ്രഗ്സ് എന്താണ് 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്? ഒന്ന് വെച്ചേ. യെസ്, ലീഡർഷിപ്പ്, ലേണിംഗ് ലേബർ ലീഡർഷിപ്പ്. സ്വാതി കറക്റ്റ് ആൻസർ. ലേണിംഗ് ലേബർ അഭിഷേക് പറഞ്ഞിട്ടുണ്ട്, വസു പറഞ്ഞിട്ടുണ്ട്, സ്വാതി പറഞ്ഞിട്ടുണ്ട്. കാജിലല്ലോ മോനെ മാറിപ്പോയിട്ടോ. യെസ്, നിയാസ് കറക്റ്റ് ആൻസർ. ലേണിംഗ് ലേബർ ആൻഡ് ലീഡർഷിപ്പ്. യെസ്, അതിൽ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് എന്താണ്? ഇൻ ഹർ സ്പീച്ച് ക്രിസ്റ്റീൻ ലഗാർഡ് ടോക്സ് അബൌട്ട് how important it is to empower women and how we can do it. വിമനെ എംപവർ ചെയ്യേണ്ടത് നമുക്ക് എത്രത്തോളം ആവശ്യമാണ്, ആ ആവശ്യത്തെക്കുറിച്ച് മാത്രമല്ല ഹൗ ക്യാൻ വി ഡു ദാറ്റ് എന്നുള്ളതിനെക്കുറിച്ചും ബേസ് ചെയ്തിട്ട് പറയുന്ന ഒരു സ്പീച്ചാണ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. ഷീ സേസ് വിമൻ ഹാവ് എ ലോട്ട് ടു ഓഫർ ബട്ട് ദേ ഡോണ്ട് ഓൾവേസ് ഗെറ്റ് ദ ചാൻസ്. വി നോ ദാറ്റ് വാട്ട് വിമൻ എന്ന് പറയുന്നത് ദേ ഹാവ് എ ലോട്ട് ഓഫ് ടാലൻസ് ഹിഡൻ ഇൻസൈഡ് ദം അല്ലേ? അവരുടെ ഇടയിൽ ഇഷ്ടംപോലെ ടാലൻസ് ഉണ്ട് ഹിഡൻ ആയിട്ട് കിടക്കുന്നത്. ദ ഒൺലി പ്രോബ്ലം ഇസ് ദാറ്റ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി ചാൻസ് ടു റിവീൽ ഇറ്റ്. നമ്മുടെ മുന്നിലേക്ക് അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ചാൻസ് കിട്ടാത്തതാണ് പല ടാലൻസും ഇല്ലാതായി പോകുന്നത്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് വുമൻ പറ്റിപ്പോകുന്നത്. ഓക്കെ, ഷീ ഹാസ് 3 suggestions ടു ഗിവൻ മോർ ഓപ്പർച്യൂണിറ്റീസ്. 3 കാര്യങ്ങളിലൂടെ 3 സ്റ്റേജസ് ഫോളോ ചെയ്യുന്നതിലൂടെയാണ് അത് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. ഏതാണ്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ലേണിംഗ്, ലേബർ, എംപ്ലോയ്മെൻറ്റ്. ലേണിംഗ്, എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. എഡ്യൂക്കേഷനാണ് എല്ലാ കാര്യത്തിനും പറ്റുന്ന ബേസ് ആയിട്ടുള്ള സംഭവം അല്ലേ? ലഗാർഡ് ബിലീവ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് ദ കീ. എഡ്യൂക്കേഷൻ ഇസ് ദ കീ ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. വെൻ വിമൻ ലേൺ ഇറ്റ് ഹെൽപ്സ് ദം ഹെൽപ്പ് ദംസെൽസ്. സ്ത്രീകൾ പഠിക്കുന്നതിലൂടെ, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ അവരെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? In many places, women's education has a bigger impact than men's. Actually, നമ്മൾ ആൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ നല്ല നിലയിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് കൊണ്ടുതരാൻ സാധിക്കുന്നത് ആർക്കാണ്? പെൺകുട്ടികൾക്ക്, ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെയാണെന്നാണ് പറയുന്നത്. സൊസൈറ്റിയുടെ മെയിൻ സൂം കാണുന്നില്ല. ഓക്കെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് തരാം. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ എല്ലാ നോട്ട്സും ഈ ഇൻക്ലൂഡിങ് ദിസ് നോട്ട് ഇതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ വസു. യെസ്, ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ എന്താണ് പറയുന്നത്? പല സ്ഥലത്തും നമ്മുടെയുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? പെൺകുട്ടികളെ കൂടുതൽ പഠിപ്പിക്കുന്നത് എന്തിനാണ്? കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കെട്ടിച്ചു വിടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് യൂഷ്വലി ഉള്ളത്. പക്ഷേ അതിൽ നിന്നും
തിരിച്ചെതിരായിട്ട് വി ഗിവ് എഡ്യൂക്കേഷൻ ടു ഗേൾ ചിൽഡ്രൻ, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ദെൻ ലേബർ, പഠിപ്പിച്ച് വിട്ടാൽ മാത്രം പോരാ, അവർക്കൊരു ഇൻഡിപെൻഡൻസ് വേണം, അതിനവർക്ക് ലേബർ വേണം, മണി സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ഗെറ്റിംഗ് ജോബ്സ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ദേ ഷുഡ് ഗെറ്റ് എ ജോബ്, ദേ ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. കേട്ടോ. ലഗാർഡ് സീസ് വിമൻ ഫേസ് പ്രോബ്ലംസ് ലൈക്ക് ഗെറ്റിംഗ് പെയ്ഡ് ഓർ നോട്ട് ഹാവിംഗ് ജോബ് സെക്യൂരിറ്റി. പിന്നെയുള്ള ഇപ്പോൾ ജോബ് ഉണ്ടെങ്കിൽ തന്നെ അവർ സെക്യൂർഡ് ആണോ? നോട്ട് അറ്റ് ഓൾ, ദേ ആർ നോട്ട്. വൈ? ഒന്നെങ്കിൽ വെൻ കമ്പയർഡ് ടു മെൻ അവർക്ക് ലെസ് പെയ്ഡ് ആയിരിക്കും, കുറച്ച് ശമ്പളമായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ജോബ് സെക്യൂരിറ്റി ഫീൽ ചെയ്യണം എന്നില്ല. ബട്ട് ഇഫ് മോർ വിമൻ വർക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗുഡ് ഫോർ ദം, ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഹോൾ കൺട്രി. പക്ഷേ ഒന്നോ രണ്ടോ പേര് മാത്രമല്ല റെപ്രസെൻറ്റ് ചെയ്ത് വേണ്ടത്. ജസ്റ്റ് ലൈക്ക് മെൻ, വിമൻ ഷുഡ് ഓൾസോ വർക്ക്. അത് ഈവൻ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹോൾ കൺട്രി ഇറ്റ് ഹെൽപ്സ്. നമ്മുടെ സൊസൈറ്റി ഒന്നാമതേ എന്താണ്, ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുത്താൽ ഫാമിലി നന്നാവും, ഫാമിലീസ് നന്നാകും, സൊസൈറ്റി നന്നാവും, സൊസൈറ്റി ഡെവലപ്ഡ് ആകുമ്പോൾ എന്താവും, കൺട്രി അല്ലേ. കൺട്രീസ് അങ്ങനെ എല്ലാ കൺട്രീസും ഡെവലപ്ഡ് ആയി നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഒരു സെക്യൂർ പ്ലേസ് ടു ലിവ് ഇൻ ആയി മാറും. ആ ഒരു പോയിന്റ് ഓർക്കണം. ലോസ് ആൻഡ് റൂൾസ് മൈ നീഡ് ടു ചേഞ്ച് ടു ഗിവ് വിമൻ മോർ ചാൻസസ് അറ്റ് വർക്ക്. അതിനായിട്ട് നമ്മൾ ഈ പല റിസർവേഷൻ പോളിസീസ് ഒക്കെ കേട്ടിട്ടുള്ളതാണ്. ലൈക്ക് ദാറ്റ് വി ഷുഡ് ഗിവ് ഫോക്കസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ടു സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ വിമൻ. വിമന് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ ലോസിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഡീമൺ സ്ലേയർ, എന്താടാ പേര്? ഹലോ വെൽക്കം ടു ഇലാൻസ്. ഓക്കെ, സോ എവിടെ ഫ്രണ്ട്സൊക്കെ എവിടെ? ലെറ്റർ, ഗ്രാമർ, ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണേ, ഉറപ്പായിട്ടും പറയാമല്ലോ. ലാസ്റ്റ് ക്ലാസ് വർഷവും ഇല്ലായിരുന്നു അല്ലേ? അത് ഫുൾ പക്കാക്കി വെച്ചിരുന്നതായിരുന്നു. ബട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഇനി ഇഷ്ടംപോലെ ക്ലാസ്സസ് ഉണ്ടാവും, കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഹലോ മിസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ വാട്ട്സ് യുവർ നെയിം? Then Lagarde thinks more women should be leaders. അത് മാത്രമല്ല, നമ്മൾ പഠിപ്പിച്ചു വിട്ടു ഗേൾസിനെ, അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുത്തു. ആൻഡ് അവർക്ക് എന്താണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടെ വേണം, ആ ഒരു കോൺഫിഡൻസ് അവർക്ക് വേണം അല്ലേ. ദേ ഷുഡ് ബി മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, ദേ ഷുഡ് ബി ഏബിൾ ടു മേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഇൻ ദിയർ ലൈഫ്. എന്നാൽ മാത്രമേ അവരുടെ ഇത്രയൊക്കെ കിട്ടിയത്, എഡ്യൂക്കേഷൻ ആണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാലും അവരുടെ ഒരു ടാലൻറ്റ്, അവരുടെ ഒരു സ്പേസ് അവർക്ക് കിട്ടണമെങ്കിൽ എന്താണ്, ഗുഡ് ലീഡേഴ്സ് കൂടി ആയി മാറണം. അക്കോർഡിംഗ് ടു ഹർ, വിമൻ ആർ ജസ്റ്റ് as good or even better leaders than men. ഈ ഒരു പോയിന്റ് ഓർത്തെ. അക്കോർഡിംഗ് ടു ക്രിസ്റ്റൻ ലഗാർഡ്, വിമൻ ആർ ജസ്റ്റ് ആസ് ഗുഡ് ഓർ മോർ അല്ലേ, ഓർ ഈവൻ ബെറ്റർ ലീഡേഴ്സ് ദാൻ മെൻ എന്നാണ് പറയുന്നത്. ദേ മേക്ക് ഡിസിഷൻസ് ബൈ ടോക്കിംഗ് ടു എവറി വൺ, ഇൻക്ലൂഡിങ് എവറി വൺ, ആൻഡ് കെയറിങ് അബൌട്ട് അതേഴ്സ്. കാരണം അവരുടെ ആ ഒരു കെയറിങ് നേച്ചർ, ഒരു ഡിസിഷൻ സ്വന്തം ഇഷ്ടത്തിന് സെൽഫിഷ് ആയിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്. ദേ കൺസിഡർ അതേഴ്സ് ഒപ്പീനിയൻസ് ടു, അവരുടെ കാര്യങ്ങൾ നോക്കി ബാക്കിയുള്ളവരുടെ കാര്യത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത ഫൈനലായിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ അമ്മ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എല്ലാവരുടെ അടുത്തും ഈക്വലി ചോദിച്ചിട്ടല്ലേ എടുക്കുക. ലൈക്ക് ദാറ്റ് ഇഫ് ദേ ഗെറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയാണെങ്കിൽ ദേ വിൽ ബി ഒബ്വിയസ്ലി ആസ്കിങ് ഫോർ ദ വ്യൂ പോയിന്റ്സ് ഓഫ് അതേഴ്സ് ടു. അങ്ങനെയാണ് ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെയും നമ്മൾ ഇതാക്കും അല്ലേ. ഞാൻ സാത്താനാണ്, ഓർമ്മയുണ്ടോ? പേര് മാറ്റിയോ നീ? അനുരാജ്, അനു, ഹലോ, ഹായ്. പുതിയ ആൾക്കാർ കയറുന്നുണ്ടല്ലേ, വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും പുതിയ കുറേ സ്റ്റുഡൻസിനെ കാണുമ്പോഴത്തേക്ക് മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടെ ഇതാക്കാം. എന്താണ് നമ്മുടെ സാത്താൻ? ഗൗതമാണോ? ഗൗതമല്ല, അയ്യോ ഞാൻ പേര് മറന്നുപോയി. ഒന്ന് മെസ്സേജ് ചെയ്തേ, എനിക്ക് നല്ല ഓർമ്മ ഇവിടെ നാവിൻ്റെ തുമ്പത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ മറക്കില്ല. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ എൻ്റെ ഡിയർ സൈത്തൻ. Yes, Lagarde ends her speech by saying that if we let women reach their full potential, it's not just good for them, it's good for everyone. നമ്മൾ സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടുന്ന സ്പേസ് ലൈക്ക് ഇൻ ദ ഫോം ഓഫ് ലീഡർഷിപ്പ്, ലേബർ ആൻഡ് ലേണിംഗ്. ഭഗത് യെസ്, അതാണ് എനിക്ക് ഗൗതമായിട്ട് മാറിപ്പോയത്. യെസ് ഭഗത്, എനിക്ക് പിന്നെ മറക്കാൻ പറ്റുമോ? ഇതേപോലെ വെറൈറ്റി നെയിമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ എനിക്ക് ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ലേഡീസിന്, വിമൻ അവരുടെ പൊട്ടൻഷ്യൽ എടുക്കാനായിട്ട് പറ്റുന്ന ഫുൾ 100% ചാൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫോർ എവ്രി വൺ. അവർക്ക് മാത്രമല്ല, അവരോട് ചുറ്റുമുള്ളവർക്കും കൂടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഷീ എൻകറേജസ് വുമൻ ടു മേക്ക് എ ഡിഫറൻസ് ബിക്കോസ് ദാറ്റ് ഡിഫറൻസ് ക്യാൻ ചേഞ്ച് സൊസൈറ്റി ഫോർ ദ ബെറ്റർ ആൻഡ് ദിസ് ഡിഫറൻസ് ക്യാൻ മേക്ക് എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. ഈവൻ ഇൻ ദ സൊസൈറ്റി വി കുഡ് മേക്ക് ചേഞ്ചസ് ബൈ ഗിവിങ് എന്താണ്, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ടു വിമൻ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ?
ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങൾ ഒരു ആൺകുട്ടിക്ക് എഡ്യൂക്കേഷൻ നൽകുകയാണെങ്കിൽ അയാളെ ഒരു മാൻ ആയിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. പക്ഷേ ഇഫ് യു ആർ ഗിവിങ് എഡ്യൂക്കേഷൻ ടു എ ഗേൾ ചൈൽഡ് ദെൻ യു ആർ പോസിബിളി അല്ലെങ്കിൽ യു ആർ പ്രോബബ്ലി എഡ്യൂക്കേറ്റിംഗ് ദ ഹോൾ വില്ലേജ് എന്നാണ് പറയുന്നത്. കാരണം കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ ആരായിരുന്നു പഠിപ്പിച്ചിരുന്നത്? അമ്മമാരായിരിക്കും അല്ലേ കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ വിമൻ എഡ്യൂക്കേഷൻ കിട്ടുമ്പോഴത്തേക്ക് ദേ ആർ ആക്ച്വലി ഗൈഡിങ് ദിയർ ലൈറ്റ് അല്ലേ, ആ ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് കൂടി ഒരു റോൾ മോഡലായിട്ട് നിൽക്കുകയാണ്. ലൈക്ക് ദാറ്റ് ദേ എഡ്യൂക്കേറ്റ് ദ ഹോൾ ഫാമിലി. അങ്ങനെ ഒരു വില്ലേജ് മൊത്തം അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്തോണം. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് എവിടെ ഉപയോഗിക്കണം? എസ്സേ ക്വസ്റ്റ്യൻ വരും, സ്പീച്ച് വരും. ഒന്നും വേണ്ട, സ്പീച്ച് എങ്ങനെ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വിമൻ ആർ ദ ബെസ്റ്റ് ലീഡേഴ്സ്. യെസ്, ഓണറബിൾ പ്രസിഡന്റ്. അല്ല, വിമൻ മാത്രമല്ല, എല്ലാവർക്കും ടാലൻറ്റ് ഉണ്ട്. വിമൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മെയിൻ റീസൺ എന്താണ്? വെൻ കമ്പയർഡ് ടു മെൻ വിമൻ ആർ ബെറ്റർ ലീഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇസ് ദാറ്റ് ദേ വാല്യൂ ദ വ്യൂ പോയിന്റ്സ് ഓഫ് അതേഴ്സ് ടു. അത് നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡ് പറഞ്ഞിട്ടുള്ളതാണ് ഇതുപോലുള്ള എസ്സേയിൽ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ സ്പീച്ച് ചോദിക്കുമ്പം, എസ്സേ, ആർട്ടിക്കിൾ റൈറ്റിംഗ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഇതുപോലുള്ള കോഡ്സ് അറിയാമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സ്പീച്ച് ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ആസ്കിങ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ദി ഓഡിയൻസ് ഓർ ബൈ കോട്ടിങ് സച്ച് സെൻറ്റൻസസ്. നിങ്ങൾക്കറിയാവുന്ന ഇതുപോലത്തെ ഒരു കോട്ട് അതേപോലെ എഴുതിയോ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഒരു സ്പീച്ചൊക്കെ നമ്മൾ കുറച്ച് യുണീക്ക് ആക്കുക. സോ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എസ്സേ, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ദെൻ സ്പീച്ച് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇതുപോലുള്ള പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് യുണീക്കായിട്ടൊരു ഒരു മാസ് എൻട്രി അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഓർത്ത് വെച്ചോണം. Yes, if you educate women, you train village. Yes. Then the concept of equal pay for equal work എന്നുള്ള ഒരു പോയിന്റും ക്രിസ്റ്റീൻ ലഗാർഡ് ഇതാക്കുന്നുണ്ട്. Then dare the difference. If we dare the difference will deliver. അത് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് ആണ് മെയിൻ സബ്ജക്ട്സ് പോലെയല്ല, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോകണം. ഇത് ഞാൻ എല്ലാ തവണയും ഓരോ ക്ലാസ്സിലും പറയുന്നതാണ്. സമ്മറി കേട്ടു എന്ന് വെച്ചിട്ട് ഓക്കെ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പോകരുത്. കാരണം ഓരോ ടെക്സ്റ്റ് വായിക്കുമ്പം നിങ്ങൾ ഓരോരുത്തരും പല രീതിയിലായിരിക്കും അതിനെ ഇങ്ങോട്ട് എടുക്കുന്നത്, മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ വ്യൂ പോയിന്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ വ്യൂ പോയിന്റ്സ് ഒക്കെ ജനറൽ ക്വസ്റ്റ്യനിലാണ് ആൻസർ ചെയ്യുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അതൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ടെക്സ്റ്റിൽ നിന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഭാഗം തന്നിട്ടായിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരിക. അതെങ്ങനെയാണ് ഡീൽ ചെയ്യാനായിട്ട് പറ്റുക? അത് വായിച്ചിട്ടുള്ള അറിവ് വേണം. ഇതുപോലുള്ള സാധനങ്ങളും ഓർത്തിരിക്കണം. ടെക്സ്റ്റിൽ യുണീക്കായിട്ട് ലൈക്ക് ഹൈലൈറ്റഡ് സെൻറ്റൻസസ് കാണും, അത് ഓർത്ത് വെച്ചിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിക്കുക. യെസ്, ഡെയർ ദ ഡിഫറൻസ്. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ്, നമ്മൾ ഡിഫറൻസിന് വേണ്ടിയിട്ട് ഡെയർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിക്കൊള്ളും. ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വെച്ചോണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ദെൻ മൂവിങ് ഓൺ ടു സെക്കൻഡ് ചാപ്റ്റർ. അതും ഏറ്റവും കൂടുതൽ ആ ഒരു വുമൻ അല്ലേ, വുമൻ റെപ്രസെൻറ്റേഷൻ ഇൻ ദ സൊസൈറ്റിയെ ഡെപ്പിക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മാക്സിമം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു പോയമാണ് ബൈ കാതറിൻ ടെനൻ. യെസ്, ആൻഡ് വാട്ട് ഈസ് ദിസ് പോയം? എന്താണ് ഈ പോയം ആക്ച്വലി എന്താണ് പറയുന്നത്? എനി വുമൻ ബൈ കാതറിൻ ടെനൻ ഇസ് എ പോയം ടോക്സ് അബൌട്ട് ഹൗ അമേസിങ് ആൻഡ് സ്ട്രോങ് വിമൻ ആർ. അല്ലേ, നമുക്ക് വിമൻ എംപവർമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നൽകിയിട്ടുള്ള ഒരു യൂണിറ്റാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. സ്ലൈഡ്സ് ഒക്കെ ക്ലിയർ ആണ്, സൗണ്ട് ഒക്കെ ക്ലിയർ ആണ്, ടെക്നിക്കൽ എറേഴ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് മാക്സിമം ഫ്രണ്ട്സിലേക്ക്, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ലിങ്ക് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടുന്ന എല്ലാ ബാക്കപ്പ് സപ്പോർട്ടും ആയിട്ടൊരു ഫുൾ ടീം അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ആൻഡ് ഓൾസോ നോട്ട്സ്. എക്സാം വ്യൂ പോയിന്റിൽ മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് എന്ന് പറയുന്നത്. സോ അതും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. യെസ്, ഇനി ഈ ഒരു പോയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിമൻ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് നമ്മൾ കാണിക്കുന്നത്. മെൻ്റലി അല്ലേ, ഇമോഷണലി നമ്മൾ എത്രത്തോളം അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവർ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു വുമൻ. ദ പോയം ഷോസ് different parts of a woman's life, like when she is young or when she becomes a mom. It says that every woman, no matter what she does, is valuable and special. ഈ പോയിന്റ് ഓർത്ത് വെച്ചേ, ഒരു
സ്ത്രീയാണെങ്കിൽ അല്ലേ, ഒരു വുമൻ ആണോ, ദേ ആർ എന്താണ് എക്സ്പെക്റ്റഡ് ടു ടേക്ക് സർട്ടൺ റോൾസ് ലൈക്ക് ദ റോൾ ഓഫ് എ മദർ, റോൾ ഓഫ് എ വൈഫ്, റോൾ ഓഫ് എ ഡോട്ടർ. ഇവർക്ക് ഈ ഓരോ സ്റ്റേജിലും എന്താണ് പല തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ഓരോ സ്ത്രീയും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഹൗ സ്ട്രോങ് ദേ ആർ എന്നുള്ള കാണിക്കുന്ന ഒരു പോയമാണ്. ഇറ്റ് സേസ് ദാറ്റ് എവ്രി വുമൻ നോ മാറ്റർ വാട്ട് ഷീ ഡസ്, ഇതിപ്പം ഏത് നോർത്ത് പോളിലാണെങ്കിലും സൗത്ത് പോളിലാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, ഏത് ഐലൻഡിലാണെങ്കിലും കുഴപ്പമില്ല, സ്ത്രീയാണോ ദേ ആർ അല്ലേ എക്സ്പെക്റ്റഡ് ടു എന്താണ് ആക്ട് സർട്ടൺ റോൾസ് എന്ന് പറയുന്നത്. ദ പോയം ഓൾസോ ടോക്സ് അബൌട്ട് ഹൗ വുമൻ ക്യാൻ ഹാൻഡിൽ ടഫ് സിറ്റുവേഷൻസ് ആൻഡ് ചലഞ്ചസ്, ദ എബിലിറ്റി ടു ടാക്കിൾ സർട്ടൺ പ്രോബ്ലംസ് അല്ലേ. സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന ഒരു കഴിവാണ് ചില പ്രോബ്ലംസ് അതായത് ഭയങ്കരമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് സ്ത്രീകൾക്ക് മാത്രം പെക്യുലർ ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആണെന്നാണ് ഈ പോയത്തിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വിചാരിക്കും ഞാനൊരു ഫെമിനിസ്റ്റ് ആണോ എന്നുള്ളത്. ലൈക്ക് ചില സത്യങ്ങൾ അങ്ങനെയാണ് മക്കളെ. ഇറ്റ് പ്രൈസസ് ദം ഫോർ ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ് ആൻഡ് ബീയിങ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. സോ ഈ ഒരു പോയം നമ്മൾ വായിക്കുമ്പോൾ പിന്നെ ഓർത്തിരിക്കേണ്ടത് വീട്ടിലുള്ള അമ്മമാരെ മാത്രം ഓർത്താൽ മതി. ആ ഒരു ജനറൽ കാറ്റഗറിയിൽ എഴുതിയിട്ടുള്ള ഒരു പോയാണിത്. ആൻഡ് they do take care of us അല്ലേ, and being important, they act as a very important role. They act a very important role in our life. And in simple words, any woman is like a big cheer for all women, saying they are strong, resilient and really important in the world. So ഇത് അഡ്രസ്സ് ചെയ്യുന്നത്, ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീകളെയും ജനറൽ ആയിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ യു എന്ന് പറയുന്ന ഓരോ സ്ത്രീയും നിങ്ങൾ യുണീക്കാണ്. നിങ്ങളുടെ സ്പേസ് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ആർക്കും നികത്താനായിട്ട് പറ്റില്ല. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് പേര് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളല്ലെങ്കിൽ അവരാരും അല്ലാതായി പോകുമെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു പോയമാണ് എനി വുമൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ഏതൊക്കെയാണ്? മദേഴ്സ് ആസ് ഫൗണ്ടേഷൻ, റോൾ ഓഫ് മദേഴ്സ് പറയുന്നുണ്ട്. മോംസ് ആർ ലൈക്ക് ദ സ്ട്രോങ് പാർട്ട് ഓഫ് എ ഹൗസ് ഹോൾഡിംഗ് ദ ഫാമിലി ടുഗദർ. ഒരു മെയിൻ പില്ലർ, ഹൗസിൻ്റെ മെയിൻ പില്ലർ എന്ന് പറയുന്നത് ആരാണ്? ആ വീട്ടിലെ സ്ത്രീയാണ്, എസ്പെഷ്യലി അമ്മമാരാണെന്നാണ് പറയുന്നത്. മിസ് ബ്ലാക്ക് ആക്കാവോ സ്ക്രീൻ എന്നുള്ളതോ? ഇപ്പം ക്ലിയർ അല്ലേ? എന്തായാലും നമ്മുടെ ചേട്ടന്മാർ ഇത് കാണുന്നുണ്ടാകും. നമുക്ക് വേണ്ടുന്നത് ഇപ്പം അറ്റ്ലീസ്റ്റ് ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഗൈസ്. ഓക്കെ സൂരജ്, നമുക്ക് സെറ്റാക്കാം, എല്ലാം സെറ്റാക്കാം. സോ മദേഴ്സ് എന്ന് പറയുന്നത് ദേ ആക്ട് ആസ് എ വെരി സ്ട്രോങ് പില്ലർ ഇൻ ദി ഹൗസ്. ദെൻ കംഫർട്ട് ആൻഡ് ഗൈഡൻസ്. ദേ പ്രൊവൈഡ് വാം ലൈക്ക് എ ഫയർ ആൻഡ് ഗൈഡൻസ് ലൈക്ക് ദ സൺ. അവർ മാക്സിമം വാം, ആ ഒരു നമുക്ക് വേണ്ടുന്ന സമയത്ത് ഒരു ഗൈഡൻസ്, ആ ഒരു വാം ഫീലിംഗ്, കംഫർട്ട് ഫീൽ തരുന്നത് ആരാണ്? അമ്മമാരാണ് തരുന്നത്. സപ്പോർട്ട് ആൻഡ് ഗ്രോത്ത്. മോംസ് ഹെൽപ്പ് ദെയർ കിഡ്സ് ഗ്രോ ആൻഡ് ആർ ഓൾവേസ് ദെയർ വെൻ നീഡഡ്. ഏറ്റവും കൂടുതൽ ഒരു കുട്ടികളുടെ ഇന്നർ അല്ലാതെ ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ റോൾ വഹിക്കുന്നത് ആരാണ്? ആ വീട്ടിലെ അമ്മമാരാണ്. അതേപോലെ തന്നെ ഷീ ഈസ് ദെയർ വെനെവർ വി വാണ്ട് ഹർ, ഷീ ഈസ് ദെയർ. നമുക്ക് എപ്പോൾ നമ്മുടെ അമ്മയെ വേണോ ആ സൈഡിലുണ്ടല്ലേ, ആ ഒരു രീതിയിൽ. ഇത് ഒരൊറ്റ സ്ഥലത്തെ അല്ല, ലോകത്തെ എവിടെ എടുത്താലും അമ്മമാരുടെ റോൾ ഇതാണ് എന്ന് പറയുന്നതാണ് ഈ ഒരു പോയം. ദെൻ സെൽഫ്ലെസ് ലവ്. ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ സെൽഫ്ലെസ് ആയിട്ടുള്ള ലവ് ആൻഡ് ആറ്റിറ്റ്യൂഡാണ് മോമിനുള്ളത്. ദേ സാക്രിഫൈസ് ഫോർ ദിയർ ഫാമിലി ലൈക്ക് ബേർഡ്സ് ഗിവിങ് ഫെദേഴ്സ് ഫോർ എ കോസി നെസ്റ്റ്. എങ്ങനെയാണോ ബേർഡ്സ് ഒരു നല്ല നെസ്റ്റ് ഉണ്ടാക്കാൻ അവരുടെ തന്നെ ഫെദേഴ്സ് യൂസ് ചെയ്യുന്നത്, അതേപോലെയാണ് അമ്മമാർ അവരുടെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ട് അവരുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിന് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് നൽകുന്നത് എന്നാണ് പറയുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ കമ്പാരിസൺ ആണല്ലേ. ജസ്റ്റ് ലൈക്ക് ബേർഡ്സ് ഗിവ് ദെയർ ഫെദേഴ്സ് ഫോർ എ കോസി നെസ്റ്റ്, വുമൻ അല്ലെങ്കിൽ മദേഴ്സ് എന്ന് പറയുന്നത് ദേ സാക്രിഫൈസ് എവറിത്തിങ് ദേ ഹാവ് ഫോർ ദി ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. ദെൻ പ്രൊട്ടക്ഷൻ. ദേ ഡു പ്രൊവൈഡ് us പ്രൊട്ടക്ഷൻ. മോംസ് ആക്ട് ആസ് വാൾസ് ആൻഡ് ഡോർസ് പ്രൊട്ടക്ടിങ് ദ ഫാമിലി ഫ്രം പ്രോബ്ലംസ്. നമ്മളൊരു വീട്ടിൻ്റെ അകത്ത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് എന്താണ്? നല്ല അടച്ചുറപ്പുള്ള ഡോറും വിൻഡോസും ഒക്കെയാണ്. അതേപോലെ തന്നെയാണ് അമ്മമാരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൗസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമ്മ എന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ളവരുടെ ആ ഒരു വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന നല്ല സ്ട്രോങ് വിൻഡോ ആൻഡ് ഡോർസ് പോലെയാണ് മദേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് എ മദേഴ്സ് പ്രേയർ? ദ പോയം എൻഡ്സ് വിത്ത് എ മോസ്റ്റ് പ്രേയർ ടു ജീസസ് ആസ്കിങ് ടു സ്റ്റേ അണ്ടിൽ ഹർ കിഡ്സ് ആർ ഗ്രോൺ. എൻ്റെ കുട്ടികൾ വളർന്ന് അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നത് വരെ
എന്നെ ഇവിടെ നിന്ന് മാറ്റരുതേ, എന്നെ അവിടേക്ക് വിളിക്കരുതേ. അവിടെയും അമ്മയ്ക്ക് എന്താണ് എവിടെയെങ്കിലും എത്തണേന്നല്ല, എൻ്റെ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് അവരുടെ കാര്യം നോക്കാൻ കഴിയുന്നത് വരെ എന്നെ അവിടേക്ക് വിളിക്കരുത്. Again, selfless love of a mother is beautifully portrayed in these lines. Okay? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ദെൻ യൂണിവേഴ്സൽ ട്രിബ്യൂട്ട്. എനി വുമൻ സെലിബ്രേറ്റ്സ് ഓൾ മോംസ് യൂസിങ് സിമ്പിൾ ലാംഗ്വേജ് ഫോർ എവ്രി വൺ ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു പോയത്തിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതൊരു യൂണിവേഴ്സൽ ട്രിബ്യൂട്ട് ടു വിമൻ ആണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം. ഇറ്റ്സ് എ ട്രിബ്യൂട്ട്, യൂണിവേഴ്സൽ ട്രിബ്യൂട്ട് ടു വിമൻ, ജനറൈസിങ് ഓൾ വിമൻ ആസ് ദ ബെസ്റ്റ് അല്ലേ. ആൻഡ് ഇറ്റ് സെലിബ്രേറ്റ്സ് ഓൾ മോംസ്, അവരുടെ ഇഷ്യൂസ് ആണെങ്കിലും അവരുടെ പ്രോബ്ലംസ് ആണെങ്കിലും ദ എബിലിറ്റി ടു ടാക്കിൾ ദീസ് പ്രോബ്ലംസ് യൂസിങ് സിമ്പിൾ ലാംഗ്വേജ് ഫോർ എവ്രി വൺ ടു അണ്ടർസ്റ്റാൻഡ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ലാംഗ്വേജിൽ വളരെ നല്ലതുപോലെ ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോയമാണ് എനി വുമൺ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പോയത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സിമിലർ പോയംസ് തന്നിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വിത്ത് എനി വുമൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ടൈപ്പ് ഓഫ് പോയംസ്. ഓക്കെ, നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ട് വരുന്ന പോയത്തിലാണെങ്കിലും ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വരുന്നത് ചിലപ്പം ഒരു ഇൻഡിവിജ്വൽ പോയം അതേപോലെ തന്നിട്ട് ഒരു സമ്മറി എഴുതാൻ, സമ്മറി അല്ല അപ്രിസിയേഷൻ ഓഫ് ദി പോയം എഴുതാനായിരിക്കും പറയുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയത്തിനെ ബേസ് ചെയ്തിട്ട് സിമിലർ തീം വരുന്ന ഒരു പോയമായിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കാര്യത്തിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് സംതിങ് അബൌട്ട് ദ പോയറ്റ് ഫസ്റ്റ്. പോയം ഏതാണ്, പോയറ്റ് ആരാണ്, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പോയം, ഇത്രയും ഡിസ്കസ് ചെയ്തതിന് ശേഷം ലൈക്ക് വാട്ട് ഓൾ തിങ്സ് യു നോ അഡീഷണലി ലൈക്ക് പോയറ്റിക് ഡിവൈസസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പഠിച്ചിട്ടുണ്ടോ? ലാസ്റ്റ് ടൈം ക്ലാസ്സിൽ ഞാൻ ചെയ്തു. ഇതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ ദിസ് ക്ലാസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് കേട്ടോ. യെസ്, സുബിൻ മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ സുബിൻ, വെൽക്കം വെൽക്കം. എന്താണ് വസു ഒരു ക്വസ്റ്റ്യൻ? വാട്ട് ഹാപ്പൻഡ്? ഡൗട്ട് ഉണ്ടോ? യെസ്, അപ്പം അതാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? മാഷ് ബോക്സ് ആണല്ലേ, ബൈ ആശാപൂർണ ദേബിയുടെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൻ്റെ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? ഹു ഇസ് ദ മെയിൻ ക്യാരക്ടർ? നോബിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ പോയം? അതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞേ. ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞേ. ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ടു യൂസ് ദാറ്റ് നോബിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്. Identify the figure of speech used in this sentence. വേഗം പറ. മാഷ് ബോക്സ് ആണ് സ്റ്റോറി, മാഷ് ബോക്സ് ആണ് ബൈ ആശാപൂർണ ദേബിയാണ്, അതൊക്കെ എനിക്കറിയാം. മൈ ക്വസ്റ്റ്യൻ ടു മെറ്റഫർ ആണോ നകുൽ? നോമിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്. പറഞ്ഞേ. Comparison of two things using the words as or like is known as dash. പറഞ്ഞേ. ഭഗത് മാഷ് ബോക്സ് ആണെന്ന് എനിക്കറിയാം, ആശാപൂർണ ദേബിയാണ് എഴുതിയതെന്നും എനിക്കറിയാം. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, സിമിലി അല്ലേ? സിമിലി ആണ്. When you compare two things using the words as or like, then it is known as simile. നോമിത എന്ന് പറയുന്ന ക്യാരക്ടർ ഷീ ഹിസ്സസ് ലൈക്ക് എ എന്ന് പറഞ്ഞിട്ട് പാമ്പിനെ പോലെ കൊത്തി, ലൈക്ക് എ സ്നേക്ക്. സോ ഇറ്റ് ഇസ് നോൺ ആസ് സിമിലി. നോമിത സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഹിസിങ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയായിരുന്നെങ്കിൽ അത് മെറ്റഫറായി മാറും. ഇഫ് യു കമ്പയർ ടു തിങ്സ് വിതൗട്ട് യൂസിങ് ദ വേർഡ്സ് ആസ് ഓർ ലൈക്ക്, ദെൻ ഇറ്റ് ഇസ് മെറ്റഫർ. ആൻഡ് ഇഫ് യു കമ്പയർ ടു തിങ്സ് യൂസിങ് ദ വേർഡ്സ് ആസ് ഓർ ലൈക്ക്, ദെൻ ഇറ്റ് ബിക്കംസ് സിമിലി. ഈ കാര്യങ്ങൾ മറന്നു പോകരുതേ. റോങ് ആണോന്നോ? എന്ത്? സിമിലിയാണ് കറക്റ്റ് ആൻസർ ആണ് സൂരജ്. ഓക്കെ, സിമിലി ആണോ മിസ്സേ? സിമിലി ആണ്. ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യൻ വന്നതാണേ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഐഡൻറ്റിഫൈ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഐഡൻറ്റിഫൈ ദ എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഇവിടെ നോമിത finds a letter from her mother in her husband's pocket. ഇവിടെ നമ്മുടെ ലോണ്ടറി വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് എടുക്കുമ്പം ഹസ്ബൻഡിൻ്റെ ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്ത് കിട്ടുന്നു? ഒരു ലെറ്റർ റിട്ടൺ ബൈ ഹർ മദർ കിട്ടുന്നു. അതിലെന്താണ്? ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ വരികയാണ്. ഫിനാൻഷ്യൽ എന്താണ് ഇൻസെക്യൂരിറ്റി ആണ് മെയിൻ റീസൺ. കുറച്ച്
കുറച്ച് കാശൊക്കെ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നോമിതയുടെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ലെറ്ററാണത്. പക്ഷെ എന്ത് ചെയ്തു ഈ നോമിതയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അത് ഹൈഡ് ചെയ്യുകയാണ് ചെയ്തത്. നോമിതയ്ക്ക് കൊടുത്തില്ല, പകരം അത് ഹൈഡ് ചെയ്ത് വെച്ചു. വാഷ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഈ ഒരു ലെറ്റർ കാണുന്നത്. അപ്പം എനിക്ക് അമ്മ അയച്ച ലെറ്റർ അയച്ചില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഒരു വഴക്കാണ് ഇതിലെ മെയിൻ തിങ് എന്ന് പറയുന്നത്. എഗൈൻ ജനറലൈസിങ് വുമൻ, അവർ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പുറമേ അവർ ചെല്ലുമ്പം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർ കിച്ചണിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവിടെ ആരും ഒന്നും അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ ഒതുക്കാൻ അവർക്കറിയാം എന്ന് മെസ്സേജ് നൽകുന്ന ഒരു ജനറൽ സ്റ്റേറ്റ് ഓഫ് വുമൻ ആണ് ഈ ഒരു സ്റ്റോറിയിലും ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ നോമിതയെ കാണാൻ നല്ല രസമാടാ. നോമിത മാച്ച് ബോക്സിലെ നോമിത ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. യെസ്, ഷീ ഫീൽസ് അഷെയിംഡ് അബൌട്ട് ഹർ ഫാമിലി ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. അമ്മ ഇങ്ങനെ കംപ്ലയിൻറ്റ് ലെറ്റർ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയെ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുമ്പോഴത്തേക്ക് അത് വല്ലാണ്ട് ഒരു നാണക്കേട് തോന്നുന്നുണ്ട്. ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ, എൻ്റെ വിളിക്കുമ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ലെറ്റർ അയക്കുന്നതെന്നുള്ളൊരു രീതിയിൽ നോമിതയ്ക്ക് ഒരു ചെറിയ നാണക്കേട് വരുന്നുണ്ട്. നോമിത കോൺഫറൻസ് ഹർ ഹസ്ബൻഡ് അജിത്ത് അബൌട്ട് ഹൈഡിങ് ദ ലെറ്റർ. അങ്ങനെ അജിത്ത് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് ചോദിക്കും, എനിക്ക് ലെറ്റർ ഇട്ട് കിട്ടോ എന്നുള്ളൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചകട തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവൾ പറയും, ഞാൻ അമ്മയുടെ ലെറ്റർ കണ്ടു. Ajit defends him, suggesting he was protecting her from love letter. അപ്പോഴത്തേക്ക് ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തു. നോമിതയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു ലവ് ലെറ്റർ എന്താണ്, നോമിതയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു ലെറ്റർ അജിത്ത് ഹൈഡ് ചെയ്യുകയാണ്. കാരണം അമ്മയുടെ അടുത്ത് നിന്നാണ് ആ ലെറ്റർ എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അജിത്ത് ഉഡായിപ്പാണ് അല്ലേ, ഭയങ്കര ഉഡായിപ്പാണ്. സ്വന്തം അമ്മ ഒരു മോൾക്ക് കൊടുത്തേക്കുന്ന ലെറ്റർ കാണിച്ചില്ലെങ്കിൽ അത് ഉഡായിപ്പെന്ന് പറഞ്ഞാൽ പോരാ അല്ലേ. ആയിക്കോട്ടെ ഭഗത്തെ, ആയിക്കോട്ടെ, നമുക്കിപ്പോൾ തൽക്കാലം ഇത് പഠിക്കാം അല്ലേ. ദെൻ അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ അജിത്ത് പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ലവ് ലെറ്റർ ആണോ എന്നൊക്കെ കരുതിയിട്ടാണ് നിൻ്റെ അടുത്ത് നിന്ന് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അമ്മയുടെ ആയിരുന്നു, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉഡായിപ്പ് കളിച്ചിട്ട് അജിത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നോമിത ബേൺസ് ഹർ സാരി ഇൻ ആങ്കർ. ഭയങ്കര ദേഷ്യം കാണിക്കുമ്പോഴത്തേക്ക് അജിത്ത് ജനറലൈസ് ചെയ്തിട്ട് വുമനെ പറയും, ഈ സ്ത്രീകളുടെ ദേഷ്യം എന്ന് പറയുന്നത് കത്തിക്കാനായിട്ട് പറ്റും, ഒരു ലെങ്ക കത്തിക്കാനായിട്ടൊക്കെ തന്നെ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഇതാക്കുമ്പോഴത്തേക്ക് ഷീ ഇൻ ആങ്കർ, ഭയങ്കര ദേഷ്യത്തിൽ അവൾ ഉടുത്തിരുന്ന ആ ഒരു സാരി തന്നെ കത്തിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ആ ഒരു സ്റ്റോറി വരുന്നുണ്ട്. ടെക്സ്റ്റ് വായിക്കണം, ഇത്രയും ഹിൻഡേ ഞാൻ തരുള്ളൂ, ഫുൾ സമ്മറി നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം, നിങ്ങളുടേതായ ഒരു വ്യൂ പോയിന്റ് എല്ലാ ചാപ്റ്ററിലും ഉണ്ടാവണം. ഓക്കെ, യെസ്. Then Ajit wants Nomita about women's anger. ഇത് കാണുമ്പോഴത്തേക്ക് ഇത് എന്താ നിനക്ക് വട്ടായോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് സ്ത്രീകളെയും അയാൾ മൊത്തത്തിൽ പറയുന്നുണ്ട്, ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് മൊത്തം ഇങ്ങനെയാണ്, ഭയങ്കര ദേഷ്യമാണെന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയുന്നുണ്ട്. ദെൻ നോമിത ഹൈഡ്സ് ഹർ ഫീലിങ്സ് ഫ്രം അതേഴ്സ്. അപ്പോഴാണ് ഇവരുടെ ഒരു സിസ്റ്റർ ഇൻ ലോ ആ റൂമിലേക്ക് കയറി വരുന്നതും ഓൾ ഓഫ് എ സഡൻ ഷീ ഹൈഡ്സ് എവറിത്തിങ്. അവിടെ ഉണ്ടായിരുന്ന വഴക്കും അവൾ സാരി കത്തിച്ചതും അമ്മയുടെ ഈ ഇഷ്യൂ എല്ലാം ആ സിസ്റ്റർ ഇൻ ലോ കയറി വരുന്ന ആ ഒരു മൊമെൻറ്റിൽ അവിടെ ഇല്ലാതാകും. കാരണം women have the capacity to hide their feelings and emotions in front of others എന്നാണ് പറയുന്നത്. ആണോ അല്ലയോ? ഡു യു എഗ്രി വിത്ത് ദാറ്റ്? എനിവേ ആശാ പൂർണ്ണ ദേവി അങ്ങനെയാണ് പറയുന്നത്. The story ends with the author saying women often hide their pain pretending to be happy. ബാക്കിയുള്ളവരുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങൾ കത്തിയെരിയായിരിക്കും, ലൈക്ക് എ മാഷ് ബോക്സ്. എന്താണ് അവർ കത്തിയെരിയായിരിക്കും, ബട്ട് സ്റ്റിൽ ദേ ഹൈഡ് ഓൾ ദോസ് നെഗറ്റീവ് ഇമോഷൻസ് ഫ്രം അതേഴ്സ് ജസ്റ്റ് ടു മേക്ക് ദം ഹാപ്പി. അവരെ സന്തോഷമാക്കാനായിട്ട് ഇവർ ഇതുപോലുള്ള എല്ലാ സങ്കടങ്ങളും എന്താണ് ഉള്ളിൽ ഒതുക്കി എരിഞ്ഞു തീരുന്ന ഒരു തീപ്പട്ടിയെ കൊള്ളിയെ പോലാണ് അവരുടെ ജീവിതം എന്നാണ് പറയുന്നത്. മിസ്സിന് ദേഷ്യമുണ്ടോ? അങ്ങനെ ദേഷ്യം വരാറില്ല, വന്നാൽ ചിലപ്പം കത്തിച്ചു എന്നും ഇരിക്കും, നമ്മുടെ നോമിൻ്റെ പോലെ തന്നെ. ഓക്കെ, യെസ്. ഈ ചാപ്റ്റർ ക്ലിയർ ആണല്ലോ, മനസ്സിലാകുന്നുണ്ടോ? സ്വാതിക്കുട്ടി പോയോ? മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു സമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയാണ് മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഹൊറഗല്ലു ബൈ സുധാമൂർത്തി. വളരെ നല്ലൊരു സ്റ്റോറിയാണ് അല്ലേ. നമുക്ക് എന്താണ് എന്തൊക്കെയോ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരുന്ന ഒരു സ്റ്റോറിയാണ്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഹൊറഗല്ലു? ആയിഷ മിൻഹ. ആയിഷ, ഹലോ ആയിഷ, ഹൗ ആർ യു? ഐഷു. യെസ്. My question to you guys is that what is the word meaning of ഹൊറഗല്ലു? ഹൊറഗല്ലു എന്ന് വെച്ചാൽ എന്താണ്? വേഗം കമൻറ്റ് ചെയ്തേ. യെസ് മിസ് ക്ലിയർ. ഓക്കെ, what do you mean by ഹൊറഗല്ലു? സുധാമൂർത്തിയുടെ സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിൽ ഹൊറഗല്ലു എന്ന് വെച്ചാൽ എന്താണ്? ഹൊറഗല്ലു ആയിട്ട് കമ്പയർ ചെയ്യുന്ന മെയിൻ 2 ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആരൊക്കെയാണ്? വേഗം ചെയ്തേ. ഇറ്റ്സ് എ സ്റ്റോൺ ബെഞ്ച്, ഇറ്റ് ക്യാൻ വെയർ വെയിറ്റ് അല്ല മോനെ, ബെയർ കേട്ടോ.
വേറല്ല ബെയറാണ്. യെസ്, ഹൊറഗല്ലു എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ചുമട് താങ്ങി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലൈക്ക് ഇങ്ങനെ പല ജംഗ്ഷനിലൊക്കെ പഴയ ഇങ്ങനെ എന്താണ് ജംഗ്ഷനിലൊക്കെ ഒരു വലിയ കരിങ്കല്ല് പോലെ 2 പില്ലറും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വലിയ സ്റ്റോണും വെച്ചിരിക്കും. കാരണം ഈ ആൾക്കാരൊക്കെ വലിയ ചുമടും ഒക്കെ താങ്ങിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഈ തലേന്ന് ഭാണ്ഡമൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ചുമട് താങ്ങി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സോ ഇവിടെ ഹൊറഗല്ലു എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. ഇതിൽ ഹൊറഗല്ലു ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ആരാണ് ഹൊറഗല്ലു ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? അഭിഷേക് അക്കു, ഹലോ. നമ്മൾ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് ഹൊറഗല്ലു എത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, ആരാണ് ഹൂ ഇസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ ഹൊറഗല്ലു? ഹ്യൂമൻ ഹൊറഗല്ലു ആയിട്ട് ഇവിടെ ആരാണുള്ളത് ഈ ചാപ്റ്ററിൽ? അതുകൂടെ ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ, മേക്ക് ഇറ്റ് ഫസ്റ്റ്, വേഗം പറയേ. മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ കാണുന്നുണ്ട്, നമുക്ക് സമയം കളയാനില്ല. സുധാമൂർത്തിസ് ഗ്രാൻഡ് ഫാദർ. സുരേഷ് കറക്റ്റ് ആൻസർ. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. അതേപോലെ തന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട്, രത്ന എന്ന് പറഞ്ഞ ഒരാളെ ഓർമ്മയുണ്ടോ? രത്നയും ഒരു നല്ല ഹ്യൂമൻ ഹൊറഗല്ലു ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സുധാമൂർത്തി അല്ല, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഹ്യൂമൻ ഹൊറഗല്ലു എന്ന് പറയുന്നത്. മാറിപ്പോയി വാസുക്കുട്ട. ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെ പിന്നീട് കൊളീഗായിട്ട് വരുന്ന രത്നയും കൂടെ നിങ്ങൾ ഓർത്തോണം. പിന്നെ സുധാമൂർത്തി, രത്ന. യെസ്, ഹൊറഗല്ലു ബൈ സുധാമൂർത്തി ടോക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഒന്നും മിണ്ടാതെ ഉരിയാടാതെ നല്ല രീതിയിൽ ഒരു ഗുഡ് ലിസണർ ആയിട്ടിരിക്കുക എന്നതാണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ്. സംടൈംസ് ഓൾ വി ക്യാൻ ഡു ഇസ് ടു ബിക്കം എ ഗുഡ് ലിസണർ. നല്ലൊരു ലിസണർ ആയിരിക്കുന്നതിലൂടെ നമുക്ക് പലരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇല്ലയോ? ഉണ്ട്, ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരും. നമുക്ക് രത്നയുടെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാം, അതേപോലെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാം കേട്ടോ. ഞാൻ പറയാം, ആ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. ദെൻ ഇൻ എ വില്ലേജ് ദർ ഇസ് എ ബിഗ് ട്രീ വിത്ത് എ സ്റ്റോൺ ബെഞ്ച് കോൾഡ് ഹൊറഗല്ലു. സോ ആ ഒരു വലിയ സ്റ്റോൺ ബെഞ്ചിനെയാണ് ഹൊറഗല്ലു എന്ന് പറയുന്നത്. പീപ്പിൾ സിറ്റ് ദെയർ ആൻഡ് ഷെയർ ദിയർ പ്രോബ്ലംസ് വിത്ത് എ കൈൻഡ് ഗ്രാൻഡ് ഫാദർ നെയിം മാസ്റ്റർ ജി. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിനെ എല്ലാവരും സ്നേഹം കൊണ്ട് എന്താണ് വിളിച്ചിരുന്നത്? മാസ്റ്റർ ജി എന്നാണ്. സോ ദെയർ ഹി സിറ്റ്സ് ആൻഡ് ലിസൺസ് ടു ദ കംപ്ലയിൻസ് ആൻഡ് വറീസ് ഓഫ് അതർ പീപ്പിൾ. Yes, we need more ഹൊറഗല്ലൂസ്. We need more ഹൊറഗല്ലൂസ് അല്ല, we need more human ഹൊറഗല്ലൂസ്. കേട്ടോ സൂരജ്? ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചോണേ. In our life, especially in this contemporary society, we lack human ഹൊറഗല്ലൂസ് and we need more human ഹൊറഗല്ലൂസ് എന്നാണ് പറയുന്നത്. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, യെസ്. മാസ്റ്റർ ജി believes talking about troubles can make them feel lighter. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ വല്ലാതെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ആ ഒരു ബേർഡൻ, ആ ഒരു വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതല്ലേ നമ്മൾ വളരെ ഡെസ്പടിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പ്ലീസ് ഓപ്പൺ അപ്പ് എന്ന് പറയും. കാരണം എന്തെങ്കിലുമൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് കുറച്ച് ആ ഒരു വെയിറ്റ് കുറഞ്ഞ പോലെ ഇരിക്കും. ടോം മാത്യു, ഹലോ ടോം. ഹലോ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. നമ്മൾ ചാപ്റ്റർ ബൈ സമറിയിൽ ഇതാ ഹൊറഗല്ലൂയിൽ എത്തിയിരിക്കുകയാണ് സുധാമൂർത്തിയുടെ. Then, Master Ji believes talking about troubles can make them feel lighter. The narrator meets Ratna, a colleague who listens to others' problems during lunch break. So, just like her grandfather did, she meets a new colleague and her name is Ratna. And she also, just like the way grandfather does, she also listened to the complaints and worries of other people during lunch break. Okay, colleague ആണ്. Ahmed Nash, hello. Ratna thinks people should handle their own issues but can feel better by sharing them with someone who listens. Actually, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ when we listen to others, they feel like someone is giving us some time, അല്ലേ? They are doing something for us. ഒരു നല്ല ലിസണറായിട്ട് ഇങ്ങനെ കേട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ടൈം അവിടെ ചിലവഴിച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് കേൾക്കുന്നത്. അതിന് മറുപടി ഒന്നും പറയാൻ പോയേക്കരുത്, സൊല്യൂഷനും പറയാൻ പോയേക്കരുത്. അവിടെ കഴിയും. അവിടെ മിണ്ടാതിരുന്ന് നല്ല ഗുഡ് ലിസണേഴ്സ് ആയിട്ട് മാത്രം ഇരിക്കുക. അതെന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വേ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ബോത്ത് മാസ്റ്റർ ജി ആൻഡ് രത്ന ഹെൽപ്പ് അതേഴ്സ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. ഇവർ കേട്ടോണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഹ്യൂമൻ ട്രബിൾസ് കേൾക്കുന്നത് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടാണോ? അല്ല, നത്തിങ് ഇൻ റിട്ടേൺ. അവരൊന്നും തിരിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു നല്ല ഗുഡ് ലിസണർ ആയിട്ടിരുന്ന് അവരുടെ ആ ഒരു ബേർഡൻ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ സ്റ്റോറി ഷോസ് ഹൗ ഹാവിങ് സംവൺ ടു ലിസൺ ക്യാൻ മേക്ക് ടഫ് ടൈംസ് ഈസിയർ. ഇതുപോലെ ഒരു ഗുഡ് ലിസണർ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലെ ടഫ് ടൈംസ്
ടൈംസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു മെസ്സേജാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് തരുന്നത്. ദ നറേറ്റർ ഹോപ്സ് മോർ പീപ്പിൾ ബിക്കം ലൈക്ക് ഹ്യൂമൻ ഹൊറഗല്ലൂസ് ലിസ്ണിംഗ് ആൻഡ് കെയറിംഗ് ഫോർ അതേഴ്സ്. കേട്ടോ സൂരജ്, ഹ്യൂമൻ ഹൊറഗല്ലൂസ് കേട്ടോ. നമ്മുടെ ലൈഫിൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി നീഡ് ടു ബി എ ഹ്യൂമൻ ഹൊറഗല്ലു ഫോർ അറ്റ്ലീസ്റ്റ് 1 or 2 പീപ്പിൾ ഇൻ അവർ ലൈഫ് എന്നാണ് പറയുന്നത്. പറ്റിയത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2-3 പേർക്കെങ്കിലും നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ ഹ്യൂമൻ ഹൊറഗല്ലൂസ് ആയി മാറണം. കാരണം ദ ഇമ്പാക്ട് ദാറ്റ് ഇറ്റ് മേക്സ് ടു അതേഴ്സ് ലൈഫ് എന്ന് പറയുന്നത് ഇസ് സോ ബിഗ്. കാരണം ഒരു ഗുഡ് ലിസണർ ആയിരിക്കുകയാണ് പലപ്പോഴും പലവർക്കും കഴിയാത്തതും. പക്ഷെ ആ ഒരു ഗുഡ് ലിസണർ ആയിരിക്കുന്നതിലൂടെ പലവരുടെ ലൈഫ് നമുക്ക് എന്താണ് മെച്ചപ്പെടുത്താനും സാധിക്കും. ഈ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് നൽകിയ സ്റ്റോറി ആയിരുന്നു ഹൊറഗല്ലു എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അമർനാഥ് എവിടെയായിരുന്നു മിസ്സേ? കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഞാൻ റീവൈൻഡ് ചെയ്ത് കണ്ടോളാം. കഴിഞ്ഞ ക്ലാസ്സിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞേ? എന്നാലും കുഴപ്പമില്ല, ലേറ്റ് ആയെങ്കിലും ഇവിടെ എത്തിയല്ലോ അല്ലേ? അഹമ്മദ് നാസിർ, സൗണ്ട് കുറവാണോ? സൗണ്ട് ഇപ്പോൾ ഓക്കെ ആണോ? സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ ആണല്ലോ അല്ലേ? ഒന്ന് നോക്കിക്കേ. മിസ് ലെറ്റർ, ഇമെയിൽ ഫോർമാറ്റ്സ് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ടെക്നിക്കൽ സൈഡ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. ഇത്രയുമാണ് ഹൊറഗല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? മെൽറ്റിംഗ് വോൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ പോയമാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വേണമെങ്കിൽ വേറൊരു പോയം തന്നിട്ട് കമ്പയർ ചെയ്യാനും പറയാം. അങ്ങനെ ഒരു ചാൻസ് നമുക്കുണ്ട്. എനിവേ, നമുക്ക് ആ ഒരു പോയം നോക്കുകയാണെങ്കിൽ എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗുഡ് നെയ്ബേഴ്സ് മേക്ക് ഗുഡ് ഫെൻസസ്, അല്ലെങ്കിൽ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻസ്. ഏതാണ് ചാപ്റ്റർ? യെസ്, എത്ര പേരുണ്ട്? ഇപ്പം ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ ഏതാണ് ഡിസ്കസ് ചെയ്യുന്നത്? ചാപ്റ്റർ വൈസ് സമ്മറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോസിബിൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇറ്റ്സ് ഫോമാറ്റ് ആൻഡ് എവറിത്തിങ്. പിന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കയറി ജോയിൻ ചെയ്യുക. ബിക്കോസ് ഇതുപോലുള്ള എല്ലാ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും. സോ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. യെസ്, ദെൻ മെൽറ്റിംഗ് വോൾ എന്ന് പറയുന്ന പോയം ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഇസ് എ പോയം ദാറ്റ് explores the theme of boundaries and the ideas of whether they are necessary or not. നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഓരോ കാര്യത്തിനും ഓരോരോ ലിമിറ്റേഷൻസ് ഉണ്ട്, ഓരോ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ലൈഫിൽ. സോ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ, വെദർ ഇറ്റ് ഹാസ് സം അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയമാണ് ഇത് എന്ന് പറയുന്നത്. മിസ് കുറച്ച് സൗണ്ട് കുറവാണ്. ഇപ്പോഴും സൗണ്ട് കുറവാണോ? ഓക്കെ ആണോ? ഇപ്പോൾ സൗണ്ട് ഓക്കെ ആണോ? അതൊന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തേ. സൗണ്ട് ഓക്കെ ആണോ? ഭഗത്, അമർനാഥ്, സൂരജ്, സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? യെസ്, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ ഒരു തംസ് അപ്പ് കാണിക്കൂ. കാരണം അങ്ങനെയല്ലേ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ ഇഫ് ദർ ഇസ് എനി അതർ ടെക്നിക്കൽ എറർ എന്നുള്ളത്. ഓക്കെ, sound okay Ahmed പറഞ്ഞിട്ടുണ്ട്. Yes, the poem is a conversation between two neighbors who meet each year to repair the stone wall that separates their properties. So ഈ ഒരു poem, as the name itself suggests, തകർന്നു പോയ പൊളിഞ്ഞു പോയൊരു വോളിനെ ശരിയാക്കിക്കൊണ്ട്, മെൻറ്റിംഗ് വാൾസ് അല്ലേ, ശരിയാക്കുന്ന സമയത്ത് ഈ രണ്ട് നെയ്ബേഴ്സിൻ്റെ ഒരു കോൺവെർസേഷനാണ് ഈ ഒരു മെയിൻ തീം ഓഫ് ദ പോയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ നെയ്ബറും വർഷത്തിലൊരു സമയം ആകുമ്പോഴത്തേക്ക് ഡ്യൂ ടു സം എന്താണ് ഇതുപോലുള്ള ഹണ്ടിങ്ങിൻ്റെ ഒക്കെ റീസൺ കാരണം അവരുടെ വോള് തകരും. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ രണ്ടുപേരും എല്ലാം അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിക്കിടക്കുന്ന കല്ലൊക്കെ വെച്ചിട്ട് അത് തിരിച്ച് റിപ്പയർ ചെയ്യുന്ന സമയം അവർ തമ്മിൽ ഉണ്ടാകുന്ന കോൺവെർസേഷനാണ് മെയിൻറ്റെയിൻ വോൾ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മിസ്, ഒറ്റയ്ക്ക് ഇംഗ്ലീഷ് ഉണ്ടാക്കി എഴുതാൻ അറിയില്ല, ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഇംഗ്ലീഷിൽ തോൽക്കുമെന്ന് തോന്നുന്നു. തോക്കില്ല, പേടിക്കണ്ട. ഒന്നാമത്തെ കാര്യം, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും കമ്മിറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടാണ് നോക്കുക. ഒരിക്കലും ചെയ്യരുത്. കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി മാറും. നിങ്ങൾക്ക്
പറയുമ്പം എന്താണ് ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് വരുന്നത് പോലെ ആയിരിക്കില്ല ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഉള്ളത്. അവിടെ ഗ്രാമറിൻ്റെ പ്രശ്നം വരും, ടെൻസിൻ്റെ പ്രശ്നം വരും, വേർഡ്സ് കിട്ടാത്തതിൻ്റെ പ്രശ്നം വരും. നിങ്ങൾ കോൺഷ്യസ് ആകുന്നതാണ് മെയിൻ റീസൺ. ഓക്കെ, ട്രാൻസ്ലേഷൻ മെത്തേഡ് ആദ്യമേ അവോയ്ഡ് ചെയ്യുക. ഇംഗ്ലീഷ് എക്സാമിന് ആൻസർ എഴുതുന്നത് മാത്രമല്ല, ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കൂ. ആദ്യം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? മലയാളത്തിൽ ആദ്യം ചിന്തിക്കും, എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റും. അതാണ് ഏറ്റവും നിങ്ങൾ ചെയ്യുന്ന വരുന്ന ഒരു ട്രബിൾ എന്ന് പറയുന്നത്. ഒന്നേ ചെയ്യാനുള്ളൂ, കോൺഷ്യസ് ആകാതിരിക്കുക. ഭയങ്കരമായിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ പറയുന്നത് ശരിയാണോ, ആ ഒരു രീതിയിൽ കോൺഷ്യസ് ആവാതെ ഇരിക്കുക. പിന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഒരു മെൻറ്റിംഗ് വോൾ എന്നൊരു പോയം എടുത്തു, ഈ പോയത്തിൻ്റെ തീം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായി ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, ഇംഗ്ലീഷിൽ തന്നെ. ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി, വാട്ട് ഈസ് ദ സ്റ്റോറി? കോൺവെർസേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. സോ കോൺവെർസേഷൻ ബിറ്റ്വീൻ ആര് തമ്മിൽ? 2 നെയ്ബേഴ്സ് തമ്മിൽ. അപ്പോൾ അതുപോലെ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക ഓരോ ചാപ്റ്ററും. ഇപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറ്റ്ലീസ്റ്റ് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ്സ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷിലെ ഓരോ സ്റ്റോറിയും, വാട്ട് ഈസ് ഇറ്റ്, ഹൂസ് ചാപ്റ്റർ, ഹൂസ് സ്റ്റോറി ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി, വാട്ട് ഈസ് ദ ക്യാരക്ടർ, വൈ ഡു യു ലൈക്ക് ദിസ് ക്യാരക്ടർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കൂ. അങ്ങനെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും കൂടെ തുടങ്ങണം. ആ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതി ശ്രമിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തോക്കും എന്നുള്ള ഒരു ഇംഗ്ലീഷ് വേർഡൊന്നും ഇവിടെ കൊണ്ടുവരണ്ട കേട്ടോ. നിങ്ങൾ തോക്കുമൊന്നുമില്ല. ക്ലാസ് ശ്രദ്ധിക്കണോ? ക്ലാസ്സിൽ എല്ലാം ഉണ്ട്. ഇപ്പോഴും സൗണ്ട് കുറവാണോ? വഴക്ക് പിടിക്കരുത്. നോ വഴക്ക് പിടിക്കരുത്. എന്താണ്? ഡോണ്ട് ഫൈറ്റ് ഈച്ച് അതർ. ഓക്കെ, വഴക്ക് പിടിക്കരുത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ. ആൻഡ് സൗണ്ട് കുറവാണോ? ചിലവർ പറയുന്നു സൗണ്ട് കുറവാണെന്ന്, ചിലവർ പറയുന്നു സൗണ്ട് ഓക്കെ ആണെന്ന്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. സൗണ്ട് എനിക്കിവിടെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തു. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കണേ. യെസ്, സൗണ്ട് ഓക്കെ ആണെന്ന് പറയുന്നു. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ആലോചിക്കുന്ന ആൻസർ ആലോചിക്കുന്നതും ഇംഗ്ലീഷിൽ നോക്കുക. ദെൻ അത് കഴിഞ്ഞ് റൈറ്റിംഗ് സെഷനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് എക്സാമിന് അങ്ങോട്ട് തകർത്ത് എഴുതാൻ പറ്റില്ല. ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത് ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, one neighbor is traditional and insists good fences make good neighbors, while the other questions the need for a wall, wondering if it's really essential to keep them apart. Important point ആണ്. ചിലപ്പോൾ good fences make good neighbors. What do you mean by these lines എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിക്കാം. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അറിയാലോ. 2 മാർക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യുന്ന ചിലപ്പം പോയത്തിൽ നിന്നുള്ള ലൈൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസ് ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ട് what do you mean by these lines, അതല്ലെങ്കിൽ who said these words തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ലെവലിൽ വരിക. അപ്പം അതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, വാട്ട് യു മീൻ ബൈ ദീസ് ലൈൻസ്, അല്ലെങ്കിൽ ഇത് ഏത് പോയത്തിലാണ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ്. വെൽ ദി അതർ ക്വസ്റ്റ്യൻസ്, അതിൽ ഒരു നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് അല്ലാത്ത നെയ്ബർ എന്ന് പറയുന്നത് കുറച്ച് ട്രഡീഷണൽ ആണ്. അദ്ദേഹത്തിന് പ്രൈവസി, ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ബിക്കോസ് അക്കോർഡിംഗ് ടു ഹിം ഹി കൺസിഡേഴ്സ് ദാറ്റ് നല്ല അടച്ചുറപ്പുള്ള ആ ഒരു ഫെൻസ്, മതിലാണ് നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെയും വേണ്ട, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെയും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. അങ്ങനാണെങ്കിൽ മാത്രമേ നല്ല നെയ്ബേഴ്സ് ആകുള്ളൂ എന്നാണ് നമ്മുടെ നെയ്ബറിൻ്റെ അവകാശവാദം. പക്ഷേ നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ആരാ ഉള്ളത്? എൻ്റെ ഗാർഡനിൽ കുറച്ച് ഓർച്ചിഡ് ഉണ്ട്, മറ്റേ ഗാർഡനിൽ കുറച്ച് ആപ്പിൾ ട്രീസ് ഉണ്ട്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പ്രൈവസി ഒന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. ദെൻ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദിസ് വാൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് ചോദിക്കുന്നത്. അപ്പം 2 ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്, അതേസമയം രണ്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഉണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തരുന്ന പോയമാണ് വെൻറ്റിംഗ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അമിഗോ ബ്രദേഴ്സ് ബൈ പിറി തോമസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? 2 ഫ്രണ്ട്സും തമ്മിലുള്ള ചാമ്പ്യൻസ് ആകാനായിട്ട് നിൽക്കുന്നു, അവരുടെ ഇടയിൽ കോമ്പറ്റീഷൻ വരുന്നു. ബട്ട് ആഫ്റ്റർ ദിസ് ഫൈറ്റ് ആര് ജയിച്ചു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കുന്നത്. ചിയേഴ്സ് ടു ദിയർ ഫ്രണ്ട്ഷിപ്പ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ. യെസ്, അഹമ്മദ് മിസ്സിൻ്റെ ലൈവ് എല്ലാവരും ലൈക്ക് ചെയ്യും കേട്ടോ. എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലാകുന്നുണ്ടോ? സൗണ്ട് ഓക്കെ ആണെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്, അങ്ങോട്ട് ഒന്നും നോക്കുന്നില്ല. ഓക്കെ, യെസ്.
എന്താണ് ആമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ്സ് അബൌട്ട് ടു ബെസ്റ്റ് ഫ്രണ്ട്സ് ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ഹു ലവ് ബോക്സിംഗ് ആൻഡ് ഡ്രീം ഓഫ് ബീങ് ചാമ്പ്യൻസ്. ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഫ്രണ്ട്സ് ആണ് ആരൊക്കെ? ആമിഗോ ബ്രദേഴ്സ് ആൻഡ് their names are Antonio and Felix. ഓർത്ത് വെച്ചോണം. They discover they have to fight each other for a championship. So ഒരു ചാമ്പ്യൻഷിപ്പിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യേണ്ടത്. Imagine or just remember the point that they are just best friends. Okay, even though it's tough, their friendship stays strong. അതെന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തോൽപ്പിക്കുക എന്നുള്ളത് മറ്റൊരാൾക്ക് ഹേർട്ട് ആവും. പക്ഷെ അവരുടെ ഡ്രീം എന്ന് പറയുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പുമാണ്. പക്ഷേ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവർ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. ആര് ജയിക്കുന്നു എന്നതിലല്ല, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നോക്കണം എന്ന് വിചാരിച്ച് അവർ ആക്ച്വലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് അവർ അവരുടെ വെൽ ഡിറ്റർമിനേഷൻ കാണിക്കുന്ന ഒരു സ്റ്റോറി. ഇൻ ദി എൻഡ് ദ സ്റ്റോറി ഡസൻറ്റ് റിവീൽ ഹൂ വിൻസ് ബിക്കോസ് ഇറ്റ് എംഫസൈസസ് ദാറ്റ് their friendship is more important than the competition. ലാസ്റ്റ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് ആരാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? അവസാനം അനൗൺസ്മെൻറ്റ് റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആന്റോണിയോ ഫെലിക്സും കൂടെ കയ്യും പിടിച്ച് നടന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതെന്താണ്? ഇതൊന്നുമല്ല, ചാമ്പ്യൻസ് എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ? ഇതിൽ ആരാണ് വിന്നർ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നില്ല. ബിക്കോസ് എവറി വൺ വാസ് സോ സർപ്രൈസ് ടു സീ ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു ഫ്രണ്ട്സ്. ഇറ്റ് ഷോസ് ഹൗ ഫ്രണ്ട്സ് ക്യാൻ സപ്പോർട്ട് ഈച്ച് അതർ ഈവൻ ഇൻ ചാലഞ്ചിങ് സിറ്റുവേഷൻ. നിങ്ങളെപ്പോലുള്ളവർ തീർച്ചയായും പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോറിയാണ്. ചലഞ്ചിങ് സിറ്റുവേഷൻസിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാതെ അല്ലേ, ഫ്രണ്ട്ഷിപ്പിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു റിയൽ ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ വേണ്ടത് എന്ന് മെസ്സേജ് തരുന്ന ഒരു നല്ല സ്റ്റോറി. സൂരജേ, ആരും മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി? ആരും മിണ്ടാണ്ട് ഇറങ്ങിപ്പോയിട്ടില്ല. എല്ലാവരും ഇവിടെയുണ്ട്. ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോ മോയെ എന്താണ് നമ്മളിവിടെ ആമിഗോ ബ്രദേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ദ അവർ ഓഫ് ട്രൂത്ത്. ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം റോബർട്ട് ബോൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോർഷനായിരുന്നു ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിസ് അവർ ഓഫ് ട്രൂത്ത്? എന്താണ് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്? Robert Baldwin works in a bank as a secretary. So main character of this one act play എന്ന് പറയുന്നത് റോബർട്ട് ബോൾവിൻ ആണ്. And the owner of the bank is his friend Gresham. Gresham എന്ന് പറഞ്ഞ ആളുടെ ഓണർഷിപ്പിലുള്ള ബാങ്കിൽ സെക്രട്ടറി ആയിട്ടാണ് the main character of the story whose Robert Baldwin is working. And though he had a limited income, his family life was smooth. So വളരെ ജെനുവിൻ ആൻഡ് ഓണസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു റോബർട്ട് ബോൾവിൻ എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാലറി മാത്രമായിരുന്നെങ്കിലും he and his family was actually okay with that. അതിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കുറച്ച് പേരായിരുന്നു അവരെന്ന് പറയുന്നത്. Then unfortunately his bank is closed. Why? Robert was the only witness in the crime done by Gresham. Gresham കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ട് അതങ്ങനെ പിടിക്കപ്പെടുകയും ആ ബാങ്ക് ക്ലോസ് ആകുകയും ചെയ്യുന്നു. Though Robert family stood with him in his decision, they changed their mind when they know the bribe money. So Gresham റോബർട്ട് ബോൾവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും you will get some questions from whom? പോലീസിൻ്റെ അടുത്ത് നിന്ന് ഉറപ്പായിട്ടും you will get some questions, and for that all you need to do is that you just have to say I don't know, I don't remember anything. എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള ആൻസർ മാത്രം പോലീസുകാർ എത്ര ചോദിച്ചാലും നിങ്ങൾ മറുപടി പറയണം. ഫോർ ദാറ്റ് ഐ വിൽ ഗിവ് യു സം എമൗണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് ബ്രൈബ് ചെയ്യുന്നുണ്ട്, കൈക്കൂലി പണം കൊടുത്തിട്ട് നമ്മൾ ബ്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്രഷം എന്ന് പറയുന്ന ആൾ. ആരെ? റോബർട്ട് ബോൾവിനെ. അറ്റ് ഫസ്റ്റ് റോബർട്ട് ബോൾവിൻ്റെ ആ ഒരു ഓണസ്റ്റി ഒക്കെ കണ്ടിട്ട് ഫാമിലി മെമ്പേഴ്സ് കൂടെ നിൽക്കുമെങ്കിലും ഗ്രഷം ഇത്രയും മണി ഓഫർ ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പലരും എന്നാൽ പിന്നെ കുറച്ച് കള്ളത്തരം പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇത്രയും വലിയ ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോൾവിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓണസ്റ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹി റെഫ്യൂസ് ദാറ്റ്. എനിക്ക് വേണ്ട, പൈസ വേണ്ട, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ശരി, ഇതുപോലുള്ള ബ്രൈബ് മണിയൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഐ റിയലി സ്റ്റാൻഡ് വിത്ത് മൈ ഓണസ്റ്റി എന്ന് പറയുന്ന ഒരു നല്ല ക്യാരക്ടർ. At the end of the play, Mr. Marshall, the president of the Third National Bank, offers a job in his bank, and it was a reward for his truthful life. So at the end of the day, അല്ലെങ്കിൽ ഈ ഒരു പ്ലേ അവസാനിക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? മിസ്റ്റർ മാർഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരികയും അദ്ദേഹത്തിന് പുതിയൊരു ജോബ് ഓഫർ ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഹി കൺസിഡേഴ്സ് ഇറ്റ് ഹാസ് എസ് അദ്ദേഹം ചെയ്ത ഒരു നല്ലവന് കിട്ടിയിട്ടുള്ള ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ റോബർട്ട് ബോൾവിൻ അത് ഏറ്റെടുക്കുന്നു. ഗ്രഷം പണിഷ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്ന ഒരു സ്റ്റോറി. ഓക്കെ, യെസ്. ഇവിടെ എന്താ നടക്കുന്നത്? എന്താണ് കമൻറ്റ് സെക്ഷനിൽ നടക്കുന്നത്? സാജൻ കുറച്ച് ലേറ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, എനിവേ വെൽക്കം.
ഓക്കെ, നമ്മുടെ +2 മാരത്തൺ ഫുൾ പ്രിപ്പറേഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ലാസ്റ്റായിട്ട് ഗ്രഷം ഉഡായിപ്പ്, ഗ്രഷം ഉഡായിപ്പ് തന്നെയാണ്. റോബർട്ട് ബോൾവിൻ എന്ന് പറയുന്നത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവിടെ നിന്നെ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കോപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബോൾവിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുക? നമ്മൾ ഏതാണ് സ്റ്റോറി, ഈ ക്യാരക്ടർ ഏതാണ് സ്റ്റോറി, അത് എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ സെൻറ്റൻസ് ആയിട്ട് വേണ്ടത്. പിന്നീട് പറയേണ്ടത് വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി എന്നുള്ളതും 1 to 2 ലൈൻസിൽ നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്തിരിക്കണം. ദെൻ എക്സ്ക്ലൂസീവ്ലി ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീച്ചർ വരാൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ റീസൺസും കൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് യുവർ വ്യൂ പോയിന്റ് റിഗാർഡിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ എന്നുള്ളതും പറയണം. അങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതുക. ഓക്കെ ആണല്ലോ അല്ലേ? ദെൻ 3 wheel revolution, ഇറ്റ്സ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺട്രപ്രണറുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് 3 wheel revolution എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ മെയിൻ തീം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സമ്മറി എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. When he was 70, he happened to travel in a rickshaw. നമ്മുടെ ഇർഫാൻ ആലം 17 വയസ്സുള്ളപ്പം ഒരു ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഹി ഫെൽറ്റ് തേഴ്സ്റ്റി, ഭയങ്കരമായിട്ട് ദാഹിക്കുകയാണ് ചെയ്യുന്നത്. some water to rickshaw puller, but he couldn't get it. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ചേട്ടാ കുറച്ച് വെള്ളം ഉണ്ടാവുമോ എന്ന് ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പം എന്താണ്, ഇല്ല, നമുക്ക് പൈസ ഇല്ല, വെള്ളം വാങ്ങി വെക്കാൻ പോലുള്ള പൈസ ഇല്ല എന്ന് ഓട്ടോക്കാരൻ പറയുമ്പം അവിടെ കിട്ടുന്ന ഒരു സ്പാർക്കിൽ തുടങ്ങുന്ന ഒരു റെവല്യൂഷനാണ് 3 wheel revolution എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോട്ട്സ് എവിടെ കിട്ടും? ഈ നോട്ട്സ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. ലിങ്ക് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. നോട്ട്സ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ദെൻ the driver didn't have money to buy and stock water. അപ്പോൾ ഈ വെള്ളം ചോദിച്ച ഓട്ടോറിക്ഷ പുള്ളറിന് എന്താണ്, പാവത്തിന് കാശില്ല. he is so poor that he can't even buy a bottle of water. Then it was that moment he had the idea of selling water bottles in the rickshaws with the help of the pullers. അപ്പം ഉണ്ടായത്, നിങ്ങളുടെ ഏജൊക്കെ എത്രയാണ്, 16-17 അല്ലേ നിങ്ങളുടെ ഏജും? ആ ഒരു സമയത്താണ് ഇർഫാൻ ആലം ഇതുപോലെ ഒരു ഐഡിയ ഉണ്ടായത്. വൈ കാൻറ്റ് ഐ ഈവൻ സെൽ വാട്ടർ ബോട്ടിൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് റിക്ഷോ പുല്ലേഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുടെ ഹെൽപ്പോട് കൂടി ഇതൊരു റെവല്യൂഷനാക്കി മാറ്റിക്കൂടെ, ഈ ഒരു വാട്ടർ ബോട്ടിൽ സെൽ ചെയ്തിട്ട് അതൊരു ബിസിനസ് ആക്കി മാറ്റിക്കൂടെ എന്ന് കാണുന്ന ഒരു ഓൺട്രപ്രണറിൻ്റെ മൈൻഡ് സെറ്റ്. ഓക്കെ, understanding the difficulties faced by them, Irfan Alam decided to empower the rickshaw pullers, which later came to be known as Samman Foundation. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർ ഏതൊക്കെ രീതിയിലാണ് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊരു thorough റിസർച്ച് നടത്തിയതിന് ശേഷം later on he came up with this greatest ഈ ഒരു വലിയ ഫൗണ്ടേഷൻ, സമ്മാൻ ഫൗണ്ടേഷനായിട്ട് അദ്ദേഹം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, it helped them get a loan from bank which helped them become the owners from paying rent to real owners. ഈ ഓട്ടോറിക്ഷ പുല്ലേഴ്സിൻ്റെ സ്റ്റോറി നോക്കിയപ്പം the first thing they lack is that ownership. അവരുടെ ഓട്ടോ അവരുടെ പേരിലായിരിക്കില്ല, റെൻറ്റിന് എടുക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും ഓടിക്കിട്ടുന്ന കാശ് ഓണറിന് കൊടുത്തു കഴിയുമ്പം ഇവരുടെ കയ്യിൽ മിച്ചം കിട്ടുന്നത് എന്താണ്, വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും. വിത്ത് ദാറ്റ് ദേ കാൻ ലീഡ് എ വെരി ഹാപ്പി ലൈഫ്. സോ അതിന് ടു മേക്ക് ദം ദ റിയൽ ഓണേഴ്സ് ഓഫ് ദാറ്റ് വെഹിക്കിൾ എന്നുള്ളതായിരുന്നു സമ്മാൻ ഫൗണ്ടേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർ ദാറ്റ് ഇറ്റ് ഹെൽപ് ദി സമ്മാൻ ഫൗണ്ടേഷൻ ഹെൽപ് ദം ടു ഗെറ്റ് ലോൺസ് ഫ്രം ബാങ്ക്സ്. ഓക്കെ, ഓർത്തോണം. ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമേ ഉണ്ടോ? ഉണ്ട്. ക്വസ്റ്റ്യൻ വരും. എത്ര പേരുണ്ടെങ്കിൽ എന്താ, നമ്മളിവിടെ പഠിച്ചുകൊണ്ടേയിരിക്കും, വന്നാലും പോയാലും നമ്മളിവിടെ പഠിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. യെസ്, സ്റ്റീവ് എസ് കെ എഡിറ്റിംഗ്, അത് ചാപ്റ്റർ കൂടുതൽ ടീച്ചർ എഡിറ്റിംഗ് ഏത് ചാപ്റ്ററാണ് കൂടുതൽ വെയിറ്റേജ്? എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ആയിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, മിസ് മലയാളം ക്ലാസ് ഉണ്ടോ? ചാർലി മലയാളം ക്ലാസ് ഇല്ലല്ലോടാ, ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. എഡിറ്റിംഗ് ചാപ്റ്റർ വൈസ് ആയിരിക്കില്ല, വെയിറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ വരുന്നുണ്ട്. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ. എഡിറ്റിംഗ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടായിരിക്കും പാരഗ്രാഫ് വരുന്നത്. ഓക്കെ, ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമേ ഉണ്ട്, ക്രേസി. ദെൻ പിന്നെ എന്താണ്, സൂരജ് 1 man ആർമി ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, ഡോൺ വറി. ഓക്കെ, ദെൻ അടുത്ത സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലോഗ്
ബ്ലോഗ് അല്ലേ, ബ്ലോഗൊക്കെ എടുക്കുന്നുണ്ട്, ഓൾറെഡി എടുത്തതാണ്. പുതിയ സ്റ്റുഡൻ്റ് ആണോ ചാർലി? അതും കൂടി ഒന്ന് പറഞ്ഞേ. ബ്ലോഗൊക്കെ നമ്മൾ എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ലൈവിൻ്റെ ഇടയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ ബ്ലോഗ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പോർഷൻസും പിന്നെയും കവർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്. അപ്പോൾ സമ്മൺ ഫൗണ്ടേഷൻ ഓൾസോ കണ്ടക്റ്റഡ് പ്രോഗ്രാംസ് ലൈക്ക് റിക്ഷോസ് ആർ ഡിസൈൻ ഫോർ മാർക്കറ്റിംഗ്, ഫ്രീ ഈവനിങ് ക്ലാസ്സസ് ഫോർ ദ ഫാമിലി മെമ്പേഴ്സ് എക്സെട്ര. ഇവരെ ഓണേഴ്സ് ആക്കി മാറ്റുക എന്നതിനേക്കാൾ അപ്പുറം എന്തൊക്കെയാണ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് ഈ ഓട്ടോസ് യൂസ് ചെയ്തു. അതുകൊണ്ട് എക്സ്ട്രാ ഇൻകം അവർക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ് ഇൻ പ്രൊവൈഡിങ് ഈവനിങ് ക്ലാസ്സസ് ഫോർ ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദിസ് ഓട്ടോ റിക്ഷ പുള്ളേഴ്സ്. ഇവരെ മാറ്റിയെടുക്കുന്നത്, ഇവരുടെ ലൈഫ് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ലൈഫും കൂടെ സെറ്റാക്കാൻ ഈ സമ്മൺ ഫൗണ്ടേഷൻ ശ്രദ്ധിച്ചു. വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ഒക്കെ വരുന്നുണ്ട്, തൊട്ട് പുറമേ വരുന്നുണ്ട്, വാങ്കറി മഥായ് വരുന്നുണ്ട്. യെസ്. ദെൻ his advice to the young generation is that it's high time thinking about entrepreneurship as a career. Last question ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഇൻ്റർവ്യൂവർ ഇർഫാൻ ആലത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ യങ് ജനറേഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഇറ്റ്സ് ഹൈ ടൈം. എന്തിനാണ് ഹൈ ടൈം? ടു ടേക്ക് ഓൺട്രപ്രണർഷിപ്പ് ആസ് എ കരിയർ. ഈ ഒരു സംരംഭകത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ ഒരു ഓൺട്രപ്രണർഷിപ്പ്, സംരംഭകനെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുക. സംരംഭകത്വം എന്താണ്? ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയും. ആ ഒരു ബിസിനസ്സിനെ അതിന് നമ്മളൊരു കരിയറായിട്ട് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു റിസ്ക് ഏറ്റെടുക്കണം യങ് ജനറേഷൻ. കാരണം എല്ലാവരും ഡോക്ടേഴ്സും ടീച്ചേഴ്സും ഒക്കെ എൻജിനീയേഴ്സുമായി മാറിയാൽ പോരാ, നമുക്ക് ബിസിനസ് മെന്നും നമ്മുടെ നാടിന് ആവശ്യമാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം, ബട്ട് ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീംസ്. എഴുതി വെച്ചോ, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷ് അല്ലേ സബ്ജക്റ്റ്, ഇതുപോലുള്ള ലൈൻസ് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ എന്താണ്, സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനാവശ്യമായിട്ടുള്ള ഒരു റിസ്ക്കും കൂടെ ഏറ്റെടുക്കാനുള്ള മനസ്സ് നമ്മൾ റെഡി ആയിരിക്കണം, എസ്പെഷ്യലി യങ് ജനറേഷൻ എന്ന് പറയുന്നത്. ഹിസ് അഡ്വൈസ് ടു ദ യങ് ജനറേഷൻ ഇസ് ദാറ്റ് ഇറ്റ്സ് ഹൈ ടൈം തിങ്കിങ് അബൌട്ട് ഓൺട്രപ്രണർഷിപ്പ് ആസ് എ കരിയർ. നമ്മളത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതാണ് ഞാൻ 2 വട്ടം എഴുതിയേക്കുന്നത്. ടെക്നിക്കൽ എററൊന്നും അല്ല കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടെ ഉറപ്പ് വരുത്താനായിട്ട് 2 പോയിൻ്റ് എക്സ്ട്രാ വന്നതാണ്. എനിവേ, അതാണ് അപ്പോൾ 3 വീൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇർഫാൻ ആലത്തിൻ്റെ. ഇതൊക്കെ ഓൾറെഡി ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് പിന്നെയും പറഞ്ഞു പോകുന്നത് കേട്ടോ. എന്താണ് പ്ലീസ് എന്നവർ മിസ്സിൻ്റെ എന്തോ പെട്ടെന്ന് മെസ്സേജ് വരുന്നുണ്ടല്ലോ, ടൈപ്പ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഞാനും അതാ പറഞ്ഞേ. പ്ലീസ് വൺസ് മോർ എന്ന് സുബിൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലോഗാണോ? ഉറപ്പായിട്ടും പറയാം, ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് പറയാം കേട്ടോ. മിസ്സിൻ്റെ ക്ലാസ് സീൻ എന്ന് ഉദ്ദേശിച്ചത് ഡസൻറ്റ് മേക്ക് ഗുഡ് ഓർ ബാഡ്, അതും കൂടെ ഒന്ന് പറഞ്ഞേ. എത്ര ചാപ്റ്റേഴ്സ് കഴിഞ്ഞു? നമ്മുടെ ഇതുവരെ എത്തി. ഏതാണ്? 3 വീൽ റെവല്യൂഷൻ വരെ കഴിഞ്ഞു. ലിയോ, ഹലോ ലിയോ, ഹായ് ഓൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ലിയോ. ഹലോ. സോ ദീദി, അടുത്തതെന്ന് പറയുന്നത് ഷഹീൻ മിസ്ട്രിയുടെ ദീദിയാണ്. ഫസ്റ്റ് യൂണിറ്റിൽ എങ്ങനെയാണോ വിമൻ എംപവർമെൻറ്റ് പറഞ്ഞത്, അതേപോലെ തന്നെ ദ കപ്പാസിറ്റി ഓഫ് എ വുമൻ ടു ചേഞ്ച് ദ സൊസൈറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഷഹീൻ മിസ്ട്രിയുടെ ദീദി എന്ന് പറയുന്നത്, വിച്ച് ഇസ് ആക്ച്വലി എ പേഴ്സണൽ സ്റ്റോറി. ഓക്കെ, ഓർത്ത് വെച്ചോണം. അതാണ് സെയ്ദ്. എത്ര പേരുണ്ടെങ്കിലും 1 മാൻ ആർമി ആണെങ്കിൽ പോലും എന്താണ്, ഡെഡിക്കേഷനോടെ ഒരു കുട്ടി ഇരുന്നാൽ മിസ് ക്ലാസ് എടുക്കുക തന്നെ ചെയ്യും. ഓക്കെ, 8 മാർക്കിന് എത്ര പേജ് എഴുതണം? നിങ്ങൾക്ക് എത്ര മാർക്ക് വൈസുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വരുന്നുണ്ട്. വെയിറ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതും പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരിത് പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ദെൻ എന്താണ് ഷഹീൻ മിസ്ട്രിയുടെ ദീദി എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പേഴ്സണൽ സ്റ്റോറി. അറിയാലോ, പേഴ്സണൽ സ്റ്റോറിയാണ്, അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. വെൻ ഷി വാസ് എ ചൈൽഡ് ഷി യൂസ് ടു വിസിറ്റ് ഓർഫനേജസ് ആൻഡ് ബ്ലൈൻഡ് സ്കൂൾ. ഇവിടുന്ന് പറയുന്നത് ഇന്ത്യയിലായിരുന്നെങ്കിൽ പോലും പുറത്തായിരുന്നു. ഡ്യൂറിങ് ഹർ സമ്മർ വെക്കേഷൻ ഷി യൂസ് ടു വിസിറ്റ് ഇന്ത്യ ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഷി ഓൾസോ വിസിറ്റഡ് ഓർഫനേജസ് ആൻഡ് ബ്ലൈൻഡ് സ്കൂൾസ് തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ വിസിറ്റ് ചെയ്യുമായിരുന്നു. വെൻ ഷി വാസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ഹർ സമ്മർ വെക്കേഷൻ ഷി ഫൗണ്ട് എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഇൻഇക്വിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ഫുഡ്, ബിൽഡിംഗ്, കിഡ്സ് എക്സെട്ര. അങ്ങനെ ഒരു വെക്കേഷൻ സമയത്ത് നമ്മുടെ ഷഹീൻ മിസ്ട്രി ഇന്ത്യയിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടപ്പോൾ ഇരുന്നപ്പോൾ മനസ്സിലായി, ഇന്ത്യ എന്ന് പറയുന്നത് 2 എക്സ്ട്രീംസ് ഉള്ള ഒരു കൺട്രിയാണ്, റിച്ചും പുവറും അല്ലേ. ഉള്ളവൻ ഒരുപാടുണ്ട്, ഇല്ലാത്തവന് ഒന്നുമില്ല. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉള്ളവർ പുറത്ത് പോയി പഠിക്കും, മറ്റത് ബേസിക് എഡ്യൂക്കേഷൻ പോലും കിട്ടാതെ ഇരിക്കും. ഈവൻ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാർട്ടിങ് ഓൾ നൈറ്റ് കഴിഞ്ഞിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് അവിടെ ഒരു മോം ഡിവൈഡിങ് എ ബ്രെഡ്
സ്ലൈസ് ടു ഡിഫറെൻറ്റ് കിഡ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയൊക്കെ ഷഹീൻ മിസ്ട്രിയുടെ ഇതൊക്കെ എവിടെയാണ് ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമാണ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എംഫസൈസ് ചെയ്യുന്ന പോയിന്റ്, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ ചാപ്റ്ററിനെയും എക്സ്പ്രസ് ചെയ്യാൻ ആൻസർ ഷീറ്റിൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. മിസ് നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ടാവുമോ? നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ മെയിൻ എക്സാം ഇല്ലേ, പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് ബൂസ്റ്റർ ക്ലാസ് ഉണ്ടാവും കേട്ടോ. വയനാട് ടീംസ്, വയനാട്ടിൽ നിന്നാണോ? വയനാട് ടീംസ് ആണോ ഫുൾ ഉള്ളത്? ആരൊക്കെയുണ്ട് വയനാട്? അതും കൂടി ഒന്ന് പറഞ്ഞേ. ആരൊക്കെയാ വയനാട് ടീംസ്? വയനാട് ടീംസും അല്ലാത്ത ടീംസും എല്ലാവരും ഈ ക്ലാസ്സിലും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അറ്റ് ട്രാഫിക് സിഗ്നൽ ഷീ മെറ്റ് 3 children begging on the road. അതാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം. ദെൻ ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ ആൻഡ് ടു വർക്ക് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സ്വന്തം നാട്ടിൽ വന്ന് നിൽക്കുമ്പം സ്വന്തം കൺട്രിയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് പണി ചെയ്ത് അവിടെ ഉള്ളവർക്ക് നല്ലത് വരുത്തിയിട്ട് വാട്ട് ഇസ് ദ നീഡ് ഫോർ ദാറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഷഹീൻ മിസ്റ്റർ സ്ട്രൈക്ക് ചെയ്യുകയും സോ ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ ആൻഡ് വർക്ക് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. ഈ രണ്ട് കാര്യത്തിന് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് വെൻ ഹർ പേരൻസ് കെയിം ടു നോ അബൌട്ട് ഹർ ഡിസിഷൻ, ഹർ പേരൻസ് സപ്പോർട്ടഡ് ഹർ അണ്ടർ 2 conditions. നിന്റെ ഡിസിഷൻ എന്നൊക്കെ വളരെ നല്ല കാര്യമാണ്. കാരണം ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് തിങ്. ബട്ട് എന്താണ്, നീ 2 കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ നിൻ്റെ ഈ ഒരു ആവശ്യത്തിനോട് ഞങ്ങളും സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്നു. ആൻഡ് വാട്ട് വെർ ദോസ് 2 conditions? ഷീ വുഡ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ടു എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ്. ഈ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ആ ഒരു നല്ല വെൽബീങ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞ് നിന്നാൽ മാത്രം പോരാ, സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹർ ഡിഗ്രി ഷീ ഷുഡ് ഓൾസോ ട്രാവൽ എബ്രോഡ് ഫോർ ഹർ ഗ്രാജുവേറ്റ്. ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പുറത്ത് എബ്രോഡ് പോകാനും റെഡിയാണ്. ഇഫ് യു ആർ റെഡി ടു അക്സെപ്റ്റ് ദീസ് 2 conditions then you can do whatever you want എന്നുള്ള ഒരു കണ്ടീഷൻ പേരൻസ് കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. Then she wandered in the slums and tried to understand the horrifying realities of slum life, like 10,000 people living in slum with no pure water, only 6 toilets, illiteracy, etc. അപ്പം ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലം ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോഴാണ് ആ ഒരു ഹോറിഫൈങ് റിയാലിറ്റി ഓഫ് ലൈഫ്. നമ്മളൊക്കെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞ് സ്പേസ് ആയിരിക്കും, അവിടെ 10,000-കണക്കിന് ആളുകളായിരിക്കും ജീവിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടെ ആക്സസ് ഉള്ളത് 5 to 6 ബാത്റൂംസിൽ മാത്രമായിരിക്കും. പ്യുവർ വാട്ടർ ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഷഹീൻ മിസ്ട്രി ദ best way to make them aware about their life situation is that to give them proper education എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലാക്കുന്നുണ്ടോ? എന്താണ് ഓക്കെ. ഇവിടെ പാലക്കാടുണ്ട്, കൊച്ചിയുണ്ട്, തൃശ്ശൂരുണ്ട്, വയനാടുണ്ട്. ഫുൾ ടീംസ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? സ്റ്റീവ് പറയുന്നുണ്ട് ഓക്കെ ആണെന്ന്. ഓക്കെ സ്റ്റീവ്, താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ ദാറ്റ്. ചാർലി, മിസ്സിൻ്റെ നെയിം എന്താണ് ചാർലി? ചാർലിക്ക് എൻ്റെ പേരറിയില്ല. എൻ്റെ പേരറിയാവുന്ന ആരൊക്കെയുണ്ട്? ഒന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ പേരെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ അറിയാവുന്ന ആൾക്കാർ. മലപ്പുറം ഹാർട്ടൊക്കെ കണ്ടു. എല്ലാ ടീംസും ഉണ്ട് അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് അടുത്തതായിട്ട് എന്താണ്, ആ ഒരു ഡിസിഷൻ മനസ്സിലാക്കിയതിന് ശേഷം ഷീ മെറ്റ് സന്ധ്യ, എ പുവർ ലേഡി അല്ലേ? ഷഹീൻ മിസ്ട്രി സ്ലം ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം ഷീ മെറ്റ് എ പുവർ ലേഡി നെയിംഡ് ആസ് സന്ധ്യ. സന്ധ്യയും ഷഹീൻ മിസ്ട്രിയും ഇസ് ഓഫ് സെയിം ഏജ്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ആഫ്റ്റർ കോളേജ് ഷഹീൻ മിസ്ട്രി വിസിറ്റഡ് സന്ധ്യാസ് ഹൗസ് ആൻഡ് യൂസ് ടു ടീച്ച് ചിൽഡ്രൻ. ദേ കോൾഡ് ഹർ ദീദി. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ഡിഡ്ന്റ് നോ ദെയർ ലാംഗ്വേജസ് അല്ലേ? ഷഹീൻ മിസ്ട്രിക്ക് സന്ധ്യയുടെ ലാംഗ്വേജ് അറിയില്ല, സന്ധ്യ ഷഹീൻ മിസ്ട്രിയുടെ ലാംഗ്വേജും അറിയില്ല. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വേണ്ടുന്ന മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സെയിം ഏജ് ആണെങ്കിൽ പോലും രണ്ടുപേരും ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതാണ്. ഓക്കെ. ദെൻ ആഫ്റ്റർ ദിസ് കോളേജ് സന്ധ്യയുടെ വീട്ടിൽ ചെല്ലും. അവിടെ കുറച്ച് സ്ലം ചിൽഡ്രൻ ഉണ്ടാകും. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടാണ് ഷഹീൻ മിസ്ട്രി ഒരു ചാരിറ്റി ലെവൽ, ഒരു ബെറ്റർമെൻറ്റ് ഓഫ് ദി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വാട്ട് ഡിഡ് ദേ കോൾ ഹർ? ഷീ കോൾഡ് ഹർ ദീദി. നമ്മൾ ചേച്ചി എന്നൊക്കെ പറയില്ലേ, ചേച്ചി അല്ലേ? ഭയങ്കര സ്നേഹത്തോടെയും റെസ്പെക്റ്റോടും കൂടി നമ്മൾ വിളിക്കുന്നതാണ്. ടീച്ചർ എന്നല്ല, ദീദി, ചേച്ചി എന്നാണ് വിളിച്ചത്. അതിന് ഒരുപാട് വളരെയധികം വേർത്തായിട്ടുള്ള ഒരു വേർഡാണ് അവർ വിളിച്ച സ്ലം ചിൽഡ്രൻ ഷഹീൻ മിസ്ട്രിയെ വിളിച്ചിട്ടുള്ള ദീദി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്. ഓക്കെ. മിസ്സിൻ്റെ നെയിം മോശം പേരറിയില്ല. MK മാളവിക, MK എന്ന് വിളിക്കും.
എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേരറിയാവുന്ന ആരുമില്ല. നക്കുൽ, നിനക്കും അറിയുന്നുണ്ടായിരുന്നില്ലേ? And open the opportunity, continue ചെയ്യാണ്, open the opportunity to study resulting in the establishment of Akansha Foundation. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സന്ധ്യയുടെ വീട്ടിൽ വൈകിട്ട് ആഫ്റ്റർ ക്ലാസ് ചെന്നിരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഈവനിങ് ക്ലാസ് ആണ് പിന്നീട് ആകാംക്ഷ ഫൗണ്ടേഷനായിട്ട് മാറിയിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഓർത്തോണം, ഇർഫാൻ ആലത്തിൻ്റെ എന്താണ്, സമ്മാൻ ഫൗണ്ടേഷനാണ്. ഷഹീൻ മിസ്ട്രിയുടെ ഏതാണ്, ആകാംക്ഷ ഫൗണ്ടേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. 3 വീൽ റവല്യൂഷനിലാണ് നമ്മൾ സമ്മാൻ ഫൗണ്ടേഷൻ പഠിച്ചത്. ഓക്കെ, ദെൻ സ്ലം ചിൽഡ്രൻ were her first students, created a free environment for them to study. ആ ഒരു രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കിയത്, ഈവൻ ദോ they are attending my class, they are not completely free. കുട്ടികൾ നമ്മുടെ സ്ലം ഏരിയയിൽ വന്നിരുന്ന് പഠിക്കുകയാണെങ്കിലും അവരുടെ മനസ്സിൽ ഒരുപാട് ട്രബിൾസ് പൊക്കോണ്ടിരിക്കുകയാണ്. they are actually not free. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഏറ്റവും കൂടുതൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രീ എൻവയോൺമെൻറ്റ് ടു സ്റ്റഡി എന്നുള്ളത്. അവർക്ക് പഠിക്കാനായിട്ട് ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഷി കൺസിഡർ ലോട്ട് ഓഫ് സ്കൂൾസ് ബട്ട് എവ്രി വൺ റെഫ്യൂസ്ഡ്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്, പല സ്ഥലത്ത് പോകുന്നുണ്ട്, പല പ്രിൻസിപ്പൽസിനെ കാണുന്നുണ്ട്, അവരെല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യും ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത്. സ്ലം ചിൽഡ്രന് വൈകിട്ട് ഈവനിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ദേ ആർ നോട്ട് റെഡി എന്നൊക്കെ പറയുന്നുണ്ട്. ഫൈനലി ഷീ ഗോട്ട് അല്ലേ ഒരു സ്കൂളിൽ കിട്ടുകയും ഷീ സ്റ്റാർട്ടഡ് ഹർ ഈവനിങ് ക്ലാസ്സസ് ആൻഡ് ഫ്രം ദാറ്റ് ഷീ ക്രിയേറ്റഡ് എ ഫ്രീ എൻവയോൺമെൻറ്റ് ഫോർ ദം ടു സ്റ്റഡി ആൻഡ് ആകാംക്ഷ ഫോർമുലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991. അങ്ങനെ ആകാംക്ഷ ഫൗണ്ടേഷനായി മാറുന്നത് 1991-ലാണ്. ആൻഡ് ഫ്രം a single class with 50 children, Akansha grew to 15 centers and 6 schools with over 3,500 students. സന്ധ്യയുടെ വീട്ടിലിരുന്ന് 5 to 6 സ്റ്റുഡൻസിന് മാത്രം കൊടുത്തിരുന്ന എഡ്യൂക്കേഷൻ അതൊരു ആകാംക്ഷ ഫൗണ്ടേഷനായി മാറിയിട്ട് ഇറ്റ് ഗ്രൂ ടു 58 സെൻറ്റേഴ്സ്, 58 സെൻറ്റേഴ്സ് ഉള്ള വിത്ത് 6 സ്കൂൾസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഓവർ 3,500 സ്റ്റുഡൻസിൽ അപ്പുറം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായി തന്നെ അത് പിന്നീട് മാറി. ഓക്കെ, വളരെ ഒരു ലൈഫ് ഐ ഓപ്പണർ ആയിട്ടുള്ള ഒരു ലെസൺ ആണല്ലേ. നമ്മൾ പുറത്ത് പോയി ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കൺട്രിക്ക് വേണ്ടിയിട്ടും വി ഷുഡ് ഡു സംതിങ് ഗ്രേറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കിപ്പിച്ച് തന്നത്. യെസ്, മിസ്സിൻ്റെ നെയിം മിസ് പറഞ്ഞു, മാളവിക. യു ക്യാൻ കോൾ മീ MK. മിസ്സിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ പറ. എൻ്റെ പേര് മാളവിക എന്നാണ്. എൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് M ആണ്. ഓക്കെ, ലൈവ് എപ്പോൾ കഴിയും? ലൈവ് ഉടനെ കഴിക്കാം നമുക്ക്. ദെൻ സ്റ്റാമർ ബൈ K സച്ചിദാനന്ദൻ. സോഷ്യൽ ഒരു സാറ്റർ എന്നുള്ള രീതിയിൽ സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പോയമാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വളരെയധികം കാര്യമായിട്ട് പഠിച്ചിരുന്ന ഒരു ചാപ്റ്റർ അല്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇറ്റ്സ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയമാണ്. ഒറിജിനലി ഏതാണ്, മലയാളത്തിൽ എഴുതിയിട്ട് പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും K സച്ചിദാനന്ദൻ തന്നെയാണ്. ദ പോയിറ്റ് സ്റ്റേസ് സ്റ്റാമർ ഇസ് നോട്ട് എ ഡിസബിലിറ്റി ബട്ട് എ മോഡ് ഓഫ് സ്പീച്ച്. എക്സ്പ്ലെയിൻ. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. sorry for the interruption. സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഡിസബിലിറ്റി അല്ല, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല, പകരം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓർ എ മോഡ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. ഹി ഈവൻ കമ്പയർസ് ഇറ്റ് വിത്ത് ലംനെസ്. ഓക്കെ, ദെൻ സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ്, വേറസ് ലംനെസ് ഇസ് ദ സൈലൻസ് ബിറ്റ്വീൻ ദ വേർഡ്സ് ആൻഡ് ദ ഡീഡ്സ്. കമ്പയർ ചെയ്യുന്നത് ലംനെസ് മോഡന്തും ആയിട്ടാണ്. ആൻഡ് ദെൻ ഹി സേസ് ദാറ്റ് വിക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കിനും അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന മീനിങ്ങും തമ്മിലൊരു സൈലൻസ് ഉണ്ട്. അതാണ് വിക്ക് എന്ന് പറയുന്നത്. അല്ലാതെ അതിന് ഒരു ഡിസബിലിറ്റി ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. എങ്ങനെയാണോ നമ്മുടെ ആക്ഷനും അല്ലേ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിലൊരു ഗ്യാപ്പ് ഉള്ളത്, അതേപോലെയാണ് നമ്മുടെ വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിനെ സ്റ്റാമറായിട്ട് പറയുന്നത്. ഓക്കെ, then even for a linguist it's difficult to discuss about the history of the stammer. ഈ വിക്ക് ഉണ്ടായത് എങ്ങനെയാണ്, ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന ആളെയാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഭാഷാ വിദഗ്ധന് പോലും ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ദം ടു ട്രേസ് ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് സ്റ്റാമർ. വിക്ക് എങ്ങനെ വന്നു എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. when we stammer the listener would not be able to understand its real meaning. they try to create fabricated stories by their own. വിക്കി ഒരു കാര്യം പറയുമ്പം അത് കേൾക്കുന്ന ലിസണറിന് അതിൻ്റെ ഒരു മീനിങ് അതേപോലെ കിട്ടണം എന്നില്ല. അതുകൊണ്ട് ദേ ട്രൈ ടു അസ്യൂം ദ മീനിങ് അല്ലേ, നമുക്ക് പറയുന്ന മീനിങ് അതേപോലെ കിട്ടാത്തപ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് അസ്യൂം ചെയ്തിട്ട് അവരുടേതായ സ്റ്റോറിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ഗോഡ് ഓഫ് മീനിങ്സ്, വാക്കിൻ്റെ ദേവതയ്ക്ക് നൽകുന്ന സാക്രിഫൈസ് ആയിട്ടാണ് ഈ സ്റ്റാമറിനെ കാണുന്നത്.
ഇംഗ്ലീഷ് ബോർഡ് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കടോ അല്ലേ? ഇംഗ്ലീഷ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, കൂടെ പഠിക്കുകയും വേണം, എന്നാലല്ലേ കാര്യമുള്ളൂ. ഓക്കെ, then stammer can be considered as a sacrifice to the god of meanings. ഓർത്തോണം, സ്റ്റാമറിനെ ബേസ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇത് ഓർത്ത് വെക്കുക, ഇതിനെക്കുറിച്ച് എഴുതാനായിട്ട് നോക്കുക. സ്റ്റാമറിനെ എന്തുകൊണ്ട് എന്താണ് ഡിസബിലിറ്റി അല്ല, ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച് എന്ന് പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ പോയിന്റ്സ് തന്നെ നിങ്ങൾ പല രീതിയിൽ ഇലോബറേറ്റ് ചെയ്താൽ മതി. അതിനാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിട്ടുള്ള പോയിന്റ്സ് തന്നിരിക്കുന്നത് കേട്ടോ. ഇഫ് ഓൾ പീപ്പിൾ സ്റ്റാമർ ഇറ്റ് ബിക്കംസ് ദെയർ മദർ ടങ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും വിക്കിക്കൊണ്ടാണ്, നിങ്ങൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതും വിക്കിക്കൊണ്ടാണ് എങ്കിൽ ഇങ്ങനെ സ്റ്റാമർ മീൻസ് വിക്ക് അല്ലേ? എല്ലാവരും ഈ ലോകത്ത് വിക്കുള്ളവരാണെങ്കിൽ അതൊരു നോർമൽ തിങ് ആണ് അല്ലേ? എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ഒന്നും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിന്നിട്ട് മാറി നിന്ന് ഒരാൾ നോക്കില്ല, ജഡ്ജ്മെൻറ്റിലാവില്ല, കാരണം ഇറ്റ്സ് എ നോർമൽ തിങ്. അതാണ് പറയുന്നത്. ഇഫ് ഓൾ പീപ്പിൾ സ്റ്റാമർ, നമ്മൾ എല്ലാവരും സ്റ്റാമർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മദർ ടങ് ആയി തന്നെ മാറും. ഈവൻ ദ ഗോഡ് മസ്റ്റ് ഹാവ് സ്റ്റാമർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. എന്തിനു പറയുന്നു, നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ ഉണ്ടാക്കിയപ്പോൾ ഗോഡ് തന്നെ ഒന്ന് വിക്കിപ്പോയിട്ടുണ്ടാവാം. ദാറ്റ് മീൻസ് സോഷ്യൽ ക്രിറ്റിസിസം, സാറ്റയർ അല്ലേ, ആക്ഷേപഹാസ്യം, കളിയാക്കിക്കൊണ്ട് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മെൻറ്റാലിറ്റിയെ കളിയാക്കുന്ന ഒരു പോയമാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവം വരെ വിക്കിപ്പോയിട്ടുണ്ടാവാം എന്ന് പറയുന്നത്. ദെൻ ഓൾ വേർഡ്സ് ഓഫ് മാൻ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ്. മിസ്സിൻ്റെ പ്ലേസ് ഒക്കെ മിസ് എത്ര വട്ടം പറഞ്ഞതാ, ഒന്ന് ഗസ് ചെയ്തേ. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഗസ് ചെയ്ത് കറക്റ്റ് അടിച്ചതാണല്ലോ. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് നിങ്ങൾ മറന്നു പോയോ? വിശ്വസിക്കാൻ വയ്യ. ദെൻ ഓൾ വേർഡ്സ് ഓഫ് മാൻ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ്. മനുഷ്യൻ്റെ ഓരോ വാക്കിനും പല അർത്ഥമാണ്. ഞാൻ പറയുന്ന അർത്ഥമായിരിക്കില്ല ചിലപ്പോൾ വേറൊരാൾ പറയുന്ന ആ ഒരു വാക്കിനുണ്ടാകുക, ബിക്കോസ് ഇറ്റ് ചേഞ്ചസ്. പീപ്പിൾ പ്രേ ആൻഡ് കമാൻഡ് ഡിഫറെൻ്റ്ലി, ദെയർഫോർ ഇറ്റ് ഓൾസോ അപ്പിയേഴ്സ് ഡിഫറെൻറ്റ് ലൈക്ക് പോയട്രി. നമ്മൾ പ്രാർത്ഥിക്കുന്നതും പറയുന്നതും തമ്മിൽ എത്രയാണോ വ്യത്യാസമുള്ളത്, ജസ്റ്റ് ലൈക്ക് പോയട്രി പോലെ ഡിഫറെൻ്റ് ഉള്ള. ദിയ, ഹായ്, ഹലോ ദിയ, വെൽക്കം വെൽക്കം വെൽക്കം. കുറച്ച് ലേറ്റായി പോയിട്ടോ, നമ്മൾ ചാപ്റ്റർ ഇതാ യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, യെസ്. ജോസഫ് എവിടുന്ന് വന്നു? ജോസഫ് ഇവിടെ ഉണ്ടായിരുന്നോ? വയനാട്, കോഴിക്കോട്, ആലപ്പുഴ. അപ്പോൾ അവിടുന്ന് ആരുമില്ല. തൃശ്ശൂരെത്തി. അങ്ങ് അവിടുന്നല്ല, ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവിടുന്നാണോ? ഇത് ഇപ്പോൾ എല്ലാം ആയല്ലോ. ഒന്നും ആയില്ല, കുറച്ച് മാത്രമേ ആയുള്ളൂ. ട്രിവാൻഡ്രം, കൊല്ലം തൊട്ട് ഇങ്ങോട്ട് വാ ഒരാൾ. ഓക്കെ, അവിടെ തകൃതിയായിട്ട് നടക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ശ്രദ്ധിക്കണം. സോ എന്താണ് സ്റ്റാമർ എന്ന് പറയുന്ന പോയം? ബേസിക്കലി ഒരു സാറ്റയറാണ്, സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പോയമാണ് അല്ലേ? ഇഫ് ഓൾ പീപ്പിൾ സ്റ്റാമർ ദെൻ ഇറ്റ് ബിക്കംസ് ആ മദർ ടങ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, സ്റ്റാമറിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വേർഡ്സും അതിൻ്റെ മീനിങ്സും തമ്മിലുള്ള ആ ഒരു സൈലൻസ് ആയിട്ടാണ്. ദെയർഫോർ ഇറ്റ് ക്യാൻ നോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഡിസബിലിറ്റി ബിക്കോസ് ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. ഓർത്ത് വെച്ചോണം. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വെൻ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ബൈ വാങ്കറി മത്തായി. വാങ്കറി മത്തായി എന്ന് പറയുന്നത് ഫസ്റ്റ് കെനിയൻ ബേസ്ഡ് എൻവയോൺമെൻറ്റലിസ്റ്റ് ആണ്. അത് മാത്രമല്ല, ഈ പഠിക്കാനുള്ള സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ചാണ്. അത് ഓർത്ത് വെച്ചോണം. നൊബേൽ പ്രൈസ് കിട്ടിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചാണ് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോർഷൻ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചാപ്റ്ററും കൂടെ ഒന്ന് പഠിച്ചേ. നമ്മൾ യൂണിറ്റ് 4ലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി യൂണിറ്റ് 5 കൂടെ ഉള്ളൂ. സോ വാങ്കറി മത്തായി ഈ ഒരു സ്പീച്ചിൻ്റെ മെയിൻ എസെൻസ് അല്ലെങ്കിൽ കോർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഷി ബിലീവ്ഡ് ദ സ്ട്രെങ്ത് ഓഫ് സ്മോൾ ആക്ഷൻസ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ആക്ഷൻസ്. എന്താണ്? പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഓരോ ആക്ഷനും അതിൻ്റെതായ, ഈവൻ സ്മോൾ, അതിന് അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഷി സെഡ് ദാറ്റ് ഈവൻ ദ ലിറ്റിൽ തിങ്സ് ഈച്ച് പേഴ്സൺ ഡസ് ക്യാൻ ആഡ് അപ്പ് ടു മേക്ക് എ ബിഗ് ഡിഫറൻസ്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോ മനുഷ്യനും ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട്. ഷി കമ്പയർഡ് ഇറ്റ് ടു പ്ലാന്റിങ് എ സ്മോൾ ട്രീ ഷോയിങ് ഹൗ മെനി സ്മോൾ ആക്ട്സ് ക്യാൻ ക്രിയേറ്റ് എ സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് ചേഞ്ച്. അതായത് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്, ഒരു തൈ നടുമ്പോൾ അല്ലേ, ഒരു തൈ പലവരായിട്ട് ഓരോരോ തൈ നടുമ്പോൾ എന്താണ്? നമ്മളൊരു കുഞ്ഞ് ഫോറസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു തൈ എന്നുള്ളത് ഒരു ചെറിയ സ്മോൾ ആക്ഷൻ ആയിരിക്കും, പക്ഷെ അത് ഒരുപാട് പേര് കൂടെ ചേരുമ്പോൾ എന്താണ്? ഒരു വലിയ കാര്യം, ഒരു ഫോറസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സിമിലർലി ഈവൻ സ്മോൾ ആക്ഷൻസിനെ പോലും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ ഇമ്പാക്ട്സ് ഇൻ സൊസൈറ്റി. ഓക്കെ,
She also talked about individual responsibility. Being a social being, we have our own responsibilities. This means that each person should take care of their actions. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. She thought that everyone has a role in making the world better by making good choices and doing good things. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലൂടെ കൺട്രിയിലൂടെ ഈ ഒരു വേൾഡിനെ തന്നെ ഒരു ബെറ്റർ പ്ലേസ് ടു ലീവ് ഇൻ ആക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അതിൽ താമസിക്കുന്ന നമ്മൾ മനുഷ്യർക്കാണുള്ളത്. വാങ്കറി മത്തായി wanted to inspire people to take responsibility and do things that help the world become a nicer place for everyone. എല്ലാവർക്കും ആക്സസ് ഉള്ള, എല്ലാവർക്കും നൈസർ ആയിട്ടുള്ള ഒരു പ്ലേസിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വാങ്കറി മത്തായി സെഡ് ദാറ്റ് how well the earth is doing directly affects how good our lives are. She wanted everyone to understand that a healthy planet means a better life for all of us. നമ്മൾ നമുക്കൊരു നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കണം അല്ലേ? ഫിസിക്കൽ മെൻ്റൽ വൈസ് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നല്ലൊരു ലൈഫ് നമുക്ക് ഉണ്ടാവുള്ളൂ. സിമിലർലി ഈ പ്ലാനറ്റിൻ്റെ ലൈഫ് നന്നാവണമെങ്കിൽ ഉറപ്പായിട്ടും അതിലെ ഇൻഹാബിറ്റൻസ് അതിൻ്റെ അടുത്ത് ചെയ്യുന്ന ആക്ഷൻസ് കൂടെ എന്തായിരിക്കണം? നല്ലതായിരിക്കണം. ഉള്ളിലോട്ട് എന്താണോ കൊടുക്കുന്നത് അതേപോലെയാണ് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ അതിന് താങ്ക്സ് ഗിവിംഗ് ആയിട്ട് അത് നമ്മളെയും സുരക്ഷിതമാക്കും. ഈ ഒരു പോയിൻ്റാണ് മെയിൻലി വാങ്കറി മത്തായിയുടെ വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ കമൻസ് ഒക്കെ കാണുന്നുണ്ട്. തൽക്കാലം ഇതൊന്നൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാസർഗോഡ് സംസാരിക്കാം, പാലക്കാട് സംസാരിക്കാം, കോഴിക്കോട് സംസാരിക്കാം, തിരുവനന്തപുരം സംസാരിക്കാം, കൊച്ചി സംസാരിക്കാട്ടോ, എല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ. ദെൻ മത്തായി ആസ്ക്ഡ് പീപ്പിൾ ടു കം ടുഗെദർ ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ നോ മാറ്റർ വെയർ ദേ ആർ ഫ്രം ഓർ വാട്ട് കൾച്ചർ ദേ ബിലോങ് ടു. അപ്പോൾ എന്താണ് പറയുന്നത്? വാങ്കറി മത്തായി എന്താണ് പറയുന്നത്? എല്ലാവരും ഒരുമിച്ച് വരിക അല്ലേ? എവിടെ നിന്നാണെങ്കിലും, ഏത് കൾച്ചറിലാണെങ്കിലും, ഏത് പോളിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒരുമിച്ച് വരിക. ഈ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഒരുമിച്ച് വന്ന് ഉഷാറാക്കുന്നത് പോലെ എല്ലാവരും ഒരുമിച്ച് വരിക. She believed that when we work as a team we can make the world a better and more lasting place. ഇവിടെ കമൻറ്റ് സെക്ഷൻ ഇത്രയും ഉഷാറായി വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ് അടിപൊളി ആവില്ലേ? ചാർലി, നാസിഖ്, അഹമ്മദ് നാസിഖ്, നകുൽ, നമ്മുടെ ക്ലാസ് ആക്റ്റീവ് ആണെന്ന് മനസ്സിലാകുന്നത് ഈ കമൻറ്റ് സെക്ഷൻ കാണുമ്പോഴാണ്. അതേപോലെയാണ് ഈ ഒരു നമ്മുടെ വെൻ വി വർക്ക് ആസ് എ ടീം അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഒരു ഭൂമിയിൽ ഉണ്ടാകും. മത്തായി ടോക്ക്ഡ് എ ലോട്ട് അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് നേച്ചർ. ഷീ എസ്പെഷ്യലി ലൈക്ക് ട്രീസ് ബിക്കോസ് ദേ ഹെൽപ്പ് കീപ് എവറിത്തിങ് ഇൻ ബാലൻസ്. ഫോർ ഹെർ ട്രീസ് വെയർ ലൈക്ക് സിമ്പിൾസ് ഓഫ് ഹൗ എവറിത്തിങ് ഇൻ നേച്ചർ ഇസ് കണക്റ്റഡ്. ട്രീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു കണക്ടിവിറ്റിയാണ്. എങ്ങനെയാണ് ഈ ഭൂമിയിലെല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സിമ്പിളാണ് ട്രീസ് എന്ന് പറയുന്നത്. നിഹാൽ, ഹലോ നിഹാൽ. യെസ്, ഇവിടെ പല തരത്തിലുള്ള നമ്മുടെ കമൻസിലെ ചേട്ടന്മാരൊക്കെ പല രീതിയിലുള്ള ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിഹാൽ. യെസ്. ദെൻ even though she knew there were problems, Mathai always thought we could make things better. She believed that all of us together could overcome tough times and make the world a happier and healthier place. So the most important topic അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ ഏതാണ് പറഞ്ഞേ? ഷി ന്യൂ ദാറ്റ് ദെയർ വെർ പ്രോബ്ലംസ്. എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിലൂടെ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ആൻഡ് ഷി ബിലീവ് ദാറ്റ് ഓൾ ഓഫ് us together could overcome tough times and make the world a happier and healthier place. ഓർത്ത് വെച്ചോണം കേട്ടോ. യെസ്, മോണിക്ക സിമി, ഹലോ. പുതിയ ആൾക്കാർ കയറുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ പാലക്കാടൻ ഭാഷയൊക്കെ ഞാൻ കാണുന്നുണ്ട്. കൂട്ടത്തിൽ വാങ്കറി മത്തായിയുടെ വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡും തലയിൽ കയറുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആണെങ്കിൽ ഒന്ന് തംസപ്പ് കാണിക്കൂ. വേഗം. എന്നിട്ട് വേണം നമുക്ക് റൈസിലേക്ക്, ചെമ്മനം ചാക്കോയുടെ പോയത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ് ആണല്ലോ അല്ലേ? ഓൾ സെറ്റ്, എവറിത്തിങ് സെറ്റ്? യെസ്. എവിടെ ഫുൾ ടീം എവിടെ? ഓക്കെയാണ് മിസ്. ഓക്കെയാണ്? ഇവിടെ പാലക്കാട് ഭാഷയും സ്ലാങ്ങും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാങ്കറി മത്തായിയുടെ ഇത് ഓക്കെയാണെന്ന് ഞാൻ നോക്കായിരുന്നു എത്ര പേര് വരും എന്നുള്ളത്. കാണുന്നുണ്ട് കേട്ടോ. യെസ്, സെറ്റാണ്. ഇത്രയും മക്കൾ പറഞ്ഞ സ്ഥിതിക്ക് റൈസിലേക്ക് കടക്കാം. ആരാണ് റൈസ് എഴുതിയത് ഒന്ന് പറഞ്ഞേ? സുബിനും ചാർലിയും നിഹാലും നകുലും ഒക്കെ പറഞ്ഞോ? ഹു റോട്ട് ദ പോയം? വിട്ടുകളയൂല മിസ്സേ. ആരാ എഴുതിയെന്ന് വേഗം പറ. ചാർലി നീ പറഞ്ഞേ, ആരെഴുതിയേ? റൈസ് എന്ന് പറഞ്ഞ പോയം എഴുതിയത് ആരാണ്?
ഇതെന്ത് ഭാഷ കച്ചറ. ഓക്കെ, ഹൂ റോട്ട് ദിസ് പോയം? ഹൂ ഇസ് ദ പോയറ്റ് ഓഫ് ദ പോയം റൈസ്? വേഗം പറഞ്ഞോ. ചെമ്മനം ചാക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്. സൂരജ് പറഞ്ഞു, സ്റ്റീവ് പറഞ്ഞു, ക്രേസി പറഞ്ഞു ചെമ്മനം ചാക്കയാണെന്ന്. ദെൻ ഹൂ ട്രാൻസ്ലേറ്റഡ് ദിസ് പോയം? അതും കൂടെ ഒന്ന് വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. മേക്ക് ഇറ്റ് ഫസ്റ്റ്, മേക്ക് ഇറ്റ് ഫസ്റ്റ്, മേക്ക് ഇറ്റ് ഫസ്റ്റ്. ചെമ്മനം ചാക്കോ ആണ്, ഐ നോ ദാറ്റ്. ആൻഡ് ഹൂ ട്രാൻസ്ലേറ്റഡ് ദിസ് പോയം ഇൻ ടു ഇംഗ്ലീഷ്? വേഗം പറ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക്. Yes, translated by K.I.Appa Panikar, Professor K.I.Appa Panikar. Yes, correct. Crazy. TZZ crazy. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് മിസ്സേ. പിന്നല്ല അല്ലേ, അടിപൊളി കുട്ടികളാണ്. ഓക്കെ, ഓർത്ത് വെച്ചിട്ട് പറഞ്ഞല്ലോ. ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി. ഓക്കെ, ശ്രദ്ധിച്ചോണം. പലതരത്തിലുള്ള ഭാഷ നമുക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാം. കാരണം ഇതൊന്നുമല്ല, സ്ലാങ് അല്ല ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് പാലക്കാടൻ ഭാഷ. Okay, yes. Then Vangari Maathai talked about how it is important for everyone to be treated fairly. Then we will discuss ചെയ്തതാണ്. She also said that for things to get better, we need to live in a free and fair society where people have rights. We need to be free. എന്തെങ്കിലും സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് എ ഫ്രീ മൈൻഡ്, അല്ലേ? എവിടെയെങ്കിലും കൂട്ടിലടച്ച് ഇട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട്, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ കമൻറ്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ട് ക്ലാസ് എടുത്താൽ ഇതുപോലുള്ള എന്തെങ്കിലും അഭ്യാസം ഇവിടെ എടുക്കാനായിട്ട് പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഫ്രീ ആയതുകൊണ്ടും ഇത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടും അല്ല ഇവിടെ കമൻസും ആക്റ്റീവ് ആവുന്നു, ക്ലാസ്സും ആക്റ്റീവ് ആവുന്നു. സിമിലർലി എന്താണ് പറയുന്നത്? ഫ്രീ ആണെങ്കിൽ മാത്രമേ അവിടെ ഇതേപോലുള്ള ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താണ് ക്രിയേറ്റീവ് ഔട്ട്പുട്ട്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. Maathai remembered how the world used to be when her parents were around. Sadly, she saw that it has changed a lot over time and she felt a bit sad about that. Last Vangari Maathaiയുടെ സ്റ്റോറി പറയുമ്പം എന്താണ്, യെസ്, ജസ്റ്റ് വൺ സെക്കൻഡ് ഹീറോയിക് ഞാൻ പറയാം കേട്ടോ. ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ, ഈ ചാപ്റ്ററിൽ ടാഡ്പോളിൻ്റെ സ്റ്റോറി ടുവേർഡ്സ് ദി എൻഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ ഇപ്പോൾ നഷ്ടപ്പെടുന്നതായിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ടാഡ്പോളിൻ്റെ സീൻ എന്താണെന്ന് ഓർത്തെടുത്തിട്ട് എന്നെ അറിയിക്കുക. ഹീറോ ചോദിച്ചിട്ടുണ്ട്, എല്ലാ ചാപ്റ്ററുടെ സ്റ്റോറി അറിഞ്ഞാൽ എക്സാം പോയാൽ നല്ല മാർക്ക് കിട്ടുമോ? എല്ലാത്തിൻ്റെയും സ്റ്റോറി അറിഞ്ഞെന്ന് വെച്ചിട്ട് ഒന്നും കിട്ടില്ല, മാർക്ക് കിട്ടില്ല. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ്സേ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, ബ്ലോഗ് ഉണ്ട്, ബ്ലർബ് ഉണ്ട്, അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതിൽ നിന്നാണ് വരുന്നത്? ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, അല്ലേ? യൂണിറ്റ് 1 എന്ന് പറയുന്നത് വിമൻ എംപവർമെൻ്റ് ആണ്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് വാങ്കറി മത്തായുടെ പോലെയുള്ളത്തേക്ക് പേഴ്സണൽ സ്റ്റോറീസ് ആയിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈവൻ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ജനറൽ അവയർനെസ് ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ മെയിൻ തീം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് എക്സാം ആൻസേഴ്സിലും അത് അതേപോലെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ പലതരത്തിലുള്ള ലൈവ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് എക്സ്ക്ലൂസീവ്ലി ഫോർ സമ്മറി ആൻഡ് പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹീറോയിക് ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, പാരഗ്രാഫാണോ? യെസ്, ഒരൊറ്റ പാരഗ്രാഫ് അല്ല, എസ്സേ പോലെ തന്നെ വരുന്നതാണ്. ഓക്കെ, 1 പേജിൽ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എഴുതാനായിട്ട് വരുന്നത്. അത് നറേഷൻ എന്നുള്ള രീതിയിൽ വരാം, ആർട്ടിക്കിൾ റൈറ്റിംഗ് ആയിട്ട് വരാം, റൈറ്റപ്പ് എന്നുള്ള രീതിയിൽ വരാം. ഇത് ഏതാണെങ്കിലും എന്താണ് ടോപ്പിക് ബേസ് ആൻസർ എഴുതുന്നതാണ്. പക്ഷേ എന്താണ് നിങ്ങൾ നോക്കേണ്ടത്? വെയിറ്റേജ് അനുസരിച്ച് നിങ്ങളുടെ അതിൻ്റെ ലെങ്ത് എത്രത്തോളം വേണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്താ മിസ്സേ ചോദിച്ചിരുന്ന ആ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ടല്ലോ. ഫുൾ സപ്പോർട്ടാണ് മിസ്സേ. എന്താണ് ഇമെയിൽ, ലെറ്റർ, അതൊക്കെ വരുന്നുണ്ട്. എനിക്കൊന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല. ഏതാണ് സെറ്റാകാത്തത് മിസ്സേ? നാളെ പ്രൊഫൈൽ ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടോ? പ്രൊഫൈൽ റൈറ്റിംഗ് അല്ലേ? പ്രൊഫൈൽ റൈറ്റിംഗ് ഉറപ്പാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? യെസ്. അടുത്ത നോക്കിക്കേ, റൈസ് എന്ന് പറയുന്നത് ചെമ്മനം ചാക്കോയുടെ പോയമാണ്. ആഫ്റ്റർ 4 years of research in North India, the poet is eager to reach his village. He knows that it is planting season there. He imagines the bustle on the field where farmers are ploughing with several oxen. He expects to reach home in the time for a long cherished meal of Attikara rice. He is fed up by eating chapati. So ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്?
എല്ലാം പറയാം. നിങ്ങളുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട്. ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന നമ്മുടെ നറേറ്റർ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ റിസർച്ച് ബേസിൽ 4 years സ്പെൻഡ് ചെയ്തിട്ട് അവസാനം നാട്ടിലേക്ക് വരികയാണ്. ആൻഡ് ഹി ഈസ് സോ എക്സൈറ്റഡ്. വൈ? നാട്ടിലെത്തിയിട്ട് വേണം ആ ഒരു അത്തിക്കര റൈസൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ആ ഒരു ലൈഫ്, വില്ലേജ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്ന സാഡ് റിയാലിറ്റി ദാറ്റ് എവറിത്തിങ് ഹാസ് ചേഞ്ച്ഡ് ലോട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്ന് പറയുന്നത്? the reality is surprisingly different. The place has changed drastically. In the place of paddy fields there are rubber, arecanut and dealwood trees. അതായത് പണ്ട് നല്ല വിശാലമായിട്ട് കിടന്നിരുന്ന ആ പാടമൊക്കെ നികത്തിയിട്ട് ക്യാഷ് ക്രോപ്സ്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിസിനസ്സായി മാറി ഈ ഒരു കൃഷി എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പ്ലാന്റിംഗ് പാഡി, ഹിസ് ഫാദർ ഇസ് ഫിക്സിങ് എ ന്യൂ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്. സോ പാഡി ഫീൽഡിന് പകരം, പാഡി ഫീൽഡ് ഒരുപാടുണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ ഇപ്പം ക്യാഷ് ക്രോപ്സ് നൽകുന്ന ആ ഒരു റബ്ബർ ഒക്കെ സെറ്റാക്കാനായിട്ടുള്ള മെഷീൻസ് ആണ് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹി സേസ് ദാറ്റ് only fools turn to rice farming for profit. His brother comes with a beet brought from the ration shop. Probably he has to take chapatis here too. ഇവിടെ നമ്മുടെ നറേറ്റർ എന്ന് പറയുന്നത് ചപ്പാത്തി കഴിച്ച് മടുത്തിട്ട് കുറച്ച് ചോറ് കഴിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് അച്ഛൻ അവിടെ റബ്ബർ പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. ബ്രദർ എന്ന് പറയുന്നത് റേഷൻ ഷോപ്പിൽ ചെന്നിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഇത് കൊണ്ടുവരുന്നു. സോ ഹി ഈസ് ജസ്റ്റ് കൺഫ്യൂസ്ഡ്. ഇവിടെയും അവിടെ പുറത്ത് വന്നിട്ട് ഉണക്ക ചപ്പാത്തി കഴിച്ചതും പോലെ ഇവിടെയും ഞാൻ ഇത് തന്നെയാണോ കഴിക്കേണ്ടത് എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നറേറ്ററിനെ ഫണ്ണി രീതിയിൽ എഴുതിയിട്ടുള്ളതാണ് കാണുന്നത്. ഓക്കെ. Meanwhile, they hear the sound of an airplane above. It carries the chief minister who goes to the center to get more grains. It flies above the cash crops because no one promotes farming of rice. The poet wonders that even for some hours we may have to go to the center and beg for it. One cannot miss the social criticism raised in the poem about the poet, people who are not reluctant to discard their age-old traditions and customs. അതായത് പണത്തിന് പുറമേ പോകുന്ന ആൾക്കാർ, നമ്മൾ എത്രയൊക്കെ ഏജ് ഓൾഡ് ആയിട്ട് കൺസേർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷൻസ് ഉണ്ടെങ്കിലും കൾച്ചർ ഉണ്ടെങ്കിലും പണത്തിന് മീതെ ഒന്നും പോകില്ല എന്ന് പറയുന്ന പോലെ പ്രോഫിറ്റിന് പുറകെ പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതും ഒരു സോഷ്യൽ ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ് അല്ലേ? യെസ്, ഇതൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് വേഗം വായിച്ച് പോകുന്നത്. പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന അഡിക്വേറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഒരു ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. അറിയാവുന്ന ആളാകാം, അറിയാത്ത ആളാകാം, എങ്ങനെയാണെങ്കിലും നിങ്ങൾ വറീഡ് ആവേണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പ്രൊഫൈൽ എഴുതാൻ വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ തന്നിരിക്കും. ചിലപ്പം ഷഹീൻ മിസ്റ്റർ തന്നെയാകാം, ചിലപ്പം അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലെ ആൾക്കാരായിരിക്കും. എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ലാംഗ്വേജിൽ അത് നല്ല രീതിയിൽ എഴുതി ഇലോബറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി പ്രൊഫൈൽ റൈറ്റിങ്ങിൽ. പിന്നെ ചോദിച്ചിട്ടുള്ളത്? പോയം കമ്പാരിസൺ ഉണ്ടാകും. കാരണം എനി വുമൻ അല്ലെങ്കിൽ വുമൻ എംപവർമെൻറ്റ്, വുമൻ റിലേറ്റഡ് പോയമോ നിങ്ങൾ പഠിച്ചിട്ടുള്ള സോഷ്യൽ ക്രിറ്റിസിസം പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയത്തിനോട് സാമ്യം തോന്നുന്ന തീം ബേസ്ഡ് ചോദിച്ചിട്ടുള്ള പോയം വെച്ചിട്ട് കമ്പാരിസൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഓക്കെ അല്ലേ, മീൻസ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഫ്രെയിം 4 questions എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. കാരണം നമ്മൾ ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം പഠിച്ചതാണ്. ഒന്നെങ്കിൽ ഇർഫാൻ ആലത്തിനെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷഹീൻ മിസ്രിയെ മീറ്റ് ചെയ്യുന്നു, അതും അല്ലെങ്കിൽ റാങ്കറി മത്തായിയെ മീറ്റ് ചെയ്യുന്നു. ഈ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാളെ മീറ്റ് ചെയ്യുന്നു. ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളെ ഈ ഒരു ബേസ് തന്നിട്ടുണ്ടാവും, ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഓർത്തിരിക്കേണ്ടത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വെറുതെ എണ്ണം തികയ്ക്കാൻ നിങ്ങൾ നോക്കരുത്. പോയിന്റ് എന്താണ്, ഏത് ഫീൽഡാണ്, അല്ലെങ്കിൽ ടോപ്പിക് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ വേണം നിങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ആൻസർ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് ചോദിക്കും. അങ്ങനെ റെയർ കേസാണ്. പക്ഷേ ഇൻ കേസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആൻസർ എന്താണെന്ന് നോക്കുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് നോക്കുക. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്പർ തേക്കാനായിട്ടല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. മേക്ക് ഇറ്റ് ഒരു വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. ജിഷ്ണു, ഹലോ ജിഷ്ണു,
കുറച്ച് ലേറ്റ് ആയി പോയല്ലോ. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് അനദർ എസ്സേ ക്വസ്റ്റ്യൻസും അതുപോലെ ഉള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഡോക്ടർ ഹാർഡിൻ ബി ജോൺസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഡ്രഗ്സ് ആർ നോട്ട് മാജിക്കൽ ഫിക്സസ്, ദേ ക്യാൻ മേക്ക് ഇറ്റ് ഹാർഡർ ടു ഹാൻഡിൽ ലൈഫ് ചാലഞ്ചസ് വിത്തൗട്ട് റിലൈയിങ് ഓൺ ദം. അതായത് പ്ലഷർ, ടെമ്പററി പ്ലഷർ മാത്രം നൽകുന്ന പിൽസ് ആണ് ഈ ഒരു ഡ്രഗ്സ് എന്നുള്ള ഒരു ഐ ഓപ്പണർ ആയിട്ടുള്ള ഒരു എസ്സേ അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടേഴ്സ് ലൈക്ക് ഹിപ്പോക്രറ്റസ് have been helping people for ages but not all medicine is good for you. ഇതിൻ്റെ ഹിസ്റ്ററി ഉൾപ്പെടെ ഹാർഡിൻ ബി ജോൺസ് പറയുന്നുണ്ട് അല്ലേ. ഹലോ ദേവിക, ഹലോ കുറച്ച് ലേറ്റ് ആയി പോയല്ലോ മോളെ, എവിടെയായിരുന്നു? Then medicine is for curing sickness while pleasure drugs just give temporary good feelings by messing with your brain. So you need to know the difference between this pleasure drugs and medicine. എല്ലാ മെഡിസിനും നല്ലതല്ല. ഓക്കെ, ഡോക്ടേഴ്സ് ഓരോന്നും നോക്കിയിട്ടായിരിക്കും നമുക്ക് ചില മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പ്ലഷർ ഡ്രഗ്സ് ആസ് വെൽ ആസ് ദിസ് മെഡിസിൻ എന്ന് പറയുന്നത്. കാരണം ടെമ്പററി കുറച്ച് പ്ലഷർ തരുന്നത് മാത്രമാണ് ഈ പ്ലഷർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. യൂസിങ് ടു മെനി ഡ്രഗ്സ് ക്യാൻ ലീഡ് ടു അഡിക്ഷൻ, വിഡ്രോവൽ ആൻഡ് ഫീലിംഗ് സാഡോസിക്. ഇതുപോലുള്ള പ്ലഷർ ഡ്രഗ്സ് യൂസ് ചെയ്തതിന് ശേഷം അതിന് അഡിക്റ്റഡ് ആയി പോകുന്നു. ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് പല തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നു, ഇൻക്ലൂഡിങ് ഹെൽത്ത് ആൻഡ് മെൻ്റൽ ആൻഡ് ഹെൽത്ത് വൈസ്. ഓക്കെ, ഡ്രഗ്സ് ക്യാൻ ഡാമേജ് യുവർ ബോഡി ആൻഡ് മേക്ക് യു മോർ ലൈക്ലി ടു ഗെറ്റ് സിക്ക് ഓർ ഡൈ ഫ്രം യുവർ ഇൽനെസ്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫിസിക്കൽ വൈസ് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, മെൻ്റൽ വൈസ് ഉണ്ടാക്കുന്നുണ്ട്, ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ഇറ്റ് ക്യാൻ കോസ് ഡെത്ത് എന്നാണ് പറയുന്നത്. സം ഡാമേജ് ഫ്രം ഡ്രഗ്സ് ക്യാൻ ഗോ അവേ ബട്ട് സം ക്യാൻ ലാസ്റ്റ് ഫോർ എവർ ഡിപ്പെൻഡിങ് ഓൺ how much and how long you have used. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഡ്രഗ് എഫക്ട്സ് യുവർ ബ്രെയിൻ, ചേഞ്ചിങ് ഹൗ യു തിങ്ക് ആൻഡ് ഫീൽ. സോ ഇറ്റ്സ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദിയർ ഹാർംഫുൾ എഫക്ട്സ് ഓൺ യുവർ ഹെൽത്ത്. യൂഷ്വലി നമ്മൾ ഹെൽത്ത് വൈസ് ഫിസിക്കൽ വൈസ് വരുന്ന പ്രശ്നങ്ങളായിരിക്കും മെയിൻലി ഡ്രഗ് യൂസേഴ്സിൻ്റെ ഇടയിൽ അവയർനെസ് ക്ലാസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഈവൻ കോസ് ഡാമേജ് ടു യുവർ ബ്രെയിൻ സെൽസ്. നിങ്ങളുടെ ബ്രെയിനെ വരെ ഇല്ലാതാക്കാൻ ഡ്രഗ്സിന് എന്താണ് അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലാരും അങ്ങനെ അവെയർ അല്ല. പക്ഷേ എന്താണ്, ഞങ്ങൾ അവെയർ ആയിരിക്കുക ആൻഡ് നോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പ്ലഷർ ഡ്രഗ്സ് അല്ലെങ്കിൽ ഓൾസോ ദിസ് ടെമ്പററി പ്ലഷർ സീക്കിംഗ് പിൽസ് ആസ് വെൽ ആസ് ദിസ് മെഡിസിൻസ് എന്നുള്ളത്. ഓക്കെ, യെസ്. എന്താണ് സൂരജ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ യങ് ജനറേഷൻ? വാട്ട്സ് യുവർ ഇൻസ്പിറേഷൻ? ഹൂ ഈസ് യുവർ റോൾ മോഡൽ? അതെ ഓക്കെ. ഇപ്പം ഹൂ ഈസ് യുവർ റോൾ മോഡൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. സൂരജ് ആണ് അല്ലേ, ഷഹീൻ മിസ്ട്രിയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹൂ ഈസ് യുവർ റോൾ മോഡൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി അതിനെ എന്താണ് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് രീതിയിലാക്കുകയാണെങ്കിൽ വൈൽ ലേണിംഗ് യുവർ ലൈഫ് എക്സ്പീരിയൻസ് വി കെയിം ടു നോ ദാറ്റ് യു ഹാവ് എക്സ്പീരിയൻസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ലൈക്ക് ടു എക്സ്ട്രീംസ് ഇൻ യുവർ ലൈഫ്, ലൈക്ക് ബിറ്റ്വീൻ ഇനിക്വിറ്റീസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് എ ലോട്ട് ഓഫ് changes. So what inspired you to become the change? ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൂ ഈസ് യുവർ റോൾ മോഡൽ അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഇൻസ്പിറേഷൻ എന്ന് ചോദിക്കുന്നതിന് പകരം യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് എ ലോട്ട് ഓഫ് ട്രബിൾസ് ഓർ യു മൈറ്റ് ഹാവ് ഡയറക്ട്ലി വിറ്റ്നസ് ടു എക്സ്ട്രീംസ് ഇൻ ദ ഇന്ത്യൻ കൾച്ചർ. സോ വാട്ട് കോസ്റ്റ് അല്ലെങ്കിൽ വാട്ട് മെയ്ഡ് യു ടു ബിക്കം എ ലൈഫ് സേവർ ഫോർ ദ സ്ലം ചിൽഡ്രൻ? ആ ഒരു രീതിയിലും ചോദിക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ആണ്, തീം ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്, പക്ഷേ ചോദിച്ചിരിക്കുന്ന രീതി എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പം ഡയറക്റ്റ് ഒരു സിമ്പിൾ സെൻറ്റൻസ് ചോദിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാതെ ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു രീതിയിൽ വേണം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രൊഡക്റ്റീവ് ആക്കാൻ കേട്ടോ. നിഹാൽ, യെസ് നിഹാൽ കാണുന്നുണ്ട്. ദെൻ what changes? Miss say ഷഹീൻ മിസ്ട്രി അല്ലല്ലോ അതിന്. മിസ് ഷഹീൻ മിസ്ട്രി അല്ലല്ലോ അതിന്. ഞാൻ പറഞ്ഞതാ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. ഇപ്പോൾ ഇർഫാൻ ആലമോ ഷഹീൻ മിസ്ട്രിയോ വാങ്ക്രി മത്തായിയോ ആരാണെങ്കിലും ഹാർഡിൻ ബി ജോൺസോ ആരുടെ അടുത്താണെങ്കിലും ഇൻ്റർവ്യൂ പോലൊരു ഇത് ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ഓക്കെ, യെസ് കാണുന്നുണ്ടല്ലോ അല്ലേ ജിഷ്ണു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ആണ്. ആർ.എച്ച്. വുഡിൻ്റെ വളരെ തമാശയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചാപ്റ്റർ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ ചാപ്റ്ററിനും എക്സ്ക്ലൂസീവായിട്ട് ഓരോ വീഡിയോ പോയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഓടിച്ചു വിടുകയാണെന്ന് മാത്രം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്താൽ മതി കേട്ടോ. ദെൻ ഫാർമർ ഷെയർസ് അലാമിംഗ് ന്യൂസ് അബൌട്ട് എ ടൈം ബോംബ് ഇൻസൈഡ് എ ക്രിസ്മസ് പാർസൽ ഇൻ ലണ്ടൻ കോസിംഗ് ഫിയർ അമംഗ് ദ പീപ്പിൾ ഇൻ ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് ആണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്ലേ എന്ന് പറയുന്നത്.
പറയുന്നത് സീസൺ ക്രിസ്മസ് സീസൺ ആണ്. ബിക്കോസ് ക്രിസ്മസ് സീസൺ ഇസ് ദ ടൈം വെയർ വി എക്സ്ചേഞ്ച് ദീസ് ഗിഫ്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ടൈമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ന്യൂസ് വരുന്നുണ്ട്, ഒരു പോസ്റ്റ് ഓഫീസിൽ ഈ പാഴ്സലിൻ്റെ ഇടയ്ക്ക് എന്താണ് ബോംബ് കിട്ടി എന്നുള്ളതല്ലേ. സോ ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടാക്കുന്ന ഒരു പാനിക് സിറ്റുവേഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ചാർലിയും ജിഷ്ണൊക്കെ ഇവിടെ നോക്കിക്കേ, നമുക്ക് എക്സാം ഉണ്ട്. മിസ്സസ് ഹിഗിൻസ് ആൻഡ് ഹർ മിസ്ചീവിയസ് ആൻഡ് ബേർട്ടി എൻ്റർ ദ പോസ്റ്റ് ഓഫീസ് ആഡിങ് മോർ കെയർസ് ടു ദ സിറ്റുവേഷൻ. ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മിസ്സസ് ഹിഗിൻസിൻ്റെ കുറച്ച് കുസൃതി കുടിക്കായിട്ടുള്ള മോൻ വരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റ് വായിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ബ്ലോഗ് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ വരികയാണ്, ഇത് കഴിഞ്ഞ ഉടനെ 2 ചാപ്റ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും. ദ ഫോറിനർ ലീവ്സ്, ഓക്കെ, ആ ഒരു സമയത്താണ് ഒരു ഫോറിനർ വന്നിട്ട് പാഴ്സലിനായിട്ട് ഒരു കാര്യം കൊടുക്കുന്നത്. ആൻഡ് ദ ഫോറിനർ ലീവ്സ് വിത്തൗട്ട് ടേക്കിംഗ് ഹിസ് ഗ്ലൗസ് ആൻഡ് ഹി ഫോർഗെറ്റ്സ് ഹിസ് ഗ്ലൗസ് ഓവർ ദെയർ ആൻഡ് ബേർട്ടി ഹിയേഴ്സ് എ ടിക്കിംഗ് സൗണ്ട് ഫ്രം ദ ഫോറിനേഴ്സ് പാഴ്സൽ ക്രിയേറ്റിംഗ് പാനിക്. അങ്ങനെ ആ ഫോറിനർ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു പാഴ്സലിൻ്റെ അകത്തുനിന്ന് ടിക് 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 എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. ബേർട്ടി എന്ന് പറയുന്ന ക്യാരക്ടറാണ്, അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. വല്ലാത്ത സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു അലാമിംഗ് ന്യൂസ് കേട്ടതല്ലായിരുന്നോ പോസ്റ്റ് ഓഫീസിൽ ഇതുപോലെ ബോംബ് വെക്കുന്നുണ്ട് എന്നുള്ളത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ബോംബായിരിക്കും, നമ്മളെല്ലാവരും ഇപ്പം മരിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. ആൻഡ് then Bertie calls the police and the farmer confirms the parcel is a real bomb. ഉടനെ പോലീസിനെ വിളിക്കുന്നു, പാഴ്സലിൻ്റെ രീതിയിൽ ബോംബ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പോലീസ് വന്നിട്ട് അത് ചെക്ക് ചെയ്യുന്നു. The foreigner returns for his gloves and is shocked to find the police. സോ അത് എന്താണ്, ആ ഒരു പാഴ്സൽ ബോംബാണ്. അതെന്താണ്, ആക്റ്റീവ് അല്ലാതെ ആക്കണമെങ്കിൽ അതിനെ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടാനായിട്ട് ഇടുമ്പോഴാണ് നമ്മുടെ ഗ്ലൗസ് എടുക്കാൻ പാവം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഫോറിനർ വരുന്നത്. എവ്രി വൺ ഇൻ ദ പോസ്റ്റ് ഓഫീസ് ഹാർട്ട്സ് ഫിയറിങ് ആൻഡ് എക്സ്പ്ലോഷൻ. വെള്ളത്തിലേക്ക് അത് ഇടുമ്പോഴത്തേക്ക് അയ്യോ പൊട്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും ഒളിച്ചിരിക്കുന്ന ഒരു സീൻ അല്ലേ, ഭയങ്കര ഫണ്ണി ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു സീനാണ് അതെന്നൊക്കെ പറയുന്നത്. ദ ഫോറിനർ റിവീൽസ് ദാറ്റ് ദ ടിക്കിംഗ് സൗണ്ട് വാസ് ഫ്രം എ ക്ലോക്ക് നോട്ട് എ ബോംബ്. അപ്പോഴാണ് ഗ്ലൗസ് എടുക്കാൻ ഫോറിനർ വരുന്നത്. ഇവർ ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോമാളിത്തരങ്ങൾ കാണുമ്പോൾ ഇയാൾക്ക് എന്താണ് ഭയങ്കര എക്സോസ്റ്റഡ് ആകുകയാണ്. അയാൾ ചെന്നിട്ട് പറയും ടൈം പീസ് ആണ്, ബോംബ് അല്ല എന്ന് ഫോറിനർ പറയുന്നു. അപ്സെറ്റ് ദ ഫോറിനർ പ്ലാൻസ് ടു ഫയൽ എ കംപ്ലയിൻറ്റ്. ഭയങ്കര ഹിസ്റ്റോറിക് വാല്യൂ ഉള്ള ഒരു ടൈം പീസ് ആയിരുന്നു, അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്, അതെല്ലാവരും കൂടെ നശിപ്പിച്ചില്ലേ. സോ ഒബ്വിയസ്ലി he files a complaint against everyone and the assistant പോലീസ്, നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ അസിസ്റ്റൻ്റ് അവിടെ അടുത്തുള്ള ഒരു ആനിമൽ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ്. കാരണം ഹ്യൂമൻ ബീങ്സിൻ്റെ അത്രയും എന്താണ് ഫൂൾസ് അല്ല ആനിമൽസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ണി രീതിയിലുള്ള ഒരു സാറ്റയർ. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കില്ലേ, ദ യങ് ലേഡി അസിസ്റ്റൻ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ആ ഒരു സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഒരു എന്താണ് ഒരു ഓൾഡ് ഗൈ വരുന്നില്ലേ, ഭയങ്കര സിറ്റുവേഷൻ, ചെവി കേൾക്കാൻ വയ്യാത്ത ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് പ്ലേ വായിച്ചിട്ടുള്ളവർക്കറിയാം ഫണ്ണി ഇൻസിഡൻസ് എത്രത്തോളം അതിൽ നോയിങ്ലി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ക്യാരക്ടർ സ്കെച്ചും നോക്കാം. ഓക്കെ, യെസ്. Then this is going to hurt just a little bit എന്ന് പറയുന്നത് എന്താണ്, ഒഗ്ഡൻ നാഷിൻ്റെ ആണ്. ആൻഡ് അബൌട്ട് the main reason you want to go and visit a dentist is that you really don't want to visit a dentist എന്ന് പറയുന്ന ഒരു പോയം അല്ലേ. ദെൻ ബേർട്ടിനെ കുറിച്ചൊക്കെ പറയാം, എല്ലാവരെയും കുറിച്ച് പറയാം. ആദ്യം നമുക്ക് ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, ഓടിച്ചു വിടാം. ദ പോയിറ്റ് ഒഗ്ഡൻ നാഷ് ടോക്സ് അബൌട്ട് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ്. ഹി മെൻഷൻസ് ദ ഡിസ്കംഫർട്ട് ഓഫ് സിറ്റിംഗ് ഇൻ ദ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് ആൻ ഓപ്പൺ മൗത്ത്. ദ ഫ്രേസ് ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് hints at some point. And the stanza sets a humorous tone for the poem. Overall it reflects the poet's reluctance and unease about dental visits. So ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വായും പൊളിച്ച് ചെന്നിരിക്കുന്ന നമ്മുടെ പോയറ്റിൻ്റെ അവസ്ഥയാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്, ന്യൂ മെമ്പറാണ് സ്റ്റീവ് എന്താണ് എൻ്റെ നെയിം സ്റ്റീവ്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കമൻറ്റ് സെക്ഷനിൽ. എന്താ ജിഷ്ണു, എന്താണ് പ്രശ്നം? ഫാത്തിമ, ഹലോ ഫാത്തിമ. കോപ്പി അടിച്ച ഞാനോ സ്റ്റീവോ? കോപ്പി അടിക്കണ്ട കേട്ടോ, അങ്ങനെ കോപ്പി അടിച്ചൊന്നും ഇംഗ്ലീഷ് എഴുതേണ്ട ആവശ്യം നമുക്കില്ല, നമുക്കെല്ലാം സെറ്റാക്കാം. യെസ്, ഇവിടെ മെയിൻ സ്റ്റാൻസയിൽ പറയുന്നത് എന്താണ് സംടൈംസ് പെയിൻ ക്യാൻ ബി ഇൻ ദ ബോഡി ഓർ ഇൻ ദ മൈൻഡ് ബട്ട് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ് ഇസ് ബോത്ത്. ചില പ്രശ്നം എന്ന് പറയുന്നത്, ചില അസുഖം അല്ലെങ്കിൽ പെയിൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മൈൻഡിനായിരിക്കും, ചിലത് ബോഡിക്കായിരിക്കും. മൈൻഡിനെയും ബോഡിയെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഡെന്റൽ വിസിറ്റ് എന്ന് പറയുന്നത്. ഡെന്റൽ വിസിറ്റ്സ് ആർ tough because they involve physical discomfort and stress on the mind. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ? കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിച്ചേ.
ടീച്ചർ നെയിമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എന്തിൻ്റെ നെയിം? എൻ്റെയും അവൻ്റെയും നെയിം സ്റ്റീവാണ്. എന്താണെങ്കിലും സ്റ്റീവ് ആണെങ്കിലും ക്രേസി ആണെങ്കിലും ജിഷ്ണു ആണെങ്കിലും ഇവിടെ ശ്രദ്ധിച്ചേ. ആ ടീച്ചറിന് കത്തിയില്ല, ടീച്ചറിന് അത് ആ ഒരു പോയിന്റ് കത്തിയില്ല. ഇവിടെ പറഞ്ഞേ, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് അല്ലേ, ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കിടക്കുന്നത് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഡെൻറ്റൽ വിസിറ്റ്സ് ആർ ടഫ് ബിക്കോസ് ദേ ഇൻവോൾവ് ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് സ്ട്രെസ് ഓൺ ദ മൈൻഡ്. അതാണ്, ചില പെയിൻ എന്ന് പറയുന്നത് മെൻറ്റൽ ആയിരിക്കും, ചിലതെന്ന് പറയുന്നത് ഫിസിക്കൽ ആയിരിക്കും. പക്ഷേ ദിസ് കോമ്പിനേഷൻ ഓഫ് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നതാണ് ഡെൻറ്റൽ വിസിറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഹാർഡ് ടു സ്റ്റേ കാം വെൻ യുവർ ജോ ഇസ് പുഷ്ഡ് അഗൈൻസ്റ്റ് യുവർ ചെസ്റ്റ്. ഡെൻറ്റിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ കിടന്നിട്ടുണ്ടോ? എങ്ങനെയാണ് വാ ഒക്കെ തുറന്നിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജോ ഇവിടെ വരെ എത്തും. അതിങ്ങനെ ഒരു ഡ്രില്ല് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലേ, ആ ഒരു സമയം കേൾക്കുമ്പോൾ വിചാരിക്കും, ഈശ്വര ഇത് എന്താണ് തുറന്ന് നമ്മുടെ നെഞ്ചങ്കോട് വരെ എത്തുമോ എന്നുള്ള ഒരു പേടി നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ. The lines express that going to the dentist can be difficult and a bit funny. കാണുന്ന ഒരു തേർഡ് പേഴ്സൺ ഈ ഒരു കിടപ്പെന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ആ കിടക്കുന്ന ആൾക്കറിയാം അയാൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ടഫ് ടു സ്റ്റേ കാം വെൻ യുവർ ഫിംഗർ നീൽസ് ആർ സീരിയസ്ലി അഫക്റ്റിംഗ് ലൈൻസ് യുവർ പാം. നിങ്ങൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ ആക്കും അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ വരകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും റഫ് യൂസേജിൽ ചിലപ്പോൾ മാറിപ്പോയേക്കും. അങ്ങനെയാണെങ്കിൽ തലവിധി വരെ മാറിപ്പോകും എന്നാണ് പറയുന്നത്. ഭയങ്കര ഫണ്ണി ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു പോയമാണിതെന്ന് പറയുന്നത്. ദ പോയറ്റ് സജസ്റ്റ് ദാറ്റ് ഡ്യൂറിങ് സ്ട്രെസ്ഫുൾ ടൈംസ് ലൈക്ക് അറ്റ് ദ ഡെന്റിസ്റ്റ് ഇറ്റ്സ് ഹാർഡ് ടു കീപ് യുവർ സെൽഫ് കൂൾ. ഇതുപോലെ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒന്ന് കൂൾ ആകുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അസ്. ദ ലൈൻസ് ഹൈലൈറ്റ് ദ ടെൻഷൻ ആൻഡ് നെർവസ്നെസ് ഫെൽറ്റ് ഡ്യൂറിങ് മൊമെന്റ്സ് ഓഫ് ഡിസ്കംഫർട്ട് യൂസിങ് എ ബിറ്റ് ഓഫ് ഹ്യൂമർ. ഹ്യൂമറസ് വേയിൽ ആ ഒരു ഡെന്റൽ എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യുന്ന പോയമാണ് ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ആൻഡ് ദ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ് ഇറ്റ് ഗിവ്സ് us idea about some kind of pain we gonna experience when we are in front of a dentist എന്ന് പറയുന്നത്. ഓക്കെ, ഈസി ആണോ മിസ്? ഇംഗ്ലീഷ് ഈസി ആണടാ. എന്തൊക്കെയാണ് എക്സാമിന് വരുന്നത് ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരൊറ്റ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. It's challenging to appear cheerful and kind when you're aware that your role is having the least dignified in life. നമ്മുടെ ആ ഒരു ഏറ്റവും കൂടുതൽ ലീസ്റ്റ് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഡെൻറ്റിസ്റ്റിൻ്റെ മുന്നിൽ ചെന്ന് വായും തുറന്ന് കിടക്കുക എന്നുള്ളത്. കാരണം നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് സെൽഫി എടുക്കാൻ ആരെങ്കിലും റെഡി ആയിരിക്കുമോ? ഈ പല്ലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡെൻറ്റിസ്റ്റിൻ്റെ ഫ്രണ്ടിലുള്ളപ്പോൾ. കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് കോൺഫിഡൻസ്, നമ്മുടെ ആ ഒരു ഡിഗ്നിറ്റി ഒക്കെ ഏറ്റവും ഇങ്ങനെ ഗ്രൗണ്ട് സീറോ ആയിട്ട് നിൽക്കുന്ന ഒരു ലെവലായിരിക്കും. ആ ഒരു സമയത്ത് എന്താണ് വളരെ കൂളായിട്ട് കാമായിട്ട് കൈൻഡായിട്ട് ഇരിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് വി ആർ അവെയർ അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. ഈവൻ ആ ഫിസിക്കൽ അപ്പിയറൻസ് പോലും നമ്മളെ ടെൻഷൻ ആക്കുന്നുണ്ട് അവിടെ. ഓക്കെ, യെസ്. Then the poet talks about the challenge of keeping a positive attitude in situations that may feel awkward or undignified. Then these lines highlight the difficulty of appearing cheerful when you are in a position that lacks dignity. എന്താണ് ജിഷ്ണു, എന്താണ് വൈബ് ഇല്ലാത്ത? നീ ഒന്ന് വൈബ് ആക്കിക്കേ. വൈബ് ഇല്ലെങ്കിൽ നമ്മൾ വൈബ് ആക്കണം, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ. Then the poet compares your mouth, crazy വരുന്നുണ്ട്. The poet compares your mouth during dental work to a construction site. ഇതുപോലുള്ള റോഡ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണോ പൊട്ടിപ്പൊളിഞ്ഞൊരു റോഡ് കിടക്കുന്നത് അതേപോലെയാണ് ആ സമയത്ത് നമ്മുടെ മൗത്ത് എന്ന് പറയുന്നത്. ഇമേജറി ഈസ് യൂസ് ഡിസ്ക്രൈബിംഗ് വേരിയസ് കൺസ്ട്രക്ഷൻ ടൂൾസ് ലൈക്ക് സ്റ്റോൺ ക്രഷേഴ്സ്, കോൺക്രീറ്റ് മിക്സേഴ്സ്, ഡ്രിൽസ് ആൻഡ് സ്റ്റീം റോളേഴ്സ്. അതുപോലെ പലതരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഡെന്റൽ വിസിറ്റ് നടത്തുമ്പോൾ ഡോക്ടർ പണി ചെയ്യുന്നത്. ആ ഒരു സമയം പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡ് പോലെ നമ്മുടെ മൗത്ത്. കമ്പാരിസൺ ആണല്ലേ, ഇമേജറി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ ഐഡിയ is that every part of your head feels irritated or bothered during dental procedures, emphasizing the discomfort and noise associated with dental work. ഓരോ സെല്ലും അല്ലെ, നമ്മുടെ ഓരോ ബ്രെയിൻ സെല്ലും ആ സമയം ഇറിറ്റേറ്റഡ് ആയിരിക്കും. Some people face bad situations like being strung up by their thumbs. Others go through dental procedures on their gums. ചിലവരെന്ന് പറയുമ്പോഴത്തേക്ക് ഡെന്റൽ വിസിറ്റ് നടത്തുന്ന ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നവർക്കറിയാം എന്താണ് ഈ തംസ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ്. കാരണം അവർ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു സ്ട്രോങ് ആണോ നോക്കുന്നത് ആ ഒരു രീതിയിലാണ്. ചിലർ ആ ഒരു ഗമ്മിൽ കിടന്ന് കളിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ സ്ട്രഗിൾസ് ആണെന്നാണ് പറയുന്നത്.
Others go in these lines, the poet is drawing a comparison between different kinds of unfortunate experiences, highlighting the discomfort or pain associated with both being strung up by thumbs and undergoing dental procedures on the gums. So ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. The poet describes the dental process where your teeth are supposed to be polished. However, there is a feeling that they might be getting damaged instead of improved. നമ്മൾ നമ്മുടെ ടീത്ത് പോളിഷ് ചെയ്യാനാണ് പലപ്പോഴും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവുക. പക്ഷെ ആ ഒരു സമയത്ത് ഈ സൗണ്ടും ഇത്രയും നെർവസ്നെസ് ഒക്കെ ഓർക്കുമ്പോൾ വിചാരിക്കും ഇത് പോളിഷ് ചെയ്യാനാണോ അതോ തകർക്കാനാണോ ഞാൻ ഈ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും. ഓക്കെ, ദ യൂസ് ഓഫ് എ മിറർ ഇൻ ദ പ്രൊസീജിയർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഫിയർ ആൻഡ് ഡിസ്കംഫർട്ട്. അത് മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ ഈ പല്ലിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്, അദ്ദേഹം ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു കണ്ണാടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ കണ്ണാടി ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേക്ക് റൈറ്റ് ഉള്ളത് ലെഫ്റ്റും ലെഫ്റ്റ് ഉള്ളത് റൈറ്റും ആയി പോവില്ലേ എന്നൊരു തോന്നൽ. അപ്പോൾ എനിക്ക് പ്രശ്നമില്ലാത്ത പല്ലിലാണോ അയാൾ കൂടുതൽ പണി ചെയ്യുക? ഇതുപോലുള്ള ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് വെച്ചിട്ട് ആ ഒരു ഡെന്റൽ വിസിറ്റ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കാണിച്ചു തരുന്ന ഒരു പോയമാണ് ഇത്, അല്ലേ? ഇൻസ്റ്റാ സ്റ്റോറിയോ, ഇൻസ്റ്റയിലൊക്കെ നമുക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. ഞാൻ മിസ് നോക്കണില്ല, ഞാൻ നോക്കുന്നുണ്ട്, ഇപ്പം നോക്കുന്നുണ്ട്. നമുക്കിത് മെസ്സേജ് മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ പോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. കമൻറ്റ്സിന് റിപ്ലൈ തരുന്നതിനോടൊപ്പം നമുക്ക് പോർഷൻസ് കവർ ചെയ്യണ്ടേ, എക്സാം നല്ല രീതിയിൽ സ്കോർ ചെയ്യണ്ടേ. ഇൻസ്റ്റ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം, അല്ലേ? കാരണം എക്സാം ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. എന്താണ് എന്താ ഇവിടെ? അല്ലാതെ വഴക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഉണ്ണിക്കുട്ടൻ എവിടെയായിരുന്നു? ഉണ്ണിക്കുട്ട മിസ് നോക്കുന്നുണ്ട് കേട്ടോ. ജിഷ്ണു മിസ് ഐഡിയ ഒന്നും തരൂല, ജാടയാണ്. ഞാൻ ഐഡിയ ഒന്നും തരാതെയില്ല, ഞാൻ ഇൻസ്റ്റയിലില്ല, അതുകൊണ്ടാണ് തരാത്തത്. ഓക്കെ, എന്താണ് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും സ്റ്റീവ്. ഇപ്പോൾ നമുക്ക് എക്സാമിന് നമുക്ക് പഠിക്കണ്ടേ, ഫുൾ മാർക്സ് കിട്ടണ്ടേ, എന്നാലല്ലേ ഈ ഇൻസ്റ്റയിലൊക്കെ കയറിയിരുന്ന് നമുക്ക് വെറുതെ സമയം കളയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണം, നിങ്ങൾക്ക് ചില്ല് ചെയ്യേണ്ട സമയം വെറുതെ പഠിച്ച് കളയേണ്ടി വരും. എന്തിനാ വെറുതെ പഠിക്കേണ്ട കുറച്ച് സമയം പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചില്ല് ചെയ്തുകൂടെ സ്റ്റീവ്? പറ, ചാർലി പറ. ഉഫ് മോനെ സീൻ. ഇല്ലടാ, ഇല്ല, ഉണ്ടാകുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ, ഇപ്പം ഇല്ല. സ്റ്റീവ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പഠിക്കണം, അതാണ് സ്റ്റീവ്. മിസ് ഇത് എപ്പോഴാണ് കഴിയുക? ക്വസ്റ്റ്യൻസ് വേണ്ടേ? കഴിഞ്ഞാൽ മതിയോ? യെസ്. Then, the dentist is compared to a female bear, as the Romans called it. There is uncertainty about dentist action, especially when holding the tools like a crowbar and a mirror. Crowbar, അല്ലേ, ഈ വാ തുറന്ന് വെക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ടൂളും ഈ ഒരു കണ്ണാടിയും റൈറ്റും ലെഫ്റ്റും പിടിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പല്ല് എങ്ങനെയാണ് ശരിയാക്കുക, നമ്മുടെ റിഫ്ലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുക, അതുപോലുള്ള പല കോംപ്ലിക്കേറ്റഡ് തോട്ട്സ് ആണ് ഈ ഡെന്റിസ്റ്റിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുക. The poet humorously questions the possibility of the dentist getting mixed up during the procedure, drawing a comparison to the confusion one might experience when using a mirror to tie a bow tie. നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ടൈ കെട്ടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ റൈറ്റിലേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കായിരിക്കും റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോവില്ലേ? പിന്നെയാണോ ഈ ടൂളും ഇതും ഒക്കെ വെച്ചിട്ട് വേറൊരാളുടെ പല്ല് നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറിന് തെറ്റിപ്പോവാതിരിക്കുക? ഏതൊക്കെ രീതിയിലുള്ള കൺഫ്യൂഷനാണ് നമ്മുടെ പോയിട്ട് അനുഭവിക്കുന്നത് ഡെന്റിസ്റ്റിൻ്റെ മുന്നിലിരിക്കുമ്പോൾ. സോ അതാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യെസ്. ആൻഡ് the dentist eventually declares that the procedure is over. However, it's not truly done, as then he covers your entire mouth with a substance. Okay, എല്ലാ പണിയും കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡെന്റിസ്റ്റ് നിർത്തുമ്പോഴായിരിക്കും എന്താ അയാൾ പുതിയതായിട്ടൊരു പുതിയ വൈറ്റ് കളർ സബ്സ്റ്റൻസ് വെച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്യാനും ക്ലീൻ ചെയ്യാനായിട്ടും വരിക. ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലേ. Then, the poet humorously suspects that the substance is typically used to polish a hose off. എങ്ങനെയാണോ ഒരു ഹോസിൻ്റെ ആ ഒരു കുളമ്പ് എന്നൊക്കെ പറയാം, ഹോഫ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലൊരു സബ്സ്റ്റൻസ് എൻ്റെ വായിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. In these lines, the poet comically suggests that the dental visit does not conclude right after the dentist says it's over. നിങ്ങളുടെ ഡെന്റിസ്റ്റ് എപ്പോഴെങ്കിലും ഓക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളതൊരിക്കലും വിശ്വസിക്കരുത്. കാരണം ഇനിയും പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട്. സൂരജ് എവിടെ പോകുന്നു? അവിടെ നിൽക്കട്ടോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമോ? അത് നമുക്ക് ചിലപ്പം സെക്കൻഡ് ടേം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് വരും എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ പണി പാളി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളെല്ലാം ഈക്വലായിട്ട് കവർ ചെയ്തിട്ട് പോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഇനിയുള്ള ട്രിക്ക് ഞാൻ മെയിൻലി വരുന്നുണ്ട്. ജസ്റ്റ് 5 minutes more. Instead, there is an additional step where a substance likened to something used for shining a hose off is applied to the entire mouth. Then, after the dental procedure, you stand up thinking it's finally over, a one-time experience. ഇത് കഴിഞ്ഞു അല്ലേ, വന്നു, ഇനി വരേണ്ട
വരേണ്ട ആവശ്യമില്ല, എത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ശരി ഇനി എനിക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ട് പോകുമ്പോഴായിരിക്കും എന്താണ് ഹി ആക്ച്വലി സജസ്റ്റ് us to visit him after 3 months. ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ 3 മാസം കഴിയുമ്പോൾ ഇനിയും വരണം, അല്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ വെറുതെ ആകും എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഡയലോഗ് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യം തകരും അല്ലേ. The poet humorously reflects on the irony that people have to visit the dentist regularly to maintain good dental health, primarily to avoid going to the dentist. നമ്മൾ മെയിൻ ആയിട്ടും what is the main reason that we frequently visit dentist എന്ന് പറയുന്നത്, ശരിക്കും നിങ്ങൾക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഓരോ 3 മാസവും പോയി നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണുന്നത്. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ആക്ഷേപം സത്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Yes. In these lines, the poet explores the amusing irony that people need to see the dentist regularly to keep their teeth healthy, even though the primary motivation for having healthy teeth is to avoid frequent visit to the dentist. The poem captures the cyclical nature of dental care. ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. നമ്മുടെ ആ ഒരു ഹെൽത്ത്, ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബേസിക് ഫാക്ടേഴ്സ് ദാറ്റ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് റെഗുലറായിട്ട് ഡെന്റൽ വിസിറ്റ് നടത്തുന്നത്. ഓക്കെ, യെസ്. വിഷ്ണു, എന്തിനാണ് നമ്മൾ വേറെ ന്യൂസൊക്കെ നോക്കുന്നത്? നമുക്കിത് പഠിക്കാം. ക്ലാസ് ഇല്ല, മോർണിംഗിൽ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. പബ്ലിക് എക്സാമിന് ബൂസ്റ്റർ സെക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും. യെസ്, ജിഷ്ണു പറഞ്ഞ പോലെ ചാർജിലിട്ട് കാണ്. ഫോർ എവറി പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ അല്ലേ ജിഷ്ണു? യെസ്, സെറ്റാണ്. ദെൻ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ആർ കെ നാരായണൻ്റെ ഒരു സ്റ്റോറിയാണ്, ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള സ്റ്റോറിയാണ്. ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? യൂനസ് ആണോ? ഈ മിസ് എന്നെ മൈൻഡ് ആക്കുന്നില്ല, സോറി. നമ്മൾ പെട്ടെന്ന് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി പോകാനായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ, അതുകൊണ്ട് വിട്ടുപോയതാ. സോറി കേട്ടോ, നിന്നെ മൈൻഡ് ചെയ്യാതെയൊന്നുമില്ല യൂണിസ്. യെസ്, എല്ലാ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 1 തൊട്ട് ലാസ്റ്റ് വരെ വരുന്ന യൂണിസ് ആൻസർ കൊടുത്തത് ഞാൻ കണ്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അതാണ് ഡിസിപ്ലിൻ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഇതിൽ മെയിൻ തീമായിട്ട് വരുന്നത്. എക്സാമിൻസ് ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പേരൻസ്. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു കുട്ടിയും ട്യൂഷൻ ടീച്ചറും തമ്മിലുള്ള സ്റ്റോറിയാണ്. കുറച്ച് എന്താണ് ലുക്കുണ്ടെന്നും പറഞ്ഞ് എന്താ ഇങ്ങനെ, അതൊക്കെയാണോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത്? നമ്മൾക്ക് പഠിക്കേണ്ടതല്ലേ, നമുക്ക് എക്സാം പഠിക്കണം, നമുക്ക് ഫുൾ മാർക്സ് കിട്ടണം. അതല്ലേ യൂണിസ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, അല്ലേ ചാർലി? അല്ലേ, നമുക്ക് പഠിക്കണ്ടേ, ഫുൾ മാർക്ക് കിട്ടണ്ടേ, ഫുൾ A+ കിട്ടണ്ടേ? പറഞ്ഞു കൊടുക്കു ചാർലി. യെസ്, അതെ ജിഷ്ണു, ഇതൊക്കെ എങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നു? നമുക്ക് പഠിക്കണ്ടേ എക്സാം, അതല്ലേ? ജിഷ്ണുവിൻ്റെ ആ ഡിറ്റർമിനേഷൻ കാണും എല്ലാവരും. ദെൻ പവർ സ്ട്രഗിൾ, യെസ്, മെയിൻ എന്ന് പറയുന്നത് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ട്യൂഷൻ ടീച്ചർ ആസ് വെൽ ആസ് എ കിഡ്. ഈ കിഡ് എന്ന് പറയുന്നത് കുറച്ച് എന്താണ് കുസൃതി കുടിക്കായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം ആൻഡ് ദിസ് പേരൻസ് എന്ന് പറയുന്നത് ഇസ് വെൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആൻഡ് ദേ ഡോണ്ട് ഹാവ് ടു ഹേർട്ട് ദിസ് ചൈൽഡ്, അല്ലേ? ഈ ഒരു കുട്ടി ഒരു രീതിയിലും നമ്മൾ എന്താണ് ഫ്രൈറ്റൻ ചെയ്യാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല, സങ്കടപ്പെടുത്താൻ പാടില്ല. ആ ഒരു രീതിയിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പേരൻറ്റിങ് മെത്തേഡ്സ് കാണിക്കുന്ന ഇതും കൂടിയാണ്. സൂരജ് പറയുന്നുണ്ട് മിസ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഓക്കെ അവനാക്കിയതാ മിസ്. പിന്നെ എനിക്കറിയില്ലേ സ്റ്റീവ്? അതേലോ. ഓക്കെ, യെസ്, നമുക്കിത് പറയാം അല്ലേ. ദെൻ പേരൻ്റൽ എക്സ്പെക്ടേഷൻ എംഫസൈസസ് ഹൈ എക്സ്പെക്ടേഷൻ ഫോർ ദ ചൈൽഡ്സ് അക്കാഡമിക് സക്സസ് ക്രിയേറ്റിംഗ് പ്രഷർ. ആ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഫുൾ മാർക്സ് കിട്ടണം, പക്ഷേ അവനെ വേദനിപ്പിക്കരുത്, പേടിപ്പിക്കരുത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന പേരൻസിൻ്റെ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്. കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ എക്സ്പ്ലോസ് കോൺഫ്ലിക്റ്റ് അറൈസിംഗ് ഫ്രം ഫ്രസ്ട്രേഷൻ ആൻഡ് റിഫ്യൻസ് റിസോൾവ് ത്രൂ ദ ടീച്ചേഴ്സ് അറ്റംപ്റ്റ്സ് ആൻഡ് റെക്കൺസിലിയേഷൻ. സോ ഇവിടെ ടീച്ചറിൻ്റേതായിട്ടുള്ള ഒരു ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. പവർ എവിടെയാണ്? സ്റ്റുഡൻറ്റിനാണ് പവർ വരുന്നത്. ടീച്ചർ അറിയാതെ ഒരു ക്രൈം ചെയ്തു പോകുന്നു, നോയിങ്ലി മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ടപ്പേന്ന് പറഞ്ഞ ഒരു അടി വെച്ച് കൊടുക്കുകയാണ് ടീച്ചർ ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടി എന്താണ് ആ ഒരു ക്രൈമിന് പണിഷ്മെൻറ്റ് പോലെ കുട്ടിയുടെ അടുത്ത് ഞാൻ ഇപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ബിക്കോസ് ദാറ്റ് ഇസ് സ്ട്രിക്റ്റ് ഓർഡർ ഫ്രം ഹേഴ്സ് പാരൻസ് ദാറ്റ് യു ഷുഡ് നോട്ട് മേക്ക് ഹിം യു ഷുഡ് നോട്ട് ഹേർട്ട് ഹിം എന്നുള്ളൊരു സ്ട്രിക്റ്റ് ഇതുണ്ട്. കാരണം ജസ്റ്റ് ബിക്കോസ് ആ ഒരു ലൈഫിന് വേണ്ടിയിട്ട്, ആ ഒരു ലിവിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കഷ്ടപ്പാട് ശ്രദ്ധിച്ച് ഈ ടീച്ചർ അവിടെ നിൽക്കുന്നത്. ഓക്കെ, യൂനിസ് പറഞ്ഞിട്ടുണ്ട് തീരുന്നവരെ കണ്ടോളാന്ന്. വെരി ഗുഡ്. സോ ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് ഡിസ്പൈറ്റ് മൊമെന്റ്സ് ഓഫ് ഇന്നസെൻസ് എമിക് അക്കാഡമിക് പ്രഷർ സീൻ ഇൻ ദ ബോയ്സ് എൻജോയ്മെൻറ്റ് ഓഫ് പ്ലേ ആൻഡ് സ്റ്റോറി ടെലിംഗ്. കുറച്ച് കുസൃതി കുടിക്കുകയാണെങ്കിലും ആ ഒരു കുട്ടികളിലുള്ള ആ ഒരു ഇന്നസെൻസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഡെൽസ് ഇൻ ടു ദ കോംപ്ലക്സ് ഡൈനാമിക്സ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ബോയ് ഇൻക്ലൂഡിംഗ് കോൺഫ്ലിക്റ്റ് ആൻഡ് അക്സെപ്റ്റൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സോ അവസാനം അവരൊരു മ്യൂച്വൽ കോംപ്രമൈസിലെത്തുകയാണ് അല്ലേ. പേരൻസിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല,
എന്താണ് പേരൻസിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യില്ല, നാളെ മുതൽ നല്ല കുട്ടി ആയിക്കോളാം, അടിച്ചത് അവനും പറയില്ല, ടീച്ചറിനെ ഇത്രയിട്ട് വട്ടം ചുറ്റിച്ചത് ടീച്ചറും പറയില്ല എന്നുള്ളൊരു മ്യൂച്വൽ കോംപ്രമൈസ്. ഹ്യൂമർ ആൻഡ് സർക്കാസം യൂട്ടിലൈസസ് ഹ്യൂമർ ആൻഡ് സർക്കാസം ടു ക്രിയേറ്റ് അബ്സർഡ് സിറ്റുവേഷൻസ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സ്റ്റോറി സ്റ്റോൺ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്. ദെൻ പേരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് സിഗ്നിഫൈസ് ദ റോൾ ഓഫ് പേരൻസ്. ഒരു കുട്ടിയുടെ മെൻ്റൽ ഫിസിക്കൽ സ്ട്രെങ്തിന് പേരൻസിൻ്റെ റോൾ എത്രത്തോളമാണ്, അവർക്ക് ടീച്ചേഴ്സിന് മാക്സിമം വാല്യൂ കൊടുക്കണം അവർക്കും, ബിക്കോസ് ദേ ഓൾസോ ഹാവ് എ റോൾ ഇൻ മേക്കിംഗ് ദം എ ബിഗ് ഇൻഡിവിജ്വൽ എന്നുള്ളത്. ദെൻ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ഹിൻസ് അറ്റ് സൊസൈറ്റൽ പ്രഷേഴ്സ് റിഗാർഡിംഗ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ് ആക്ഷൻസ് ടു മീറ്റ് ദീസ് എക്സ്പെക്ടേഷൻസ്. ആൻഡ് വാട്ട് ഈസ് ദ irony of this story? Incorporates irony where a teacher's action leads to an unconventional form of punishment. പണ്ട് ടീച്ചേഴ്സിന് പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്താണ്, ടീച്ചേഴ്സിന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുമോ? അത്രയും സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനത്തെ ഡയലോഗ്സ് നിങ്ങൾ അടിക്കുമോ അല്ലേ? കാരണം ഇപ്പോൾ ഒരു മ്യൂച്വൽ കോംപ്രമൈസ്, ഇപ്പോൾ കാലം മാറി, പേരൻസിൻ്റെ ആവശ്യം മാറി, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മാറി, ടീച്ചേഴ്സിൻ്റെ പോലുള്ള ആറ്റിറ്റ്യൂഡ് മാറി. സോ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറി. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താണ് വേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർ എ ഗുഡ് റിലേഷൻഷിപ്പ് കോംപ്രമൈസ് വേണം, അക്സെപ്റ്റൻസ് വേണം, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം, സ്നേഹം വേണം, അക്സെപ്റ്റൻസ് വേണം. എന്നാൽ മാത്രമേ അവിടെ ഒരു റിലേഷൻഷിപ്പ്, ഈവൻ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് പോലും നിലനിൽക്കൂ എന്ന് പഠിപ്പിച്ചുള്ള ചാപ്റ്റർ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ബൈ ആർ കെ നാരായൺ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി ഇങ്ങോട്ട് വന്നേ, എല്ലാവരും ഇങ്ങോട്ട് വന്നേ, ഇവിടെ ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് മെയിനായിട്ട് യൂണിറ്റ് 1 ചാപ്റ്റർ തൊട്ട് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് തൊട്ട് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ 3 L's ഓഫ് എംപവർമെൻറ്റ്, എനി വുമൻ, മാച്ച് ബോക്സ്, ഈ 3 ചാപ്റ്റേഴ്സിൽ നമ്മൾ മെയിൻലി വുമൻ ക്യാരക്ടേഴ്സിനെയാണ് ബേസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. കേൾക്കുന്നുണ്ടെന്ന് സ്റ്റീവ് പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വുമൻ റിലേറ്റഡ് ജനറൽ ക്വസ്റ്റ്യൻ, ലൈക്ക് വുമൻ എംപവർമെൻറ്റ്, റോൾ ഓഫ് വുമൻ ഇൻ ദ സൊസൈറ്റി. ദോ വി ലീവ് ഇൻ എ വെരി അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വേൾഡ് ഓർ ഇൻ ദ കണ്ടംപററി സൊസൈറ്റി, ഈവൻ നൗ വി ഫേസ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് അല്ലേ? ഈവൻ വിമൻ ഫേസ് എ ലോട്ട് ഓഫ് ഡിലമ ഇൻ ദെയർ ലൈഫ്. സോ what is the role of education in making them empowered? ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ. കാരണം 3 L's ഓഫ് എംപവർമെൻറ്റ് നമ്മൾ പഠിച്ചാൽ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ഇത് ഡിസ്കസ് ചെയ്തു. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ പോകുന്നതാണ്. പറഞ്ഞു തരാം സ്റ്റീവ്. ഓക്കെ, വരുന്നതാണ്. സ്പീച്ചിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിമൻ എംപവർമെൻറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഓക്കെ, വിമൻ എംപവർമെൻറ്റ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് നോക്കി വെച്ചിട്ട് പോകണം. ഓക്കെ, ഡ്രഗ് അബ്യൂസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെക്നോളജിയുടെ ഇത് എങ്ങനെയാണ് ഡ്രഗ്സിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു അവയർനെസ്, വിമൻ എംപവർമെൻറ്റ്, ഡ്രഗ് അബ്യൂസ് എന്നുള്ള ഈ 2 ടോപ്പിക് ഏത് രീതിയിലും ചോദിക്കാം. റൈറ്റപ്പ് ആവാം, നറേഷൻ ആവാം, ആർട്ടിക്കിൾ ആകാം, സ്പീച്ച് ആകാം, ഡിബേറ്റ് ആകാം. ഓക്കെ, അതല്ലെങ്കിൽ ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലാകാം. ഈ 2 ക്വസ്റ്റ്യൻസ് ഓർക്കണം, കാരണം നിങ്ങൾക്ക് സിലബസ് ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ ആണല്ലോ? നോട്ട് ചെയ്ത് വെക്കുക. ദെൻ പിന്നെ നിങ്ങൾക്കുള്ളത് സ്പീച്ച്. എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതുന്നത്? ഇൻട്രൊഡക്ഷൻ ആദ്യം അഡ്രസ്സ് ചെയ്യണം, ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യണം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നറ്ററീസ് ഓൺ ദ ഡയസ്, അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ആ ഒരു രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വേണം. അല്ലെങ്കിൽ വിമൻ, ഇന്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടോപ്പിക് തരികയാണ്, പ്രിപ്പയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ആ രീതിയിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് രീതിയിലാണ് സ്പീച്ച് ചോദിക്കുന്നെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു അഡ്രസ് ദി ഓഡിയൻസ്. അത് കഴിഞ്ഞതിന് ശേഷം ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഇതാണ് സ്പീച്ചിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടു ഷെഡ് സം ലൈറ്റ് ഓൺ ദ ടോപ്പിക്, അല്ലെങ്കിൽ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടു ഡിസ്കസ് എ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓൺ ദ ടോപ്പിക്. അങ്ങനെ ഒരു രീതിയിൽ ഡയറക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആസ് എ സജസ്റ്റഡ് ഡീലർ എന്താണ്, വളരെ നിങ്ങൾക്കറിയാവുന്ന ഒരു പോയിന്റ്, ഒരു കോട്ട് മെയിൻലി ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു രീതിയിൽ യുണീക്ക് ആക്കാനായിട്ട് നോക്കാം. മെയിൻലി ടോപ്പിക് എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ പറയുക. ടോപ്പിക് എന്താണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് എവിടെ ബോഡിയിൽ വരുന്നത്, ബോഡി ഓഫ് ദ ചാപ്റ്റർ, ബോഡി ഓഫ് ദ സ്പീച്ചിൽ വരുന്നത്. ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് ആണെങ്കിൽ എന്താണ്, ജസ്റ്റ് 1 സെക്കൻഡ്,
യെസ്, ടെക്നിക്കൽ എറർ ഇല്ലല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? ഒന്ന് അറിയിച്ചേ, കാരണം ഇവിടെ ടെക്നിക്കൽ എറർ ഉണ്ടോ എന്നൊരു ഡൗട്ട്, ഒന്ന് അറിയിച്ചേ. ആരൊക്കെയോ പോയി മിസ്സേ, കുഴപ്പമില്ല. യെസ് ഉണ്ട്, ഇരുന്ന് പഠി. യെസ്. അപ്പോൾ എവിടെയാണ് നിർത്തിയത്? ഡീറ്റെയിൽഡ് അനാലിസിസ്. ലൈക്ക് ഇപ്പോൾ വിമൻ എഡ്യൂക്കേഷൻ ആണെങ്കിൽ റോൾ ഓഫ് വിമൻ ഇൻ ദ സൊസൈറ്റിയെക്കുറിച്ച് പറയുക, ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ലൈക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിങ് ദം എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലാക്ക് ചെയ്യുന്നുണ്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എന്താണോ ടോപ്പിക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിട്ട് ബോഡിയിൽ കൊടുക്കുക. ലൈക്ക് ടോപ്പിക്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എക്സെട്ര. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഡ്രഗ് അബ്യൂസ്, ഫോർ ഇൻസ്റ്റൻസ് ഡ്രഗ് അബ്യൂസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, ലൈക്ക് വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ ഡു ടു റെഡ്യൂസ് ദി യൂസേജ് ഓഫ് ഡ്രഗ്സ് അമംഗ് യങ് ചിൽഡ്രൻ, അല്ലേ? എങ്ങനെ വി ക്യാൻ ഗീവ് ദം, വി ക്യാൻ മേക്ക് ദം അവെയർ അബൌട്ട് ഇറ്റ്സ് ആഫ്റ്റർ എഫക്ട്സ്, കണ്ടക്ട് അവെയർനെസ് ക്ലാസ്സസ്, അങ്ങനെ ഗവൺമെൻറ് ഷുഡ് എൻഫോഴ്സ് ന്യൂ സ്ട്രിക്റ്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. ആ ഒരു രീതിയിൽ പോസിബിൾ ആയിട്ടുള്ള പോസിബിൾ സൊല്യൂഷൻസും കൂടെ പറഞ്ഞിട്ട് we should stand together, അല്ലെങ്കിൽ let's hold our hands together for the betterment of the society, and by following it we can make this planet, അല്ലെങ്കിൽ we can make this space a nicer place to live for our young generation എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നൈസ് ആൻഡ് കൈൻഡ് ആയിട്ട് ആ ഒരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്പീച്ചിൻ്റെ കാര്യമാണെങ്കിൽ അഡ്രസ്സ് ചെയ്യുക ഓഡിയൻസിനെ, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്താണോ ടോപ്പിക് അതെന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് സെക്കൻഡ് പാരഗ്രാഫിൽ വേണ്ടത്. ആ സെക്കൻഡ് പാരഗ്രാഫിൽ അതിൻ്റെ ടോപ്പിക് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനുശേഷം ലെറ്റ്സ് വർക്ക് ടുഗെദർ, അല്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാൻഡ് ടുഗെദർ, ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ് ടുഗെദർ ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദി സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ കൈൻഡ് ആൻഡ് പോസിറ്റീവ് ഒപ്റ്റിമിസ്റ്റിക് രീതിയിൽ എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദിസ് ഈസ് ഹൗ യു നീഡ് ടു റൈറ്റ് എ സ്പീച്ച്. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ ലെറ്റർ റൈറ്റിംഗ് ഏതൊക്കെ രീതിയിലുണ്ട്? ഫോർമൽ റൈറ്റിംഗും ഉണ്ട്, ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനും ഉണ്ട്. ഇൻഫോർമൽ നമ്മൾ എപ്പോഴാണ് എഴുതുന്നത്? പേരൻസിന്, റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന്, അങ്ങനെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ് നമ്മൾ ഇൻഫോർമൽ എഴുതുക. അതേസമയം ഫോർമൽ ആണെങ്കിൽ എന്താണ്? മെയിൻലി ലെറ്റർ ടു ദി എഡിറ്റർ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ റൈറ്റ് ലെറ്റർ ടു ദ പോലീസ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ലെറ്റർ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാത്തത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർമൽ ലെറ്ററിൻ്റെ കാര്യത്തിൽ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഫ്രം എഴുതണം അല്ലേ, ഡേറ്റ് എഴുതണം, ടു എഴുതണം, ദെൻ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് എഴുതുക. ദെൻ സർ ഓർ മാഡം പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് എഴുതേണ്ട കാര്യം എന്താണോ, ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ഇത്രയുമായിട്ട് നിങ്ങൾ അത് എഴുതിയതിന് ശേഷം ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യുവർ സൈഡ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് റിഗാർഡ്സ് പറഞ്ഞ് നെയിം എഴുതിയാൽ ഫോർമൽ ലെറ്റർ ആകും. ഓക്കെ. ദെൻ ഇൻഫോർമൽ ലെറ്റർ എന്നറിയാം, ഫ്രം ഇത് മതി, ഡേറ്റ് ഇത് സബ്ജക്റ്റും ഒന്നും വേണ്ട, ടു പറഞ്ഞിട്ട് വളരെ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് കാര്യം എഴുതുക. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസ് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം നിങ്ങൾ പോയി റെഫർ ചെയ്യണം. ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ദാറ്റ്സ് വാട്ട് അബൌട്ട് ദിസ്. ഫോർമൽ ലെറ്റർ ആണെങ്കിൽ ഇതുപോലെ എൻ്റെ കംപ്ലയിൻറ്റ് ലെറ്റർ ഫയൽ ചെയ്യാനായിട്ട് ചോദിക്കാം. ലെറ്റർ ടു ദി എഡിറ്റർ മെയിൻലി ലെറ്റർ ടു ദി എഡിറ്റർ ആണ് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത്. ആ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അടുത്തത് എന്താണ്? ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫോർമാറ്റ് എന്താണ്? ഫ്രം ഉണ്ട് അല്ലേ? ഫ്രം എന്നുള്ളത് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതല്ല. ദെൻ ടു ഉണ്ട്, സി സി ഉണ്ട്, ബി സി സി ഉണ്ട് അല്ലേ? ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. മിസ് ഫുൾ സൗണ്ട് ഇട്ടിട്ടും കുറവാണ്. എല്ലാവർക്കും അങ്ങനെയാണോ? ആണോ പ്രിനു? സൗണ്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ അല്ലേ? സൗണ്ട് ഉണ്ടല്ലോ. ബാക്കി എല്ലാവരും ഒന്ന് അറിയിക്കണേ. യെസ്. ടു അഡ്രസ്സ് എഴുതുക,
സബ്ജക്റ്റ് CC എഴുതുക, BCC എഴുതുക, സബ്ജക്റ്റ് എഴുതുക. അഡ്രസ്സ് എഴുതുമ്പം ഈ bc@gmail.com എന്നുള്ള കാര്യം ആ ഒരു രീതിയിൽ വേണം അഡ്രസ്സ് എഴുതാനായിട്ട്. ലെറ്റർ എങ്ങനെയാണോ എഴുതുന്നത് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റേജാണ് എന്ത് ഇമെയിൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോമാറ്റ് മാത്രം നോക്കിയാൽ മതി. ഇമെയിൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ക്ലാസ് ഓൾറെഡി എടുത്തതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ഒരു രീതിയിലാണ് ഇമെയിലാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണെങ്കിലും എസ്സേ ആണെങ്കിലും എന്താണ് ഹെഡിങ് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ജനറൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആർട്ടിക്കിൾ റൈറ്റിംഗ് വരിക. ചിലപ്പോൾ റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ ആയിരിക്കും. ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്ക്, കാരണം ചിലപ്പോൾ ഒരു റൈറ്റപ്പ് എന്നുള്ള രീതിയിൽ ഒരു 4 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം സാധനം സെയിം ടോപ്പിക് എസ്സേയിലേക്ക് വരുമ്പോഴത്തേക്ക് 8 മാർക്സ് ആവും. സോ വെയിറ്റേജ് നോക്കിയിട്ട് വേണം നിങ്ങൾ എത്രത്തോളം എഴുതണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണ് ബട്ട് കുറവാണ്. ആണോ? ഞാൻ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. സൗണ്ട് കുറവാണ്. സൗണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണെന്ന്. ഇവിടെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സൗണ്ട് ഉണ്ട്. ഒന്ന് നോ സൗണ്ടാണോ അതോ ഓക്കെ ആണെന്നാണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ 2 രീതിയിൽ പഠിച്ചു. എന്താണ് വലിയ കുഴപ്പമില്ല സൗണ്ട് ബട്ട് ഫുൾ വോളിയം ആണ്. ഓക്കെ, എന്താണെങ്കിലും സൗണ്ട് ഉണ്ടെന്ന് ജിഷ്ണു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിൽ 2 രീതിയിലാണ് ചോദിക്കുക. ഒന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, മറ്റേത് ലൈവ് TV റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താണ്? ന്യൂസ് പേപ്പറിൽ വരുന്നതാണ്, റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലൈവായിട്ട് നമ്മൾ TV ചാനൽസിൽ കാണാറില്ലേ, ന്യൂസ് പേപ്പറിൽ വരുന്നത് പോലെ ആയിരിക്കില്ല ലൈവ് TV ചാനലിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ട് വേണം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ടോപ്പിക്ക് വേണം. ടോപ്പിക് എന്ന് പറയുന്നത് ഹെഡിങ് വളരെ ക്ലിയർ ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം. പിന്നെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റെന്നോ സ്റ്റാഫ് റിപ്പോർട്ടറിനോ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ എഴുതുക. ആരാണ് എഴുതുന്നത് എന്നുള്ളത് പറയുക. ദെൻ ടൈം അല്ലെ, പ്ലേസും ഡേറ്റും എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് ഫോർമാറ്റിൽ ഓർക്കേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് വിച്ച് ഇസ് നോൺ ആസ് ലീഡ് വി ഷുഡ് കണ്ടെയ്ൻ ആൻസേഴ്സ് ടു 5 Ws and 1 H. ഇതൊക്കെ എത്ര വട്ടം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് കണ്ടവർക്കറിയാം. നമ്മുടെ അവസ്ഥ ഫുൾ ശോകമാകാൻ എന്താണ് ഞാൻ ഫസ്റ്റ് നല്ലൊരു ഡിപ്രഷൻ. എന്താണ് ഇവിടെ ഡിപ്രഷൻ സ്റ്റോറീസ് ഒന്നും ഇല്ല. നമുക്കിവിടെ ശ്രദ്ധിച്ചേ, വേഗം ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ 5 Ws 1 H, വാട്ട്, വെയർ, വൈ, വെൻ, ഹൂ ആൻഡ് ഹൗ എന്നുള്ളതിന് ആൻസർ കണ്ടെയ്ൻ ചെയ്യണം ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇത്രയുമാണെങ്കിൽ നിങ്ങളുടെ ന്യൂസ് പേപ്പർ എന്താണ്, സെറ്റാണ്. അതിൻ്റെ ബോഡി ആയിട്ട് വരുന്നത് ഇതിൻ്റെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, മെയിൻലി റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ലൈക്ക് എന്തെങ്കിലും ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു, ആ ഒരു സെമിനാറിന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ബേസ് ചെയ്തിട്ട് വരുന്നത്. അതേപോലെ റിപ്പോർട്ടിങ് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റിമെമ്പർ ദ പോയിന്റ് ദാറ്റ് ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ അല്ലേ, അത് ഓൾറെഡി സംഭവിച്ച കഴിഞ്ഞ കാര്യമാണ്. സോ പാസ്റ്റ് ടെൻസിലായിരിക്കണം. ദിസ് പ്രോഗ്രാം വാസ് കണ്ടക്ടഡ് ഓർ വാസ് ഹെൽഡ് ഓൺ, ആ ഒരു രീതിയിൽ വേണം എഴുതാൻ. റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പം എക്സ്ട്രാ പോയിന്റ് ആയിട്ട് എഴുതിയതാണ്. ഓക്കെ, ഇവിടെ തകർത്ത് ഡിപ്രഷൻ സ്റ്റോറീസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിവേയ്സ് ക്ലാസ്സും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? അപ്പം ഇങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതേസമയം ഒരു ലൈവ് TV റിപ്പോർട്ട് ആണെങ്കിൽ എന്താണ്, അത് റിട്ടൺ ഡോക്യുമെൻ്റ് അല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റിപ്പോർട്ടർ വിറ്റ്നസ് ചെയ്യുന്ന കാര്യത്തെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അയാളുടെ ഇമോഷൻസും എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഫീലിങ്സും എല്ലാം ആ വേർഡ്സിൽ ഡയറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അതുകൊണ്ട് ഭയങ്കര ഫോർമൽ ലാംഗ്വേജ് ആണോ എന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് ഭയങ്കര ഇൻഫോർമൽ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ആ ഒരു ഇമോഷൻസും ഫീലിങ്സും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ഫോർ എക്സാമ്പിൾ വി ആർ ഹിയർ, അല്ലെങ്കിൽ എന്തിനാണ് എവിടെയാണ് നിങ്ങൾ ഉള്ളതെന്ന് ബേസ് ചെയ്തിട്ട് ഐ ആം ഹിയർ അറ്റ് ദിസ് പ്ലേസ്, എവിടെയാണോ ആ ഒരു സ്ഥലത്ത് പറയുക. അല്ലെങ്കിൽ മൈ നെയിം ഇസ് പീറ്റർ ആൻഡ് ഐ ആം ദ കറസ്പോണ്ടൻറ്റ്, സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ഓഫ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ ആൻഡ് ടുഡേ ആസ് വി ക്യാൻ സീ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണോ ലൈവായിട്ട് നിങ്ങളൊരു TV റിപ്പോർട്ട് കാണുക അത് ഡയറക്റ്റ് ആയിട്ട് പറയുക. നിങ്ങളുടെ ഇമോഷൻസും ഫീലിങ്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പഠിക്കുന്നവർ പഠിക്കുന്നുണ്ട് മിസ്സേ. അപ്പം നീയോ സ്റ്റീവോ? യെസ്, ചാർലി പറയുന്നുണ്ട് സ്റ്റഡി എന്നുള്ളത്. യെസ്, സ്റ്റഡി. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് ഓൾസോ ഇൻ ദ ലൈവ് TV റിപ്പോർട്ട് എന്നുള്ളത്. അത് നിങ്ങൾ നോക്കണം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഫോർമാറ്റ് ശ്രദ്ധിക്കുക, ടോപ്പിക്ക് കൊടുക്കുക, സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ TV റിപ്പോർട്ട് എന്ന് കൊടുത്തതിന് ശേഷം പ്ലേസും ഡേറ്റും, കോളൻ, ഫസ്റ്റ് പാരഗ്രാഫ്,
സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ് എന്നുള്ളത് 5Ws 1S സിമ്പിൾ ട്രിക്കാണ്. ആർക്ക്, എങ്ങനെ, എവിടെ, എന്താണ് സംഭവിച്ചത് അല്ലേ, അതിന് ആൻസർ കൊടുക്കുന്ന രീതിയിൽ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, അതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനാണ്, റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് പാരഗ്രാഫ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുന്നത്. എസ്സേ ആസ് യു നോ സ്പീച്ചിൻ്റെ തന്നെ അല്ലേ, സ്പീച്ചിൻ്റെ തന്നെ ഫോർമാറ്റാണ്. പക്ഷേ എന്താണ്, അഡ്രസ്സ് ചെയ്യേണ്ട, നിങ്ങൾ ആരെയും അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ക്യാച്ച് ആൻഡ് ടു ദ പോയിന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൊടുക്കുക. 8 മാർക്സ് ആയിരിക്കില്ലേ. സോ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ അത് വേണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ആ ഒരു ഇത് വായിക്കുമ്പോൾ ക്യാച്ച് ആയിരിക്കണം. അതിനെ ബേസ് ചെയ്ത് വേണം നമ്മുടെ സെക്കൻഡിലേക്കും തേർഡിലേക്കും പാരഗ്രാഫിലേക്ക് പോവാൻ. ഇതൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സും 2 days മുന്നേയുള്ള ക്ലാസ് നമ്മൾ ഇൻക്ലൂഡിങ് എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ ബ്ലർബ് ചോദിച്ചത് ആരൊക്കെയാണ്? ആരാണ് ബ്ലർബ് ചോദിച്ചത്? വാട്ട് ഡു യു മീൻ ബൈ എ ബ്ലർബ്? ഒരു ബുക്ക് എടുക്കുമ്പം ആ ഒരു ബുക്കിൻ്റെ ലാസ്റ്റ് കവർ പേജിൽ തന്നേക്കുന്ന ഡീറ്റെയിൽസിനെയാണ് ബ്ലർബ് എന്ന് പറയുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്ലർബിന് ഒരു സ്പെഷ്യൽ ഫോർമാറ്റ് ഇല്ല. കാരണം നിങ്ങളൊരു ലൈബ്രറിയിൽ ചെന്ന് ഒരു 3 ബുക്സ് എടുക്കുകയാണെങ്കിൽ ആ 3 ബുക്സിൻ്റെയും ബാക്കിലെ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലതെന്ന് പറയുന്നത് ആ ഒരു ഓഥറിനെ കുറിച്ചായിരിക്കും, ചിലത് ഈ ഒരു ബുക്കിനെ കുറിച്ച് ഓൾറെഡി വന്നിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും, മറ്റേതെന്ന് പറയുന്നത് വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് ചിലപ്പോൾ സമ്മറി മാത്രമായിരിക്കും. ഇതിനെ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇല്ല. പക്ഷെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ബ്ലർബ് എഴുതുമ്പോൾ എന്താണ് ഇതിൻ്റെ സമ്മറി. ഓക്കെ, ആരാണ് എഴുതിയത്, ഓഥറിനെ കുറിച്ച്, സ്റ്റോറിയെക്കുറിച്ചാണെങ്കിൽ സുധാമൂർത്തിയുടെ ഹൊറഗലൂനൊരു ബ്ലർബ് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൂ ഇസ് സുധാമൂർത്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. സുധാമൂർത്തിയെക്കുറിച്ച് അറിയാവുന്ന ഒരു 1 to 2 സെൻറ്റൻസ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. ദെൻ ദ സമ്മറി ഓഫ് ദ സ്റ്റോറി, വാട്ട് ഈസ് ദ നീഡ് ഓഫ് എ ഹ്യൂമൻ ഹൊറഗല്ലു, കുറച്ച് ക്യാച്ച് ആകാനായിട്ടും ദ നീഡ് ഓഫ് ഹ്യൂമൻ ഹൊറഗല്ലൂസ് ടുഡേയ്സ് നെസസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് പറ്റും. കാരണം ഒരു കാര്യം മാത്രം ഓർക്കുക, ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം അത് ഫുൾ വായിച്ചിട്ടല്ല നമ്മളത് വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ബാക്ക് കവർ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് വാങ്ങണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. അതെന്താണ്, അപ്പോൾ അത്രത്തോളം ക്യാച്ചി ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. സിമിലർലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നിങ്ങൾ ബ്ലർബ് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓഥറിനെ കുറിച്ച് എഴുതുക, ഇതിൻ്റെ തീം ഓഫ് ദ സ്റ്റോറി എന്താണെന്ന് എഴുതുക, ആൻഡ് യുവർ വ്യൂ പോയിന്റ്. What is the need of, for example, സുധാമൂർത്തിയുടെ ഹൊറഗലു ആണെങ്കിൽ what is the need of the these human ഹൊറഗലൂസ് in the present day society എന്നുള്ള നിങ്ങളുടെ വ്യൂ പോയിന്റ് കൂടെ എഴുതാനായിട്ട് ശ്രമിക്കുക. ബ്ലർബിൻ്റെ ഫോർമാറ്റാണ് ഞാൻ പറഞ്ഞത്. ഹെഡിങ് കൊടുക്കുക, നിങ്ങളുടെ പോയിന്റ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് പറയുക. ബ്ലർബിനെ കുറിച്ചൊക്കെ സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ബ്രോ ഗിവ്സ് എ മോട്ടിവേഷൻ. മിസ്സേ പഠിക്കാൻ തോന്നുന്നില്ല എന്നോ ഈ എക്സാമിൻ്റെ സമയത്തോ? പഠിക്കാൻ തോന്നുന്നു, ഇപ്പം പഠിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാടാ പഠിക്കുക? അതും കൂടി എന്ന് പറഞ്ഞേ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതാണ് പറഞ്ഞത്. അതാണ് പഠിക്കണമെങ്കിൽ പഠിക്കണ്ട, പക്ഷേ പഠിച്ചേ പറ്റുള്ളൂ. പഠിച്ചാലല്ലേ നമുക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയം ഒന്ന് ഓർത്താൽ മതി. നല്ല മാർക്കുള്ളപ്പോഴും നല്ല മാർക്ക് ഇല്ലാത്തപ്പോഴും ഉള്ള ഒരു അവസ്ഥ മാത്രം ആലോചിച്ചാൽ മതി, തനിയെ പഠിച്ചോളും. സോ ബ്ലർബ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോർമാറ്റായിട്ടല്ല തന്നിട്ടുള്ളത്. ഹെഡിങ് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നോക്കുക. എക്സാമ്പിൾ ഹൊറഗലു ആണെങ്കിൽ ദ നീഡ് ഓഫ് ഹ്യൂമൻ ഹൊറഗലൂസ് ഇൻ അവർ ലൈഫ് ടുഡേയ്സ് നെസസിറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുക. ദ ഓഥർ, ദെൻ തീം ഓഫ് ദ പോയം, യുവർ വ്യൂ പോയിന്റ് ഒക്കെ ആണെങ്കിൽ ബ്ലർബ് സെറ്റ് ആണ്. ദെൻ ബ്ലോഗ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ വ്ലോഗ് ആൻഡ് എ ബ്ലോഗ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ അറിയാം. ബ്ലോഗ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എനിവേ ബ്ലോഗ് എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലേ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് ജനറലായിട്ട് എസ്സേ തന്നെയാണ് സംഭവം. പക്ഷേ നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുന്നതാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ വ്ലോഗായി മാറും. അതല്ല, ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന റിട്ടൺ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് ബ്ലോഗായി മാറും. അതെങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആക്കുക? യൂഷ്വലി വെബ്സൈറ്റ് ആകുമ്പോൾ കളർഫുൾ ആയിരിക്കും, ടെക്നോളജി യൂസ്
ചെയ്ത് കളർ വേരിയൻസ് യൂസ് ചെയ്ത് നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. പക്ഷേ എക്സാമ്പിൾ നമുക്ക് ഈ മോഡുലേഷൻസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം യൂസേജ് ഓഫ് ദിസ് വേർഡ്സ് അല്ലേ, വേർഡ്സ് വെച്ചിട്ട് അത് നമ്മൾ അതിഗംഭീരമാക്കുകയാണ് വേണ്ടത് ബ്ലോഗ് എഴുതുമ്പോഴത്തേക്ക്. ആദ്യം എങ്ങനെയാണ് ജനറൽ ടോപ്പിക്കിനെ വെച്ചിട്ട് നമുക്ക് എന്തും എഴുതാം. ദെൻ ടോപ്പിക്കൊക്കെ ഓരോന്നിൻ്റെയും ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ ഫോമാറ്റും എക്സാമ്പിളും തന്നിട്ടുണ്ട് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. സോ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് എന്തായിരുന്നു, ചാപ്റ്റർ ബൈ സമറി വേണമെന്നായിരുന്നു. ചാപ്റ്റർ ബൈ സമറി വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ എങ്ങനെയായി, അപ്പം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആൾക്കാരുടെ നീഡ്സും സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നവരുടെ നീഡ്സും മാറിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇതിനെല്ലാം ആൻസേഴ്സ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി ചെക്ക് ചെയ്യേണ്ടി മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടോ. ഷസിൽ ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ദെൻ അപ്പോൾ ബ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹെഡിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ എഴുതുന്ന ആളുടെ പേരും ഡേറ്റും. ഓക്കെ, അതാണ് ബ്ലോഗിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഹെഡിങ് കൊടുക്കുക, എഴുതുന്നത് പീറ്റർ എന്നുള്ളതാണെങ്കിൽ പീറ്റർ കൊടുത്തിട്ട് കോമ ഇട്ടതിന് ശേഷം 25 നവംബർ 2024 ഈ ഒരു ഫോമാറ്റിൽ എഴുതിയതിന് ശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതുന്നതാണ് എന്ത് ബ്ലോഗ് എന്ന് പറയുന്നത്. നമ്മൾ വെബ്സൈറ്റ് നോക്കി എങ്ങനെയാണോ നമുക്കൊരു കാര്യം വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്, അതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആൻസർ ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ വേർഡ്സ് വെച്ചിട്ട് ക്രിയേറ്റീവ് ലാംഗ്വേജിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, യെസ്, ആ ഒരു രീതിയിൽ വേണം ബ്ലോഗും എഴുതാനായിട്ട്. റൈറ്റപ്പും നറേഷനും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. റൈറ്റപ്പ് ആണെങ്കിലും നറേഷൻ ആണെങ്കിലും എസ്സേ ആണെങ്കിലും എന്താണ് ജനറൽ ടോപ്പിക് ആയിരിക്കും. അതിനൊരു ഹെഡിങ് കൊടുക്കുക, കാര്യങ്ങൾ എഴുതുക, അതിൻ്റെ വെയിറ്റേജ് മാർക്ക് എത്രയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എത്ര പേജസ് വേണം. 4 മാർക്സിനുള്ളതാണെങ്കിൽ എന്താണ് ഇത്രയും മതിയാവില്ലേ, ഒരു പേജിൻ്റെ കുറച്ച് 3/4 ഭാഗമായിട്ട് മതിയാകും. സോ അതിനെ ബേസ് ചെയ്തിട്ട് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ പ്രൊഫൈൽ റൈറ്റിംഗ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് എല്ലാം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ആ ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. സോ മാക്സിമം അത് യൂസ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കുക. ഇഫ് യു നോ ദാറ്റ് പേഴ്സൺ വെരി വെൽ, എക്സ്ട്രാ ഇതിൽ തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫോർമേഷനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇഫ് യു ആർ 100% ഷുവർ അബൌട്ട് ദാറ്റ് ഫാക്ട്, അതിൻ്റെ അക്യുറസി അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു അഡീഷണൽ പോയിന്റ്സ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് തന്നെ എലോബറേറ്റ് ചെയ്തിട്ട് നല്ല ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്താൽ മതിയാകും. സ്റ്റാർട്ടിങ് ഫ്രം ബർത്ത് ഉണ്ടാകും, ഏത് ഫീൽഡിലാണ്, ലൈക്ക് എന്തൊക്കെയാണ് ഓൾമ മേറ്റർ എന്നുള്ള ഡിസ്കഷൻ, അതായത് സ്കൂളിംഗ് ഉണ്ടാകും, കോളേജ് ഉണ്ടാകും, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാകും, ഏത് ഫീൽഡിലാണ് കറണ്ടായിട്ട് വർക്ക് ഉള്ളത്, ദെൻ അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ എന്തൊക്കെയാണ്, ഇപ്പം എന്തെങ്കിലും ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഡെത്ത് എങ്ങനെയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. സോ അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എഴുതേണ്ടി വരില്ല. ബട്ട് ഇഫ് യു ആർ 100% ഷുവർ അബൌട്ട് ദ അഡീഷണൽ ഡീറ്റെയിൽസ് ദാറ്റ് യു ഹാവ്, ദെൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇല്ലാത്ത കാര്യങ്ങൾ ഗസ് ചെയ്തിട്ടുള്ള മാർക്ക് കുറയ്ക്കാനായിട്ട് നോക്കരുത്. ഓക്കെ, അത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ അല്ലേ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. ദെൻ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി പലവട്ടം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ചാപ്റ്ററിൽ ഓൾറെഡി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി എന്താണെന്ന് തന്നിരിക്കും. അതിനാദ്യം ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമി എഴുതേണ്ടത് എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ ലെറ്റർ എങ്ങനെയാണോ ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ എഴുതുക, അതേ ഫോർമാറ്റ് തന്നെയാണ് ഫ്രം ഡേ ടു സബ്ജക്ട്. പക്ഷേ റെഫറൻസ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റ് അപ്പിയർഡ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഡേറ്റഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഹാവ് ടു റൈറ്റ്. അതിനുശേഷം മാഡം ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ, കറൻറ്റ്ലി ഐ ഹാവ് സീൻ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുക. ആൻഡ് ഐ തിങ്ക് ഐ എം ഫിറ്റ് ടു ദിസ് ആൻഡ് ഹിയർ ബൈ അറ്റാച്ച് മൈ റെസ്യൂമി ഫോർ ഫർദർ കൺസിഡറേഷൻ ഫോർ ദിസ് ജോബ്. ആൻഡ് ആ ഒരു രീതിയിൽ വളരെ ഫോർമലായിട്ട് ലെറ്റർ എഴുതുക. അതിനുശേഷം റെസ്യൂമി വരുമ്പോൾ എങ്ങനെയാണ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബയോഡേറ്റ അല്ലെങ്കിൽ കരിക്കുലം വീറ്റേ CV ആണ് റെസ്യൂമി എന്ന് പറയുന്നത് അല്ലേ. പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം, ഏജ്, സെക്സ്, ജെൻഡർ, ഓക്യുപ്പേഷൻ, ഇമെയിൽ ID, കോൺടാക്ട് അഡ്രസ് ഒക്കെ കൊടുത്തതിന് ശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് സബ്ജക്ട്, യൂണിവേഴ്സിറ്റി, ഇയർ, അതേപോലെ കഴിഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് വേണം വരാൻ. MA, BA, +2, സെക്കൻഡറി. ദെൻ അഡീഷണൽ ഉണ്ടെങ്കിൽ, അഡീഷണൽ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏതാണ് കോഴ്സ്, ഏതാണ് സബ്ജക്റ്റ്, യൂണിവേഴ്സിറ്റി ഏതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, ഇയർ ഓഫ് പാസിംഗ് ഏതാണ്, ഇങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇത് ഞാൻ പിന്നെയും പറഞ്ഞു പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്, ഒരുപാട് വട്ടം
എഴുതി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോ ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് എക്സാമ്പിൾസ് മിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് മാക്സിമം അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് ഇറ്റ് കേട്ടോ. എല്ലാവരും അത് പോയിട്ട് റെഫർ ചെയ്യണം. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്തേ. ഓക്കെ അല്ലേ? യെസ്. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലാംഗ്വേജസ് നോൺ, ഇൻട്രസ്റ്റ്, ടാലൻസ് എന്തൊക്കെയാണ്, ആ ഒരു രീതിയിലുള്ള ബാക്കി എക്സ്ട്രാ നോട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരു ഡിക്ലറേഷൻ നോട്ട്, ഐ ഡു ഹിയർ ബൈ എന്താണ് അറ്റാച്ച് ദ ഇൻഫർമേഷൻ ഗിവൺ എബോവ് ഇസ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്നുള്ള രീതിയിൽ ഡിക്ലറേഷൻ നോട്ടും കൂടെ നിങ്ങൾ കൊടുക്കുക. സോ ദിസ് ഈസ് ഹൗ you have to write. Okay, നകുൽ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമേ ചോദിച്ച ആളല്ലേ? ഇതൊക്കെ ക്ലാസ് കണ്ടിരുന്നോ? യെസ്. ദെൻ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി ചോദിച്ചു വന്നിട്ടുള്ള ഫോമാറ്റ് എന്താണ്? ഓൾറെഡി നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ഒരു പോയം തരും, അല്ലെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈക്ക് എനി വുമൺ ആണെങ്കിൽ വുമൺ റിലേറ്റഡ് ഒരു പോയം, എന്താണ് സ്മോൾ പോയം തന്നിട്ട് ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള എനി വുമനെ വെച്ചിട്ട് നോക്കുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സോ ഈ ഒരു രീതിയിലും സിമ്പിൾ. സോ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണെങ്കിൽ അബൌട്ട് ദ പോയം, പോയറ്റ് എന്താണ് അത് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം സമ്മറി ഓഫ് ദ പോയം എന്താണെന്ന് ഡിസ്കസ് ചെയ്യുക. ദെൻ വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ വിച്ച് പോയം അപ്പീൽസ് എന്താണ് പ്രസൻസ് ടു ബി മോർ അപ്പീലിംഗ്, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദീസ് പോയംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പോലുള്ള ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, സിമിലി. മെറ്റഫർ എന്ന് പറയുന്നത് കമ്പയറിങ് ടു തിങ്സ്. ലാസ്റ്റ് പാരഗ്രാഫ് ഇംഗ്ലീഷ് എഴുതണ്ട എന്ന് പറയുമോ? ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ലാസ്റ്റ് പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറയുമോ? ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് യുവർ വ്യൂ പോയിന്റ് ആണ്. വാട്ട് ഈസ് ദ തീം ദാറ്റ് യു ലൈക്ക് ദ മോസ്റ്റ്? ഈ ഒരു പോയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു പോയത്തിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കി മാറ്റുന്നത് എന്താണ്? ആ ഒരു രീതിയിൽ യുവർ വ്യൂ പോയിന്റ് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് ലാസ്റ്റ് എഴുതേണ്ടത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. ദെൻ അതിനുശേഷം പിന്നെ എന്താണ്? കമ്പയറിങ് ടു തിങ്സ് യൂസിങ് ദ വേർഡ്സ് ആസ് സോ ലൈക്ക് സിമിലി ആണ്. വെൻ യു കമ്പയർ ടു തിങ്സ് വിത്തൗട്ട് യൂസിങ് ഡയറക്റ്റ് കമ്പാരിസൺ വരുന്നത് അതെന്താണ്? മെറ്റഫർ ആണ്. അതേപോലെ തന്നെ ഹ്യൂമൻ അല്ലാത്ത കാര്യങ്ങൾക്ക് ഹ്യൂമൻ ആട്രിബ്യൂഷൻ കൊടുക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. റൈമിംഗ് ഉണ്ട്. ഇതുപോലെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനത്തെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് എംപ്ലോയ് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനത്തെയും കൂടെ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, റൈമിംഗ് അറ്റ്ലീസ്റ്റ് ഒന്നില്ലെങ്കിൽ റൈമിംഗ് ലൈൻസ് കണ്ടുപിടിക്കാൻ അറിയാലോ. കമ്പാരിസൺസ് എങ്ങനെയുണ്ട്? ദെൻ ഇമേജറീസ് യൂസ് ചെയ്തിട്ടുണ്ടോ? വിഷ്വൽ ഇമേജറി ഉണ്ട്, അതേപോലെ തന്നെ ഓഡിറ്ററി ഇമേജ് ഉണ്ട്. ലൈക്ക് ദെൻ ആ ഒരു രീതിയിൽ നിങ്ങൾ കമ്പാരിസൺസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സോ ഇങ്ങനെയാണ് മോസ്റ്റ് പോസിബിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. വിമൻ എംപവർമെൻറ്റ്, ഡ്രഗ് അബ്യൂസ് നിങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിബേറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്താണ്? 4 ആർഗ്യുമെൻറ്റ്സ് എഴുതാനായിട്ടായിരിക്കും മെയിൻലി ചോദിക്കുക. ഒന്നെങ്കിൽ ഫോർ ദ ടോപ്പിക് അല്ലെങ്കിൽ അഗേൻസ്റ്റ് ദ ടോപ്പിക്. ചിലതിൽ ടു ദ പോയിന്റും 2 അഗേൻസ്റ്റ് ദ ടോപ്പിക്കും എഴുതാനായിട്ടും ചോദ്യം വരും. ഫേവർ ആൻഡ് അഗേൻസ്റ്റ്, അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ള രീതിയിൽ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ സജഷൻസ് എഴുതുക എന്നുള്ള രീതിയിലും ഡിബേറ്റിൻ്റെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഏതൊക്കെ ടൈപ്പ്, എഡിറ്റിംഗ് ആണെങ്കിൽ എഡിറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെൻസസ് എന്നുള്ള രീതിയിൽ വരും. വളരെ സിമ്പിളായിട്ടുള്ള എന്താണ് ഫുൾ സ്റ്റോപ്പ് കോമ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അതുമല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ അത് വരും. ടെൻസസ് എങ്ങനെയാണ്? സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെൻ്റ് അല്ലേ? ആ ഒരു രീതിയിൽ റിപ്പോർട്ടിംഗ്. ഇത് കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഫുൾ എഡിറ്റിംഗ് ആൻഡ് ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു മാരത്തോണിൽ വന്നത്? ഫുൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടും റിപ്പോർട്ടഡ് സ്പീച്ചിന് വേണ്ടിയിട്ടും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അത് നിങ്ങൾ എന്താണ് ഷാസിൽ എവിടെയായിരുന്നു ഇത്രയും നേരം? എനിവേ ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ ടീച്ചർ മനസ്സിലാവുന്നില്ല. ഷസീൽ എവിടെയായിരുന്നു? നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, ക്ലാസ് മെയിനായിട്ടുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തു. എവിടെയായിരുന്നു ഇത്രയും നേരം?
എനിവേ ഇതുവരെ ക്ലാസ് മിസ്സായവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഇതിന് മുന്നേയുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾ ചെയ്യുക. ഓരോന്നിന് വേണ്ടിയിട്ടും എഡിറ്റിംഗ്, ബ്ലോഗ്, ബ്ലർബ്, ട്രാവൽ എസ്സേ, ഇമെയിൽ റൈറ്റിംഗ്, ഫോർമൽ ലെറ്റർ, ഇതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഓരോ വീഡിയോസ് ഉണ്ട്. അതും നിങ്ങൾ റെഫർ ചെയ്യാൻ മറക്കരുത്. കാരണം അതിൽ എക്സാമ്പിൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണെങ്കിലും ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുക ആൻഡ് ട്രൈ ടു മേക്ക് യുവർ ആൻസേഴ്സ് യൂണീക്ക്. കാണാതെ പഠിച്ച് സമ്മറി മഗപ്പ് ചെയ്ത് പോവുകയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വ്യൂ പോയിന്റ് ഉണ്ടാക്കി കുറച്ച് ക്രിയേറ്റീവ് ആൻഡ് യുണീക്ക് ആക്കാണ് ഓരോ ആൻസേഴ്സും വേണ്ടത്. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണെങ്കിലും ബാക്കി എസ്സേ ആണെങ്കിലും എല്ലാം യുവർ വ്യൂ പോയിന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ വി ക്യാൻ മേക്ക് യുവർ ആൻസേഴ്സ് യൂണീക്ക് ആൻഡ് ഓൾസോ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ആൻഡ് ഐ തിങ്ക് വി ഹാവ് കവേർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ്. ആൻഡ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഫർദർ ഡിസ്കഷൻ അല്ലേ, ഇതിൻ്റെ ബാക്കി previous year question paper plus format discussion ഉണ്ടാവുന്നതായിരിക്കും. So for the time being, bye and please do let me know about your valuable comments about this class. And നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ആൻഡ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത് തുടങ്ങിയ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ബൈ. ഓക്കെ, ബൈ.